ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയ റിസാലയാണ്. റിസാലത്തുൻ ഫി സുജൂദി സഹ്വ്. മറവിയുടെ സുജൂദ് സഹ്വ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്ന ചെറിയ ഒരു റിസാലയാണ് അദ്ദേഹത്തിൻ്റെത്. ഇതിൽ അദ്ദേഹം ഇതൊരു പൊതുവെ ഫിഖ്ഹിന്റെ വിഷയത്തിൽ ആളുകൾക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇതിൽ എപ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾക്ക് സംശയമുണ്ടാകാറുണ്ട്. എന്നാൽ മാഷാ അല്ലാഹ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഉദാഹരണത്തോടുകൂടി തെളിവുകളായി ഹദീസുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം ചുരുങ്ങിയ രൂപത്തിൽ ഇതിന്റെ അഹ്കാമുകൾ വിശദീകരിച്ചത് വായിക്കുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്കത് വായിക്കാം. അദ്ദേഹം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദ് الذي بلغ البلاغ المبين وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد. ശേഷം അദ്ദേഹം ഹംദും സലാത്തും പറഞ്ഞതിനു ശേഷം അദ്ദേഹം ആരംഭിക്കുകയാണ്. അദ്ദേഹം പറയുന്നു فإن كثيرا من الناس يجهلون كثيرا من أحكام السجود السهو في الصلاة. ജനങ്ങളിൽ ധാരാളം ആളുകൾക്ക് സുജൂദ് സഹ്വിന്റെ മറവിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ജഹലാണുള്ളത്. അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായി അറിയുകയില്ല. ഫമിൻഹും മൻ യത്റുകു സുജൂദ സഹ്വി ഫി മഹല്ലി വുജൂബിഹി. സുജൂദ് സഹ്വ്, മറവിയുടെ സുജൂദ് വാജിബാകുന്ന സമയത്ത് അത് ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വമിൻഹും മൻ യസ്ജുദു ഫി ഗൈരി മഹല്ലിഹി. അതിന്റേതല്ലാത്ത സ്ഥാനത്ത് സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. വമിൻഹും മൻ യജ്അല സുജൂദ സഹ്വി ഖബ്ല സലാം. ചില ആളുകൾ സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യും. വഇൻ കാന മൗദിഉഹു ബഅദ. യഥാർത്ഥത്തിൽ അത് സലാം വീട്ടിയതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു മറവി സംഭവിച്ചാൽ സുജൂദ് ചെയ്യേണ്ടത്. പക്ഷെ അവൻ സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ സുജൂദ് ചെയ്യും. വമിൻഹും മൻ യസ്ജുദു ബഅദ സലാം. ചില ആളുകൾ സലാം വീട്ടിയതിനു ശേഷം സുജൂദ് ചെയ്യും. വഇൻ കാന മൗദിഉഹു ഖബ്ല. യഥാർത്ഥത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായിരിക്കും അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യമുള്ളതിനാൽ അദ്ദേഹം പറയുന്നു വലിദാ കാനത് മഅരിഫത്തു അഹ്കാമിഹി മുഹിമ്മത്തുൻ ജിദ്ദ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, ജനങ്ങൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ അവർക്ക് ഈ വിഷയത്തിൽ അറിവില്ലായ്മ ഉള്ളതിനാൽ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ സിയ്യമ ലിൽ അയിമ്മത്തി അല്ലദീന യഖ്തദി നാസു ബിഹിം. പ്രത്യേകിച്ചും മസ്ജിദിലൊക്കെ ഇമാം നിൽക്കുന്ന ആളുകൾ എന്താണ് അവരുടെ പ്രത്യേകത? വതഖല്ലദു അൽ മസ്ഊലിയത ഫി ഇത്തിബാഇൽ മശ്റൂഇ ഫി സലാത്തിഹിം അല്ലതി യഉമ്മൂന അൽ മുസ്ലിമീന ബിഹാ. മുസ്ലിമീങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. കാരണം എപ്പോഴാണോ സഹ്വിൽ സുജൂദ് ചെയ്യുന്നത് അതിനനുസരിച്ചായിട്ട് മുഅ്മിനീങ്ങൾ ചെയ്യുക. ഇമാം തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മുഅ്മിനീങ്ങളും തെറ്റായിട്ടായിരിക്കും ചെയ്യുക. ഇമാം ശരിയാകുമ്പോഴായിരിക്കും മുഅ്മിനീങ്ങളും ശരിയാകുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മസ്ജിദിലൊക്കെ ഇമാം നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാമത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വീടുകളിലൊക്കെ നിസ്കരിക്കുന്ന സ്ത്രീകൾ അവർ ഒറ്റയ്ക്കായിരിക്കും ഭൂരിഭാഗം സമയത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് തന്നെ അവരുടെ മേൽ പഠിക്കലും അവർക്കും നിർബന്ധമാകും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഫഅഹ്ബബ്തു അൻ ഉഖദ്ദിമ ലി ഇഖ്വാനി ബഅള മിൻ അഹ്കാമി ഹാദൽ ബാബി റാജിയൻ മിൻ അല്ലാഹി തആല അൻ യഅഫ ബിഹി ഇബാദഹുൽ മുഅ്മിനീൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറിക്കുകയാണ്. ഫഅഖൂൽ മുസ്തഈനൻ ബില്ലാഹി തആല മുസ്തൽഹിമൻ മിൻഹു അത്തൗഫീഖ ലിസ്സവാബ്. ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം എന്താണ് സുജൂദ് സഹ്വ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിർവചനം നിർവചിക്കുകയാണ്. കാരണം എന്താണ് സുജൂദ് സഹ്വ്? പണ്ഡിതന്മാരുടെ രീതിയാണ്, നിങ്ങൾ കിതാബുകൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് വിഷയം എന്നുള്ളത് ആദ്യം കൃത്യമായി ഡിഫൈൻ ചെയ്യും. ഇന്നതാണ് വിഷയം, ഇതാണ് കാര്യം. സുജൂദ് സഹ്വ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം സുജൂദുകൾ പലതരത്തിലുണ്ട്. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരത്തിലുള്ള സുജൂദുണ്ട്, പിന്നെ സഹ്വിന്റെ സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദുണ്ട്, ശുക്റിന്റെ സുജൂദുണ്ട്. ഇങ്ങനെയൊക്കെ സഹ്വിന്റെ സുജൂദുകളുണ്ട്. അപ്പൊ സുജൂദ് സഹ്വ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഇബാറത്തുൻ അൻ സജ്ദതൈനി യസ്ജുദുഹുമാ അൽ മുസല്ലി ലിജബരിൽ ഖലലിൽ ഹാസിൽ ഫി സ്വലാത്തിഹി മിൻ അജ്ലി സഹ്വ്. മറവി കാരണത്താൽ, നിസ്കാരത്തിൽ മറവി കാരണത്താൽ അത് നികത്തുന്നതിനു വേണ്ടി
ഒരു നിസ്കരിക്കുന്നവൻ 2 സുജൂദുകൾ ചെയ്യുന്നു. ഇതാണ് സുജൂദ് സഹ്വ് എന്ന് പറഞ്ഞാൽ ചുരുക്കി മനസ്സിലാക്കേണ്ടത്. കാരണം അതിന്റെ കാരണം എന്താണ്? മറവി സംഭവിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള 2 സുജൂദുകൾക്കാണ് സുജൂദ് സഹ്വ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കാൻ സുജൂദ് സഹ്വ് 2 സുജൂദാണ്, ഒരു സുജൂദല്ല, 2 സുജൂദാണ്. ചില ആളുകൾക്ക് അതിൽ സംശയമുണ്ട്, ഒറ്റ സുജൂദാണോ അല്ല 2 സുജൂദാണോ? 2 സുജൂദാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ സിഫത്ത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ നിസ്കാരത്തിലുള്ള സുജൂദിന്റെ അതേ സിഫത്താണ്. നമ്മുടെ 7 അവയവങ്ങൾ അത് ഭൂമിയിൽ പതിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റുകൾ സാധാരണ സുജൂദിൽ ചൊല്ലേണ്ടതായ ദിക്റുകൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുജൂദ് സഹ്വിൽ പ്രത്യേകമായിട്ട് സഹീഹായ ഹദീസുകൾ വന്നിട്ടില്ല എന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹുൽ മുംതിഅലൊക്കെ പറഞ്ഞു കാണുന്നത്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി ഏതാണോ നമ്മൾ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അല അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി പോലെ നമ്മൾ പൊതുവെ ചൊല്ലുന്ന ഏതൊരു ദിക്റാണോ അത് ചൊല്ലുക. ഇനി ഇടയിലെ ഇരുത്തത്തിലോ, കാരണം 2 സുജൂദ് ഉണ്ടാകുമ്പോൾ ഇടയിലൊരു ഇരുത്തവും ഉണ്ടാകും. അപ്പൊ അതിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന റബ്ബി ഗ്ഫിർലി പോലെയുള്ള ഇടയിലിരുത്തത്തിലുള്ള ദിക്റും ഇതാണ് ചൊല്ലേണ്ടത്. ശേഷം അദ്ദേഹം പറയുന്നു വഅസ്ബാബുഹു സലാസത്തുൻ. സുജൂദ് സഹ്വ് അത് നമുക്ക് എപ്പോഴാണ് 3 കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സുജൂദ് സഹ്വ് ചെയ്യേണ്ടി വരിക. അതിലൊന്ന് അസ്സിയാദ, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വർധനവുണ്ടാകുക. 2 വന്നഖ്സു, നഖ്സ് ഉണ്ടാകുക, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകുക. 3 വശക്ക്, കുറവോ കൂടുതലോ ഒന്നും അറിയില്ല, ഒരു സംശയം, കുറഞ്ഞോ അല്ല കൂടിയോ ഒന്ന് സംശയം. ഈ 3-4 കാരണത്തിൽ ആണ് നമുക്ക് സുജൂദ് സഹ്വ് ചെയ്യേണ്ടി വരിക. ഒന്നാമത്തതായി അവലൻ അസ്സിയാദ, നിസ്കാരത്തിൽ സിയാദത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് സിയാദത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അമലുകളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒന്ന് കൂട്ടി ചെയ്യുക. റുക്കൂ 1 തവണയാണ് നമുക്ക് നിശ്ചയിച്ചുള്ള ഒരു റക്അത്ത്, അത് 2 ആയി പോവുക. സുജൂദ് 2 തവണയാണ് ഒരു റക്അത്തിൽ, അത് 3 ആയി പോവുക. ഇനി അതല്ല ഒരു റക്അത്ത് തന്നെ സിയാദത്തായിട്ട് വരിക. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ നിസ്കാരത്തിലുള്ള അമലുകൾ ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സിയാദത്ത് ഉണ്ടാകാം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രത്യേക റുക്കിന് അധികമായി ചെയ്തു പോകാം, അല്ലെങ്കിൽ ഒരു റക്അത്ത് മുഴുവനായിട്ട്, ഒരുപാട് റുക്കുനുകൾ ഉൾക്കൊള്ളുന്ന ഒരു റക്അത്ത് മുഴുവനായിട്ട് തന്നെ അധികരിച്ച് ചെയ്യാം. ഇദ്ദേഹം വിശദീകരിക്കുന്നു. ഒന്നാം, ഈ സിയാദത്ത് വരുന്നത് തന്നെ വ്യത്യസ്ത രൂപത്തിലുണ്ട്. സിയാദത്തുകൾ തന്നെ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഒന്നാമത്തത് إذا زاد المصلي في صلاته قياما أو قعودا أو ركوعا أو سجودا متعمدا بطلت صلاته. സിയാദത്ത് എപ്പോഴും സുജൂദ് സഹ്വ് കൊണ്ട് പരിഹരിക്കാവുന്നതല്ല. ഒന്നാമതായി പറഞ്ഞത്, ഒരാൾ മനഃപൂർവ്വം ഒരു റക്അത്ത് അധികരിപ്പിക്കുകയാണ്. ഫജ്ർ 2 റക്അത്താണ്, മനഃപൂർവ്വം 3 റക്അത്ത് നിസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ സുജൂദ് 2 ആണ്, മനഃപൂർവ്വം 3-ാമത്തെ സുജൂദിലേക്ക് പോവുകയാണ്. അയാൾക്ക് ഉറപ്പുണ്ട് ഞാൻ 2 സുജൂദേ ചെയ്തിട്ടുള്ളൂ, ഒരു സംശയവുമില്ല, അയാൾക്കൊരു മറവി ഒന്നും സംഭവിച്ചിട്ടില്ല. മനഃപൂർവ്വം അയാൾ 3-ാമത്തെ സുജൂദിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം 2ാമത് വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരാൾ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവന്റെ നിസ്കാരം ബാത്തിലായി. അവ ഉടൻ തന്നെ കൈയച്ചോളൂ. മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല. അവിടുന്ന് കൃത്യമായ രൂപത്തിൽ നിസ്കാരം കാണിച്ചു തന്നിട്ട് നമ്മോട് കൽപ്പിച്ചത് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്തിൽ ഒരിക്കലും 2 റുക്കുവോ 3 സുജൂദോ ഒന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന്റെ നിസ്കാരം ഉടനെ ബാത്തിലായിപ്പോയി. അങ്ങനെ സിയാദത്തെല്ലാം ഒരുപോലെയല്ല. ഒന്നാമത്തെ വകുപ്പ് അത് മുതഅമ്മിദൻ, അംദനായിക്കൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ ബത്തലത് സലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലായിപ്പോയി. ഇനി മറവി, വഇൻ കാന നാസിയൻ, ഒരാൾ മറന്നുകൊണ്ടാണ് സിയാദത്ത് സംഭവിച്ചത്. വലം യദ്കുരി സിയാദ ഹത്താ ഫറഗ മിൻഹാ, അവൻ നിസ്കാരത്തിൽ നിന്നും പിരിയുന്നതുവരെ അവൻ ഇങ്ങനെ ഒരു വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൻ ഓർത്തിട്ടില്ല. ഫലൈസ അലൈഹി ഇല്ലാ സുജൂദു സഹ്വ്, അവൻ സുജൂദു സഹ്വ് ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. അഥവാ സലാം വീട്ടിയതിന് ശേഷമാണ് അവന് ഓർമ്മ വന്നത്, ഞാൻ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിൽ ഞാൻ ഒരു സുജൂദ് അധികം ചെയ്തിട്ടുണ്ട് എന്ന് സലാം വീട്ടിയതിന് ശേഷമാണ് ഒരാൾക്ക് ബോധം വരുന്നതെങ്കിൽ ഫലൈസ അലൈഹി ഇല്ലാ സുജൂദു സഹ്വ്, അവൻ സുജൂദു സഹ്വ് ചെയ്താൽ മാത്രം മതി. 2 സുജൂദ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവനുള്ളൂ. വസലാത്തുഹു സഹീഹ, ഈ ഒരു അവസ്ഥയിൽ അവന്റെ സലാത്ത് ശരിയാണ്. കാരണം അവൻ മുതഅമ്മിദനല്ല, മനഃപൂർവ്വമല്ല, മറന്നിട്ടാണ്. പക്ഷേ എപ്പോഴാണ് ഈ ഓർമ്മ വന്നത്? നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം. അപ്പൊ ഉടനെ എന്ത് ചെയ്യുക? 2 സുജൂദ് ചെയ്യുക, സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇനി
വഇൻ ദക്കറ സിയാദത ഫി അസ്നാഇഹ, അഥവാ ഇതിന്റെ ഇടയിൽ തന്നെ അവൻ ആ സിയാദത്ത് ബോധ്യപ്പെട്ടു, അഥവാ അഞ്ചാമത്തെ റക്അത്തിൽ ഉള്ളപ്പോൾ തന്നെ അവന് ബോധ്യപ്പെട്ടു. വജബ അലൈഹി റുജൂഉ അൻഹാ, അവന്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് ഉടനെ അതിൽ നിന്നും മടങ്ങുക എന്നുള്ളതാണ്. അതല്ലാതെ അഞ്ചാമത്തെ റക്അത്തിലാണ് ഉള്ളത്, ഇനി ഏതായാലും ഈ റക്അത്തിന്റെ റുക്കുവും ഇതൊക്കെ കഴിഞ്ഞിട്ട് സലാം കിട്ടിയാൽ മതി എന്നല്ല. അഞ്ചാമത്തെ റക്അത്തിലാണ്, അതല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം, 2 റക്അത്തുള്ള നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്തിലാണ്, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, അവൻ അങ്ങനെ എഴുന്നേറ്റ് പോയാൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ഉടൻ തന്നെ വജബ അലൈഹി അർറുജൂഉ അൻഹാ, അതിൽ നിന്നും മടങ്ങൽ അവന്റെ മേൽ നിർബന്ധമാണ്. അങ്ങനെ മടങ്ങിയിട്ടില്ലെങ്കിലോ നിസ്കാരം ബാത്തിലായി പോകും. അങ്ങനെ മടങ്ങിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. പിന്നെ മുത്തഅമ്മിദനായില്ലേ, നേരത്തെ ഒന്നാമത് പറഞ്ഞ ഹുക്കുമായി, അവൻ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്, കാരണം ഇപ്പൊ ഓർമ്മ വന്നു, അപ്പൊ മുത്തഅമ്മിദനായി. വജബ അലൈഹി സുജൂദു സഹ്വ്, എന്നാൽ സുജൂദു സഹ്വ് ഇവനും ഇവിടെയും ഈ ആൾക്കും സുജൂദു സഹ്വ് നിർബന്ധമാണ്. വസലാത്തുഹു സഹീഹ, ഇവന്റെയും നിസ്കാരം ശരിയാണ്, കാരണം അവൻ ഉടൻ മടങ്ങിയിട്ടുണ്ട്, അവസാന സുജൂദിന്റെ സഹ്വിന്റെ സുജൂദും ചെയ്തിട്ടുണ്ട്. ശരി, ഷെയ്ഖിന്റെ ശൈലി അടുത്ത ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മിസാലു ദാലിക, വളരെ ഉദാഹരണം, കാരണം ആദ്യം ഇത് വ്യക്തമായി പറയുമ്പോൾ തന്നെ ഒരുവിധ ആളുകൾക്ക് മനസ്സിലാവും. ഇനി ഒന്നുകൂടി മനസ്സിലാകുന്നതിനോട് ഷെയ്ഖ് എന്ത് ചെയ്യും, ഒന്നുകൂടി ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മിസാലു ദാലിക ശഖ്സുൻ സല്ലൽ ളുഹർ മഹൽ, ഉദാഹരണത്തിന് ഒരാൾ ളുഹർ നിസ്കരിച്ചു 5 റക്അത്ത്, 5 റക്അത്താണ്, 4 റക്അത്തുള്ള ളുഹർ, ഒരാൾ 5 റക്അത്ത് നിസ്കരിച്ചു. വലം യദ്കുർ സിയാദത ഇല്ലാ വഹുവ ഫി തശഹുദ്, അവസാനത്തെ ആ തശഹുദിലാണ് അവൻ ഓർമ്മ വന്നിട്ടുള്ളത്, ഞാനിത് 5-ാമത്തെ റക്അത്തും കൂടി നിസ്കരിച്ചിട്ടുള്ള തശഹുദാണല്ലോ എന്ന് ഓർമ്മ വരുന്നത്. എന്താണ് അവൻ ചെയ്യേണ്ടത്? ഫയക്മിലു തശഹുദ്, ആ തശഹുദ് പൂർത്തിയാക്കുക. വയസല്ലിം, അവൻ എന്ത് ചെയ്യുക? സലാം വിട്ടുക. സുമ്മ യസ്ജുദു ലിസ്സഹ്വി, പിന്നീട് സഹുവിന്റെ 2 സുജൂദ് ചെയ്യുക. വയുസല്ലിം, ശേഷം ഒന്നുകൂടി സലാം വിട്ടുക. അഥവാ സഹുവിന്റെ സുജൂദ് ചെയ്തിട്ടുള്ളത് സലാം വിട്ടിയതിന് ശേഷമാണ്. എപ്പോൾ? സിയാദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. അവസാനം ഷെയ്ഖ് ഇതെല്ലാം ഒന്നുകൂടി ചുരുക്കം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഖബ്ലസ്സലാം എപ്പോഴാണ്, ബഅദസ്സലാം എപ്പോഴാണെന്ന് അവസാനം പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി ഓൺലൈനായി കേൾക്കുന്ന ആളുകൾക്കും പെന്നെടുത്തിട്ട് എഴുതി വെക്കാവുന്നതാണ്. ശരി, അടുത്തത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഫഇൻ ലം യദ്കുരി സിയാദത ഇല്ലാ ബഅദസ്സലാം, അവൻ ഇനിയിപ്പോൾ എപ്പോഴും ഓർക്കുന്നില്ല, സലാം വീട്ടിയതിന് ശേഷമല്ലാതെ ഓർക്കുന്നില്ല. അത് നമ്മളിത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ഉദാഹരണം പറയുകയാണ്. സജദ ലിസ്സഹ്വി വസല്ലം, അവൻ എന്ത് ചെയ്യണം? അവൻ സലാം വീട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഉടൻ തന്നെ 2 സഹ്വിന്റെ സുജൂദ് ചെയ്യുക, വീണ്ടും സലാം വീട്ടുക. ഇനി 3-ാമത്തെ കാര്യം, വഇൻ ദക്കറ സിയാദത വഹുവ ഫി അസ്നാഇ റക്അത്തിൽ ഖാമിസ, 5-ാമത്തെ റക്അത്തിൽ, അത് അവസാനം നേരത്തെ പോലെ പൂർത്തിയാക്കി തശഹുദിൽ എത്തിയിട്ടില്ല, ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ 5-ാമത്തെ റക്അത്തിന്റെ ഇടയിൽ തന്നെ അവൻ ഓർമ്മ വന്നാൽ ജലസ ഫിൽ ഹാൽ, ആ ഉടൻ തന്നെ എന്ത് ചെയ്യുക? അവൻ അവിടെ ഇരിക്കുക. യതശഹദു വയുസല്ലിം സുമ്മ യസ്ജുദു ലിസ്സഹ്വി വയുസല്ലിം, അവനുടൻ തന്നെ തശഹുദ് ചൊല്ലി സലാം വീട്ടുക, 2 സുജൂദ് ചെയ്യുക, വീണ്ടും സലാം വീട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞ എന്താണ്? സിയാദത്ത് ഒന്നുകിൽ അവന് എന്ത് ചെയ്യാം, മനഃപൂർവ്വം ചെയ്യുക, ആ മനഃപൂർവ്വം ചെയ്യുന്ന സമയത്ത് നിസ്കാരം ഉടൻ തന്നെ ബാത്തിലായി. ഇനി ഒരാൾ സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്, ഞാനിതിപ്പോ ഒന്ന് കൂട്ടി നിസ്കരിച്ചു പോയല്ലോ, ഉറപ്പായിട്ടാണ്, അല്ലാതെ വെറുതെ സംശയമല്ല, ഞാൻ ഒന്ന് കൂട്ടി നിസ്കരിച്ചിട്ടുണ്ട്, ശരിയാണ് എന്ന് വന്നാൽ, ഇനിയിപ്പോ ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണെന്ന് കരുതുക, ഇമാമ് അസർ നിസ്കാരം 5 റക്അത്ത് നിസ്കരിച്ചു, അപ്പൊ ശേഷം കഴിഞ്ഞപ്പോ 1-2 ആൾ പറഞ്ഞു, ആ ഇമാം ഇതിപ്പോ 5 നിസ്കരിച്ചിട്ടുണ്ട്, വീണ്ടും മാറ്റി നിസ്കരിക്കേണ്ടതില്ല, കാരണം എല്ലാവർക്കും മറവി സംഭവിച്ചതാണ്. ഉടൻ തന്നെ ഇമാമും മഅ്മൂമിങ്ങളും എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? 2 സഹ്വിന്റെ സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഇത് ശേഷം കഴിഞ്ഞാലാണ്. ഇനി ഒരാൾ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ, ഈ സിയാദത്ത് സംഭവിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഓർമ്മ വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? ഇരിക്കണം, ഉടനെ ഇരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇമാം 5-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മഅ്മൂമിങ്ങൾക്ക് ആർക്കൊക്കെ കൃത്യമായി ഉറപ്പുണ്ട് ഇത് 5-ാമത്തതാണ് എന്ന് ഉറപ്പുള്ളവർ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഇമാമിനോടൊപ്പം എഴുന്നേൽക്കാൻ പാടില്ല. എന്നാൽ ഉറപ്പില്ലാത്ത ആളുകൾക്ക്, ഇമാമിനെ പോലെ തന്നെ മറവി സംഭവിച്ച ആളുകൾക്ക് ഇമാമിനെ പിന്തുടരാവുന്നതാണ്. എന്നാൽ ഒരാൾക്ക് ഉറപ്പാണ് ഇത് 5-ാമത്തേലേക്കാണ് ഇമാം എഴുന്നേൽക്കുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കണം. ശേഷം ആണാണെങ്കിൽ അയാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമിനെ ഉണർത്തണം. പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് കൈകൊട്ടാവുന്നതാണ്. ഇതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇമാമല്ലേ എന്ന് കരുതി ആ ഒരു അവസ്ഥയിൽ ഇമാമിനോടൊപ്പം സിയാദത്തിൽ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല. അവനുടൻ തന്നെ അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലണം. ഇമാം അത് കേൾക്കുന്നില്ല, ചിലപ്പോൾ ഇമാമിനുള്ള ഉറപ്പ് ഇത് 4 എന്നായിരിക്കും, അപ്പൊ ഇമാം എഴുന്നേൽക്കും. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് 5 എന്നുള്ളത്, നിങ്ങൾ പിന്നെ എഴുന്നേൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനുള്ള ദലീലായി കൊടുത്തിട്ടുള്ളത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്.
ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബുൽ ജുമുഅയിൽ ബാബു ഇദാ സല്ല ഖംസൻ 5 റക്അത്ത് നിസ്കരിച്ചാലുള്ള അധ്യായം എന്ന് തന്നെ പറഞ്ഞു അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ബാബു സഹ്വി ഫി സ്വലാത്തി വസ്സുജൂദി ലഹു നിസ്കാരത്തിലുള്ള മറവിയും അതിനുള്ള സുജൂദും എന്നുള്ള തലക്കെട്ടിൽ ഇത് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണാം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ദുഹ്റ ഖംസൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ 5 റക്അത്ത് നിസ്കരിച്ചു. ഫഖീല ലഹു, നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അസീദ ഫി സ്വലാ, നിസ്കാരത്തിൽ വർധന വന്നിട്ടുണ്ടോ, നിസ്കാരത്തിൽ വർധന വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല വമാ ദാക്, എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോഴും ഓർമ്മ വന്നിട്ടില്ല. ഖാലു, സഹാബത്ത് പറഞ്ഞു, സല്ലൈത ഖംസൻ, താങ്കൾ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഉടനെ എന്ത് ചെയ്തു? ഫസജദ സജ്ദതൈനി ബഅദമാ സല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദ് ചെയ്തു, സഹവിന്റെ സുജൂദ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? സലാം വീട്ടി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. വേറെ റിവായത്തിൽ കാണാം, ഫീ റിവായത്തിൻ ഫതനാ റിജ്ലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം, കാലൊക്കെ മടക്കിക്കൊണ്ട് വസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ഫസജദ സജ്ദതൈനി സുമ്മ സല്ലം, 2 സുജൂദ് ചെയ്തു, സലാം വീട്ടി. ഇതെപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ഹദീസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിസ്കാരത്തിൽ സിയാദത്തിൽ പെടുന്നത് തന്നെയാണ് അസ്സലാമു ഖബ്ല തമാമിസ് സലാ, നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒറ്റക്ക് നിസ്കരിക്കുന്നതാകട്ടെ ജമാഅത്താകട്ടെ സലാം വീട്ടുക എന്നുള്ളത് സിയാദത്തിൽ പെടുന്നതാണ്. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് സിയാദത്തിന്റെ ബാബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സിയാദത്തിന് അഥവാ യഥാർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ കുറവല്ല അവിടെ സംഭവിക്കുന്നത്. കാരണം 2 റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഇമാം സലാം വീട്ടി. അതിനെ പണ്ഡിതന്മാർ സിയാദത്തിന്റെ താഴെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരിക്കും അതിന്റെ കാരണം? ആർക്കെങ്കിലും എന്തായിരിക്കും അതിന്റെ കാരണം? സിയാദത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ സലാം വീട്ടി. അവിടെ ഒരു സലാം എന്തായിട്ടുണ്ട്? സിയാദത്തായി വരും. കാരണം അവൻ വീണ്ടും ബാക്കി 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ. ബാക്കി ഉടനെ തന്നെ ഓർമ്മ വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കും. അപ്പോൾ അവിടെ ഒരു സലാം എന്ത് ചെയ്തിട്ടുണ്ട്? അത് സിയാദത്തായിട്ട് വന്നിട്ടുണ്ട്. സലാം എന്ന് പറയുന്ന നിസ്കാരത്തിലെ ഒരു റുക്നാണ്. നിസ്കാരത്തിലെ റുക്കുനുകളിൽപ്പെട്ട അർക്കാനിൽപ്പെട്ട ഒരു റുക്കുനാണ് സലാം പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിന് റുക്കുനിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സലാം ഒരാള് നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിയാദത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ 1-2 കാറ്റഗറികളുണ്ട്. ഒന്നെന്താണ്? അസ്സലാമു ഖബ്ല തമാമിസ് സലാത്തി മിന സിയാദതി ഫിസ് സലാം. ഒന്ന് അദ്ദേഹം പറഞ്ഞു, നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള സലാം എന്ന് പറയുന്നത് അത് നിസ്കാരത്തിലുള്ള വർധനവാണ്. ഫൈദാ സല്ലമൽ മുസല്ലി ഖബ്ല തമാമി സലാത്തിഹി മുതഅമ്മിദൻ ബതലത് സലാത്തു, ആരെങ്കിലും മനഃപൂർവ്വം സലാം വീട്ടിയാൽ അവന്റെ നിസ്കാരം ബാത്തിലായി. ഒരാള് 2ാമത്തെ റക്അത്ത് 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ തശഹുദ് കഴിഞ്ഞുടനെ മനഃപൂർവ്വം എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാലോ നിസ്കാരം ബാത്തിലായി, ഉടൻ തന്നെ ബാത്തിലായി. പിന്നെ ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ആ 2 റക്അത്തും ബാത്തിലായി പോയി. മനഃപൂർവ്വമാണ് ഇവിടെ സിയാദത്ത് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മനഃപൂർവ്വം ഒരു കാര്യം വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലായിപ്പോയി. അപ്പൊ അത് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായിപ്പോയി. ഇനി വഇൻ കാന നാസിയൻ, ഒരാൾ മറന്നുകൊണ്ട് ഇതേപോലെ സലാം വീട്ടിപ്പോയാൽ വലം യദ്കുർ ഇല്ലാ ബഅദ സമനിൻ തവീലിൻ, കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് 2 റക്അത്തിൽ സലാം വീട്ടിയല്ലോ, അല്ലെങ്കിൽ 3 റക്അത്തിൽ സലാം വീട്ടിയല്ലോ എന്ന് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്. അആദ സ്വലാത മിൻ ജദീദ്, നിസ്കാരം പുതുതായി നിസ്കരിക്കാൻ വേണം. ഉദാഹരണത്തിന് ഇവിടെ ളുഹർ നിസ്കാരം 3 റക്അത്തിൽ സലാം വീട്ടി, അല്ലെങ്കിൽ 2 റക്അത്തിൽ സലാം വീട്ടി. ഇങ്ങനെ വർത്താനമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നമ്മളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ദീർഘം കഴിഞ്ഞു, അത്യാവശ്യം സമയം കഴിഞ്ഞതിന് ശേഷം, അരമണിക്കൂർ ആവണമെന്നില്ല, അങ്ങനെ സമയം കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വരുന്നു, നമ്മൾ 2 റക്അത്താണ് നിസ്കരിച്ചത് അല്ലെങ്കിൽ 3 റക്അത്താണ് നിസ്കരിച്ചത്. പിന്നെ ബാക്കി വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ. എന്ത് ചെയ്യണം? അവിടെ ഒരു സമനം തൊവീൽ കഴിഞ്ഞു, കുറച്ച് സമയം അധികരിച്ചു കഴിഞ്ഞു. അആദ സ്വലാത മിൻ ജദീദ്, പുതുതായി വീണ്ടും നിസ്കരിക്കേണ്ടി വരും. അത് സമനം തൊവീൽ സംഭവിച്ചാലേ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. ചില ആൾ എല്ലാ അവസ്ഥയിലും വീടുക ഒന്നുകൂടി നിസ്കരിച്ചേക്കാന്ന് പറയും. കാരണം ഇത് പഠിക്കുന്നില്ല, പള്ളിയിൽ ഇമാമിന് തന്നെ അറിയില്ല. ചില മസ്ജിദിൽ പോയാൽ ഇമാമ് പറയും നമ്മൾ 2 സലാം വീട്ടി, ഇനിയിപ്പോ ഒന്നും ചെയ്യാനല്ലോ, വേഗം നിസ്കരിച്ചേക്കാം, എളുപ്പപ്പണിയല്ലേ. അങ്ങനെ ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. അപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും നിസ്കരിക്കേണ്ടത്. ഇനി അതല്ല, വഇൻ ദക്കറ ബഅദ സമനിൻ ഖലീലിൻ കദഖീഖതൈനി വസലാസ്, ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് ഓർമ്മ വന്നു നമ്മൾ 2 നിസ്കരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നാൽ ഫൈനഹു യുക്മിലു സ്വലാതഹു വയസല്ലിം, ബാക്കിയുള്ളത് പൂർത്തിയാക്കുക. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 1, അത് പൂർത്തിയാക്കുക. വയസല്ലിം, സലാം വീട്ടുക.
സുമ്മ യസ്ജുദു ലിസ്സഹ്വി വയസല്ലിം, ശേഷം സഹ്വിന്റെ 2 സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. കാരണം ഇവിടെ സിയാദത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു സലാം വന്നു, നമ്മൾ പറഞ്ഞു സിയാദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സലാം വീട്ടിയതിന് ശേഷമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അവസാനം ഒന്നുകൂടി ഇത് വരും, എപ്പോഴാണ് മുമ്പ് വരുന്നത്, എപ്പോഴാണ് ശേഷമുള്ളത്. 2 അവസ്ഥയിൽ മാത്രമേ മുമ്പ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ശേഷമാണ്. ഇതും പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ചില ഉലമാക്കൾ അതങ്ങനെയല്ല, എല്ലാവരും സലാം വീട്ടുന്നതിന് മുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്നിനും തെളിവോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ദലീലായിട്ട് എന്താണുള്ളത്? ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള ദലീൽ എന്താണ്? ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഇത് കൊടുത്തിട്ടുണ്ട്. ശരി, ഈ ഹദീസിൽ കാണാം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ബിഹിം ളുഹർ ഔൽ അസ്ർ ഫസല്ലമ മിൻ റക്അത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹർ ആണോ അസ്ർ ആണോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൃത്യമായി അദ്ദേഹം ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ ളുഹർ അല്ലെങ്കിൽ അസ്ർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? 2 റക്അത്തിൽ സലാം വീട്ടി. 2ാമത്തെ റക്അത്തിൽ അദ്ദേഹം സലാം വീട്ടി. ഫഖറജ സർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മിൻ അബ്വാബിൽ മസ്ജിദ്, പെട്ടെന്ന് അദ്ദേഹം മസ്ജിദിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. യഖൂലൂൻ, കുറച്ച് ആളുകൾ, ധൃതി പിടിച്ചുകൊണ്ടുള്ള കുറച്ച് ആളുകൾ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഖസ്റത്തിസ് സ്വലാത്തു, നിസ്കാരം ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില സഹാബത്ത് ഇങ്ങനെ പുറത്തേക്ക് പോയി. അത് മറ്റു റിവായത്തിൽ കാണാം, അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ ഉണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ എന്തോ ഒരു പേടി പോലെ, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അവർ മെല്ലനെ പുറത്തേക്ക് പോയി. وقام النبي صلى الله عليه وسلم الى خشبه في المسجد فاتكى عليها كانه غضبان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ അടുക്കലേക്ക് ഒരു മരം ചാരി വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ ചാരിയിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു ദേഷ്യം പിടിച്ചതുപോലെയുണ്ട് എന്ന് സഹാബി പറയുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒന്നും മിണ്ടാതെ പോയത്. മറ്റു റിവായത്തിൽ അത് കാണാൻ സാധിക്കും. ഫഖാമ റജുലുൻ, അപ്പോൾ അവിടുന്ന് ഒരു വ്യക്തി എഴുന്നേറ്റു. ഫഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അനസീത അം ഖസുറത്തിസ് സലാ, താങ്കൾ മറന്നതാണോ അതല്ല നിസ്കാരം ചുരുക്കപ്പെട്ടോ? അങ്ങനെ എന്തെങ്കിലും പുതിയ ഹുക്കുമ് വന്നോ എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ മറന്നതാണോ അതല്ല നിസ്കാരം ചുരുക്കപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഹുക്കുമ് വന്നിട്ടുണ്ടോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ് ഹുക്കുമ്, അല്ലെ? നമ്മൾ സാധാരണ ആളുകളെ പോലെയല്ല. അങ്ങനെ എന്തെങ്കിലും ഹുക്കുമ് വന്നിട്ടുണ്ടോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം അൻസ വലം തുക്സർ, ഞാൻ മറന്നിട്ടുമില്ല നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ഫഖാല റജുലു, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ബല ഖദ് നസീത, എന്നാൽ താങ്കൾ മറന്നിട്ടുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സഹാബത്തിനോട് ചോദിച്ചു, അഹഖുൻ മാ യഖൂലു, ഇയാൾ പറയുന്നത് ശരിയെന്നാണോ? അല്ല, ഇയാൾക്ക് തെറ്റിയതാണോ എന്ന് അറിയില്ലല്ലോ, ഒരു വ്യക്തി മാത്രമേ പറയുന്നത് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് ചോദിച്ചു, അഹഖുൻ മാ യഖൂലു, ഇയാൾ പറയുന്നത് ശരിയാണോ? അത് വേണമെങ്കിൽ ഇമാമുമാർക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് മാത്രം, ചിലപ്പോൾ അയാൾക്ക് തെറ്റാം, അയാൾക്ക്. അപ്പൊ ബാക്കി എല്ലാവരും മറന്നിട്ട് ഒരാൾ മാത്രം ഓർമ്മ ഉണ്ടാവുക, അത് വളരെ ഒരു അപൂർവ ചാൻസാണ്, അല്ലെ? അപ്പൊ അയാൾക്ക് തെറ്റിയതാണോ എന്നുള്ള നിലക്ക് അഹഖുൻ മാ യഖൂലു, ഇയാൾ പറഞ്ഞത് ശരിയെന്നാണോ എന്ന് ചോദിച്ചു. ഖാലു നഅം, അവർ പറഞ്ഞു അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖദ്ദമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല മാ ബഖിയ മിൻ സ്വലാത്തിഹി സുമ്മ സല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അഥവാ എന്നിട്ട് ബാക്കിയുള്ള ആ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ സല്ലം, ശേഷം അവിടുന്ന് സലാം വീട്ടി. സുമ്മ സജദ സജദതൈനി സുമ്മ സല്ലം, പിന്നീട് 2 സഹവിന്റെ സുജൂദ് ചെയ്തു, അവിടെ സലാം വീട്ടി. അതവിടെ ഒരു സലാം അധികരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ സലാം വീട്ടിയതിന് ശേഷമാണ്, അതോ ബാക്കി പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഹവിന്റെ 2 സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടിയിട്ടുള്ളത്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ് എന്ന് കാണാം. ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാനിൽ ബാബു ഹൽ യഖുദുൽ ഇമാമു ഇദാ ശക്ക ബിഖൗലിൻ നാസ്, ഇമാം ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തിലായി ഇമാം അത് എടുക്കണോ എന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം ബാബു സഹവി ഫിസ് സ്വലാ എന്ന ബാബിലും ഇത് കൊടുത്തതായി കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ചെയ്തത് ഇവിടെ? സലാം വിട്ടതിന് ശേഷം കുറച്ച് സമയമായിട്ടുള്ളൂ, ധാരാളം സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, ഇങ്ങനെ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ചർച്ചകളെ അവിടെ നടന്നിട്ടുള്ളൂ എങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. അഥവാ നിസ്കാരം ശരിയായിട്ടുണ്ടോ, 2 ആണോ 3 ആണോ, നിങ്ങളെന്താ പറയുന്നത്, അങ്ങനെ നമ്മൾ 1-2 ആളുകൾ ചോദിച്ചപ്പോൾ അതന്നെ അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കുറഞ്ഞ സമയവും അധികം മറ്റു സംസാരങ്ങളിലൊന്നും പോകാതെ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവർ വീണ്ടും പൂർണ്ണമായി മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ബാക്കിയുള്ളത് എത്രയാണോ അത്ര നിസ്കരിച്ചാൽ മതിയായതാണ് എന്നാണ്. ഇനി വരുന്നത് വേറൊരു ആളുകൾക്ക് പൊതുവെ സംശയം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഇമാമ് 2 റക്അത്തിലൊക്കെ സലാം വീട്ടിയാൽ പെട്ടുപോകുന്ന ചില ആൾക്കാർ, അവർ ലേറ്റായിട്ട് വന്ന ആൾക്കാരായിരിക്കും.
അത് ചിലപ്പോൾ ഇമാമിനോടൊപ്പം ഒന്നാമത്തെ റക്കായത്തിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്കിത് അറിയില്ല, ഇമാം ഇപ്പൊ 2-ലാണോ സലാം വീട്ടിയത്, 4-ലാണോ സലാം വീട്ടിയത് എന്ന അവസ്ഥ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. കാരണം അവർ ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടൊക്കെ വന്നതായിരിക്കും. ഒരു റക്കായത്ത് കഴിഞ്ഞിട്ട് വന്ന ഉടനെ അടുത്ത റക്കായത്തിൽ തന്നെ ഇമാം സലാം വീട്ടി. അപ്പൊ ഇവനറിയുന്നില്ലല്ലോ ഇതിപ്പോ ഇമാം 2 റക്കായത്തിൽ സലാം വീട്ടിയതാണോ അതല്ല 4 റക്കായത്തിലാണോ സലാം വീട്ടിയത്, ഇവനറിയുന്നില്ല. അപ്പൊ അത്തരക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, വഇദാ സല്ലമൽ ഇമാമു ഖബ്ല തമാമി സ്വലാത്തിഹി വഫിൽ മഅ്മൂമീന മൻ ഫാതഹും ബഅദുസ് സലാം. ഇമാം ഈ പറഞ്ഞതുപോലെ നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സലാം വീട്ടി. എന്നാൽ മഅ്മൂമീങ്ങളിൽ നിസ്കാരത്തിൽ നിന്നും അല്പം നഷ്ടപ്പെട്ട ചില ആളുകളുണ്ട്. അത് മസ്ബൂക്കായിട്ട് വന്ന ആളുകൾക്ക്, അത്രക്കാർക്ക് മസ്ബൂക്ക് എന്നാണ് പറയാ, വൈകി വരുന്ന ആളുകൾ, ഒരു റക്കായത്തോ മറ്റോ ഒക്കെ വൈകി വരുന്ന ആളുകളുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫഖാമു ലിഖളാഇ മാ ഫാതഹും. അവർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം 2ാമത്തെ റക്കായത്ത് സലാം വീട്ടിയപ്പോ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ബാക്കി പൂർത്തിയാക്കാൻ അവരെ എഴുന്നേറ്റു. ഈ സമയത്തിലോ തുമ്മ ദക്കറൽ ഇമാമു അന്ന അലൈഹി നഖ്സൻ മിൻ സ്വലാത്തിഹി ഫഖാമ ലിയുതിമ്മഹ. അപ്പൊ ഇമാമിന് ഓർമ്മ വന്നു, ഞാൻ 2ാമത്തെ റക്കായത്തിലാണ് 2 റക്കായത്തിൽ സലാം വീട്ടി. ഒന്നുകിൽ സ്വയം ഓർമ്മ വന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും ഉണർത്തിയിട്ട് ഇമാമിന് ഓർമ്മ വന്നു. فإن المأمومين الذين قاموا لقضاء ما فاتهم يخيرون بين أن يستمروا في قضاء ما فاتهم ويسجدوا للسهو وبين أن يرجعوا مع الإمام فيتابعوا. ഇപ്പൊ ഇവിടെയുള്ള ആ വ്യക്തിക്ക്, ലേറ്റ് ആയിട്ട് വന്ന ആ വ്യക്തിക്ക് രണ്ടാലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ അയാൾ എന്ത് ചെയ്യുക, അയാൾ ആ ഒരു റക്കായത്ത് അയാൾ കിട്ടിയില്ല, ബാക്കി 3 റക്കായത്ത് അയാൾ ഒറ്റയ്ക്ക് തന്നെ നിസ്കരിക്കാം. അതല്ലെങ്കിൽ ഇമാമ് വീണ്ടും കൈകെട്ടുന്നുണ്ട് എങ്കിൽ ആ ഇമാമിനെ അയാൾക്ക് പിന്തുടരുകയും ചെയ്യാം. ഈ രണ്ടിലേതെങ്കിലും ഒരു രൂപം അയാൾക്ക് സ്വീകരിക്കാവുന്ന, രണ്ടാലും തെറ്റില്ല, അയാൾ നിസ്കാരം ബാത്തിലൊന്നും ആവാൻ പോകുന്നില്ല. അയാൾക്ക് ഒന്നുകിൽ ആ ഇമാം വീണ്ടും കൈകെട്ടുകയാണെങ്കിൽ അയാൾക്ക് ഇമാമിനെ പിൻപറ്റാം. ചിലപ്പോൾ ഇമാം ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒറ്റൊരു സന്ദർഭമേ വരുന്നുള്ളൂ, അഥവാ ഇയാൾ ഒറ്റയ്ക്ക് ബാക്കി നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെയല്ല, ഉടൻ തന്നെ ഇമാമിന് ഓർമ്മ വന്നു ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, അപ്പൊ അവരെല്ലാവരും കൈകെട്ടിയാൽ ഇവന് വേണമെങ്കിൽ ആ ജമാഅത്തിൽ അവന് അതിന് പങ്കുചേരാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം ഫഇദാ സല്ലമ ഖളൗ മാ ഫാതഹും, സലാം വീട്ടിയതിനു ശേഷം അവൻ ഫസ്റ്റ് റക്കായത്ത് ബാക്കി ഉണ്ടാവുമല്ലോ അല്ലെ, ഇമാമിനോടൊപ്പം ചേർന്നാലും അവൻ ഫസ്റ്റ് റക്കായത്ത് ലേറ്റായി വന്നവനാണ്, അത് അവൻ എന്ത് ചെയ്യുക, ഖളാ വീട്ടുക. വസജദു ലിസ്സഹ്വി ബഅദ സലാം, സലാം വീട്ടിയതിനു ശേഷം അവൻ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തന്നെ സുജൂദ് ചെയ്യുക, സഹ്വിന്റെ സുജൂദ് ചെയ്യുക. വഹാദ ഔലാ വ അഹ്വത്, ഇതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു. അഥവാ ഇങ്ങനെ വൈകി വന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പൊ ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യുക സലാം വീട്ടിയിട്ടാണ്. ഇമാമിന്റെ കൂടെ സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പറ്റൂല, കാരണം ഇവനൊരു റക്കായത്ത് ബാക്കിയുണ്ട്. സഹ്വിന്റെ സുജൂദ് ഒരിക്കലും ഒരു റക്കായത്ത് ബാക്കി ആവുന്നതിന് മുമ്പേ ചെയ്യാൻ പാടില്ല. സഹ്വിന്റെ സുജൂദിന്റെ മഹല്ല് ഒന്നുകിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് ശേഷം, അല്ല സഹ്വിന്റെ സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റക്കായത്ത് വരികയില്ല. അപ്പൊ അവിടെ ഇമാമിന്റെ കൂടൊപ്പം അവന് സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ എന്ത് ചെയ്യണം, അവന്റെ ബാക്കി ഒരു റക്കായത്തോ 2 റക്കായത്ത് എത്രയാണോ വൈകി വന്നത് അവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ച് ശേഷം സലാം വീട്ടി 2 സുജൂദ് ചെയ്ത് ശേഷം സലാം വീട്ടുക. കാരണം ഇവിടെ സിയാദത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് സിയാദത്തുമായി ബന്ധപ്പെട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. താനിയൻ അൻ നഖ്സ്, രണ്ടാമത്തത് നഖ്സാണ്. നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് വരാം, കൂടുതൽ വരുന്നത് പോലെ തന്നെ കുറവും വരാവുന്നതാണ്. കുറവ് വരുന്നത് അതിൽ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്ന ഒന്നാമത്തേതായിട്ട് നഖ്സുൽ അർക്കാൻ, നിസ്കാരത്തിൽ റുക്നുകളിൽ കുറവ് വരിക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ കുറവ് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെയല്ല. നിസ്കാരത്തിൽ ഒരാള് റുക്കുവിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയാൻ മറക്കുന്നതും റുക്കു എന്നെ ചെയ്യാൻ മറക്കുന്നതും ഒരേപോലെയല്ല. അല്ലെങ്കിൽ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയാൻ മറക്കുന്നതും സുജൂദ് തന്നെ നഷ്ടപ്പെടുന്നതും ഒരുപോലെയല്ല. നിസ്കാരത്തിൽ ഒരാൾ ഫാത്തിഹ മറക്കുന്നതും ഫാത്തിഹയ്ക്ക് ശേഷം ചൊല്ലുന്ന സൂറത്ത് മറക്കുന്നതും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലെ അർക്കാനുകൾ ഏതാണ്, നിസ്കാരത്തിലെ വാജിബാത്തുകൾ ഏതാണ്, അതല്ലാത്തതെല്ലാം സുന്നത്തുകളാണ് എന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അത് ആദ്യം മനസ്സിലാക്കിയാലാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിസ്കാരത്തിൽ ഇന്നത് റുക്കിനാണ്, ഇന്നത് വാജിബാണ്, അതുകൊണ്ട് റുക്കിന് നഷ്ടപ്പെട്ടാൽ വാജിബ് നഷ്ടപ്പെട്ടതുപോലെയല്ല എന്നൊരു വേർതിരിവ് ആദ്യമേ ഉണ്ടാകണം. ഇത് നമ്മൾ ഇന്നലെ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള ഇൽമാണ്. കാരണം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാതെ അവൻ എങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ വാജിബ് നഷ്ടപ്പെട്ടതുപോലെ റുക്കിന് നഷ്ടപ്പെട്ടത് പരിഗണിച്ചാൽ നിസ്കാരം ബാത്തിലായിട്ടുണ്ടാവും. ഇതെല്ലാം കൃത്യമായി ഹദീസുകളിൽ വരികയും പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുകയും അതെല്ലാം പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് നമ്മളത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എതിറുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളത് ആദ്യം കൃത്യമായി പഠിക്കണം. ഇന്നത് അർക്കാനാണ്, ഇന്നത് റുക്കിനിൽ പെട്ടതാണ്
ഇന്നത് വാജിബിൽപ്പെട്ടത്. അത് വലിയൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ എന്നും നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് വായിച്ചാൽ മതി. അത് ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിലും അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അദ്ദേഹം അതിന്റെ ഓരോ ഉദാഹരണം പറയാണ്. നഖ്സുൽ അർക്കാൻ, റുക്ന് നഷ്ടപ്പെട്ടാലുള്ള കാര്യം. ഇദാ നഖസൽ മുസല്ലി റുക്നൻ മിൻ സലാത്തിഹി, ഒരു വ്യക്തി അവന്റെ നിസ്കാരത്തിലുള്ള ഒരു റുക്നിൽ അവൻ നഷ്ടപ്പെട്ടു. ആ റുക്നിൽ തന്നെ ഫഇൻ കാന തക്ബീറത്തുൽ ഇഹ്റാമി ഫലാ സലാത്ത, ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ മറന്നുപോയാൽ അവന്റെ നിസ്കാരം കഴിഞ്ഞു. അവിടെ സവാഅൻ തറക്കഹ അംദൻ ഔ സഹവൻ, അവൻ മറന്നാലും ശരി അതല്ല മനഃപൂർവ്വമായാലും ശരി അവന്റെ നിസ്കാരം ലിഅന്ന സലാത്തഹു ലം തൻഅഖി, നിസ്കാരം ആരംഭിച്ചിട്ടേ ഇല്ല. അതായത് തുടക്കത്തിൽ അല്ലാഹു അക്ബർ പറയണം. ഒരാള് വൈകി വന്നതാണ്, നേരെ കയറി ഇങ്ങനെ കൈ കെട്ടി, കൈയൊക്കെ ചിലപ്പോൾ ആംഗ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ അല്ലാഹു അക്ബർ എന്നുള്ള കലിമ അവന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എങ്കിൽ ആ നിസ്കാരം തുടങ്ങിയിട്ടില്ല. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അവൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം അവൻ നേരെ കൈകെട്ടി, എന്നിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഫാത്തിഹ ഓതുന്നു, അല്ലെങ്കിൽ അവൻ വജ്ഹത്ത് ഓതുന്നു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി ഓതുന്നു. അത് നേരെ അല്ലാഹു അക്ബർ എന്നുള്ള കലിമ പറഞ്ഞിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തലല്ല, അത് അതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ റുക്നുൻ ഖൗലിയാണ്, നമ്മൾ നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ്. ഇതൊരാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അവന്റെ നിസ്കാരം ഒരു നിലക്കും പരിഗണിക്കേണ്ടതില്ല, അവന്റെ നിസ്കാരം പോയി. ഇനി അതല്ലാത്ത റുക്നാണെങ്കിൽ വേറെ പരിഹാരമുണ്ട്. അതല്ലാത്ത റുക്നാണെങ്കിൽ നിസ്കാരം അവിടെ വെച്ച് പോകുന്നില്ല, വേറെ പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാമിന് വേറെ തന്നെ പറഞ്ഞത്. അത് അധികം ആൾ മറക്കാറില്ല. അങ്ങനെ വല്ലപ്പോഴും സംഭവിച്ചാൽ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുന്നവരാണ്. വഇൻ കാന ഗൈറ തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്തതാണ് ഒരാൾക്ക് മറന്നുപോകുന്നതല്ല നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ ഫഇൻ തറക്കഹു മുതഅമ്മിദൻ ബതലത് സലാത്തു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം ഒരാൾ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെയാണ് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിക്കുന്നതും. അത് റുക്നുകൾ ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ബതലത് സലാത്തുഹു, അഥവാ ഒരാൾ കൈ കെട്ടിയിട്ട് മനഃപൂർവ്വം ഫാത്തിഹ ഓതുന്നില്ല, ജമാഅത്ത് നിസ്കാരത്തിലല്ല ഒറ്റയ്ക്ക്. ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്കറിയാം രണ്ടഭിപ്രായമുണ്ട്, മഅ്മൂമിങ്ങൾ ഇമാം ഓതുന്ന സമയത്ത് ഓതണോ വേണ്ടേ എന്നുള്ളത്. ശരി, അതല്ലാത്ത ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, അയാൾ മനഃപൂർവ്വം ഫാത്തിഹ ഓതുന്നില്ല. അതിന് പകരം ഖുർആനിൽ എത്ര ആയത്ത് ഓതിയിട്ടും കാര്യമില്ല, അത് ആർക്ക് പറ്റുന്നത്? നിസ്കാരം അറിയാത്ത പുതിയ മുസ്ലിമീങ്ങൾക്ക് അത് അനുവദിക്കപ്പെടും. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ദിക്റുകൾ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ ഖുർആനിൽ മറ്റേതെങ്കിലും ഒരു 7 ആയത്തുകൾ ഓതിയാൽ മതി എന്നൊക്കെ അഭിപ്രായം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾക്ക് ഫാത്തിഹ അറിയാം, ഫാത്തിഹ നിസ്കാരത്തിൽ ഓതേണ്ടതാണെന്ന് അറിയാം, എന്നിട്ട് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി, ഫാത്തിഹ ഒരു റുക്നായതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അതേപോലെ റുക്കൂ മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചു, നേരെ ഫാത്തിഹ കഴിഞ്ഞു സുജൂദിലേക്ക് പോയി, അവൻ നിസ്കാരം ഉടൻ തന്നെ ബാത്തിലായി. മനഃപൂർവ്വമാണ് ഒരാൾ ഇങ്ങനെ റുക്കിന് ഉപേക്ഷിച്ചതെങ്കിൽ ഉടൻ തന്നെ അവന്റെ നിസ്കാരം ബാത്തിലായി. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ. ഇനി വൈൻ തറക്കഹു സഹ്വൻ, ഒരാൾ മറന്നുകൊണ്ട് റുക്കിനുകൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, അപ്പൊ റുക്കിനുകൾ ഏതാണെന്ന് ആദ്യം അറിയണം. പ്രധാനപ്പെട്ട റുക്കിന് ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, അതുപോലെ തന്നെ റുക്കൂ, സുജൂദ്, ഇതൊക്കെ റുക്കിനുകളിൽപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ഏതാനും പറഞ്ഞു തന്നത്. വൈൻ തറക്കഹു സഹ്വൻ, ഒരാൾ മറന്നുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചത് പോയെങ്കിൽ ഫഇൻ വസല ഇലാ മൗദിഇഹി മിന റക്അത്തി സാനിയ അൽഗത്തി റക്അത അല്ലതി തറക്കഹു മിൻഹു, രണ്ടാമത്തെ റക്അത്തിൽ അതേ ഏതൊരു റുക്നാണോ നഷ്ടപ്പെട്ടത് അതേ റുക്നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ഒന്നാമത്തെ റക്അത്ത് ക്യാൻസൽ ആയിപ്പോയി. ഉദാഹരണം, ഒരാൾ ഒന്നാമത്തെ റക്അത്തിൽ ഒരു റുക്കൂ ഉള്ളൂ, ആ റുക്കൂ ചെയ്തിട്ടില്ല, അവൻ നേരെ മറന്നുകൊണ്ട് സുജൂദിലേക്ക് പോയി. അവൻ വിചാരിച്ചു അവൻ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ രൂപത്തിലാണെന്നോ എന്തോ അവന്റെ തലയിൽ തോന്നി, അവൻ നേരെ സുജൂദിലേക്ക് പോയി. പിന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല. അടുത്ത റക്അത്തിൽ റുക്കൂയിൽ എത്തിയപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, ഞാൻ കഴിഞ്ഞ റക്അത്തിൽ റുക്കൂ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവൻ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ ഒന്നാമത്തെ റക്അത്ത് അത് ക്യാൻസൽ ആയതുപോലെയാണ്. പിന്നെ ഈ ഒരു റക്അത്താണ് ഒന്നാമത്തെ റക്അത്ത്, അഥവാ ആദ്യം നിസ്കരിച്ച ആ റക്അത്ത് അത് പൂർണ്ണമായി പോയി, അതൊന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് അവന്റെ ഒന്നാമത്തെ റക്അത്ത്. ഇനി 2, 3 ബാക്കി എത്രയാണ് നിസ്കാരമുള്ളത് അത്രയും പൂർത്തിയാക്കുക. ഒന്നാമത്തെ റക്അത്ത് അത് നഷ്ടപ്പെട്ടു പോയി. വഖാമത്തല്ലതി തലീഹ മഖാമഹ, അതിനുശേഷമുള്ളത് ഇതിന്റെ സ്ഥാനത്തേക്ക് എത്തി, അഥവാ 2 1 എന്നർത്ഥം. ഇനി ഇതേപോലെ അടുത്ത റക്അത്തിൽ അതേ റുക്കൂവിന്റെ അടുത്തെത്തിയിട്ടില്ല, മറിച്ച് റുക്കൂവാണ് നഷ്ടപ്പെട്ടത്, സുജൂദിൽ പോയി, സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിലിരുന്നു, അല്ലെങ്കിൽ അടുത്ത റക്അത്തിൽ എഴുന്നേറ്റ് നിന്നു, അടുത്ത റുക്കൂ എത്തിയിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ആ കഴിഞ്ഞ റുക്കിനിലേക്ക് മടങ്ങണം. അത് കഴിഞ്ഞ റുക്കിന് ഏതാണ് നഷ്ടപ്പെട്ടത്? റുക്കുവാണ്. ആ റുക്കുവിലേക്ക് ഉടൻ തന്നെ മടങ്ങണം. അഥവാ അവൻ സുജൂദിലെത്തിയ ഇടയിലൊക്കെ ഇരുന്നപ്പോൾ ഓർമ്മ വന്നാൽ റുക്കു ഇരുന്നിട്ടില്ലല്ലോ, നേരെ എഴുന്നേൽക്കുക, റുക്കുവിലേക്ക് പോകുക. ഇതാണ് ചെയ്യേണ്ടത്.
നേരെ എഴുന്നേൽക്കുക, റുക്കൂലേക്ക് പോവുക. നേരത്തെ എന്തുകൊണ്ടാണ് മടങ്ങണ്ടെന്ന് പറഞ്ഞത്? കാരണം മടങ്ങി അവിടെ തന്നെയാണ് എത്തുക. ഇപ്പൊ രണ്ടാമത്തെ റക്കായത്തിൽ അതേ ഏതാണോ നഷ്ടപ്പെട്ടത് അതേ സ്ഥാനത്താണ് അവനുള്ളതെങ്കിൽ മടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് എത്തുക. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മടങ്ങേണ്ടതില്ല അവിടെ. അതുകൊണ്ട് അവിടെ മടങ്ങേണ്ടതില്ല, ഒന്നാമത്തെ റക്കായത്ത് പോയതായി കണക്കൂട്ടിയാണ്. പക്ഷെ ഇവിടെ ആ റക്കായത്ത് കഴിഞ്ഞിട്ടില്ല, ആ ഭാഗം കഴിഞ്ഞിട്ടില്ല. അവൻ എന്ത് ചെയ്യുക? തിരിച്ച് അതേ റുക്കിനിലേക്ക് ഏതാണോ നഷ്ടപ്പെട്ടത് അതിന്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യുക? അതിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ് അവന് വേണ്ടത്. അത് അവൻ നിർബന്ധമാണ്, അങ്ങനെ മടങ്ങിപ്പോകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വജബ അലൈഹി അൻ യഊദ ഇല റുക്നിൽ മത്റൂക്, ഉപേക്ഷിക്കപ്പെട്ട റുക്കിനിലേക്ക് മടങ്ങുക എന്നുള്ളത് അത് നിർബന്ധമാണ്. ഫയഅതി ബിഹി വബിമാ ബഅദഹ്, അതും അതിനുശേഷമുള്ളതൊക്കെ ബാക്കി ചെയ്യുക. അഥവാ റുക്കൂൻ ചെയ്താൽ പിന്നെ ആ റുക്കൂന് ശേഷമുള്ള സുജൂദ്, ആ സുജൂദിന് ശേഷമുള്ള ഇടയിൽ ഇരുത്തം, സുജൂദ്, ഇതൊക്കെ ചെയ്താൽ ആ ഒന്നാമത്തെ റക്കായത്തിൽ തന്നെയാണ് അവനുള്ളത്. ശേഷമാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരേണ്ടത്. വഫിക്കിൽത്തൽ ഹാലൈനി, ഈ രണ്ടവസ്ഥയിലും, അഥവാ അടുത്ത റക്കായത്തിൽ അതേ സ്ഥാനത്ത് നിന്ന് ഓർമ്മ വന്നാലും അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഓർമ്മ വന്നാലും യജിബു അലൈഹി അൻ യസ്ജുദ ലിസ്സഹ്വി ബഅദ സലാം, സലാം വീട്ടിയതിന് ശേഷമാണ് ഇവിടെയും അവൻ എന്ത് ചെയ്യേണ്ടത്? സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. മിസാലു ദാലിക, ഷെയ്ഖ് ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ ഷെയ്ഖ് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞ രണ്ട് ഉദാഹരണമാകും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഷെയ്ഖ് വേറെ സുജൂദുമായി ബന്ധപ്പെട്ട് സുജൂദ് മറന്നു പോകുന്ന ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഷെയ്ഖ് പറഞ്ഞു ഷഖ്സുൻ നസിയ സജ്ദത സാനിയ മിൻ റകഅത്തിൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദ് ഒരു വ്യക്തി മറന്നു. അഥവാ ഒരു സുജൂദ് ചെയ്ത് നേരെ എഴുന്നേറ്റു, രണ്ടാമത്തെ അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിനും ഇരുന്നില്ല, രണ്ടാമത്തെ സുജൂദ് ഇരുന്നില്ല. ഒരു സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദിലാണെന്ന് കരുതി നേരെ ഒരു വ്യക്തി എഴുന്നേറ്റു. ഫദക്കറ ദാലിക വഹുവ ജാലിസുൻ ബൈന സജ്ദതൈനി ഫി റക്അത്തി സാനി, രണ്ടാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് കഴിഞ്ഞ് ഇടയിൽ ഇരുത്തത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈ കാര്യം ഓർമ്മ വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ അവനൊരു പൂർണ്ണമായ ഒരു ഭാഗം കഴിഞ്ഞു. ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റൊക്കെ രണ്ടാമത്തെ റക്അത്തിൽ ആ സുജൂദും കഴിഞ്ഞ് ഇടയിൽ ഇരുത്തത്തിലാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു? ആ ഒരു റക്അത്ത് ഒന്നാകെ പോയി. ഫതുൽഗ റക്അത്തുൽ ഊല വതഖൂമു സാനിയതു മഖാമഹ, ഒന്നാമത്തെ റക്അത്ത് അത് ക്യാൻസൽ ആയി പോയി, രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കണം. ഫയഅ്തബിറുഹാ അർറകഅത്തൽ ഊല, ഇത് ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കുക. വയുക്മിലു അലൈഹ സ്വലാതഹു, ആ നിസ്കാരം ബാക്കി പൂർത്തിയാക്കുക, ഒന്നാമത്തത് ഒഴിവാക്കുക. അത് പോയ പോലെ 4 റക്അത്തുള്ളതാണെങ്കിൽ ഇനിയും ഇത് തൊട്ട് 1 ബാക്കി 3 കൂടി നിസ്കരിക്കേണ്ടതുണ്ടാകും. എന്നിട്ടോ അവൻ വയുസല്ലിം, സലാം വീട്ടുക. തുമ്മ യസ്ജുദു ലിസ്സഹ്വി വയുസല്ലിം, സഹ്വിന് 2 സുജൂദ് ചെയ്യുക, വീണ്ടും സലാം വീട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഇദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഇതിന് മുമ്പേ ഓർമ്മ വരുന്നതാണ്, അതുകൊണ്ട് വായിക്കാം. ഷഖ്സുൻ നസിയ സജ്ദത സാനിയ വൽ ജുലൂസ ഖബ്ലഹ മിൻ റക്അത്തിൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദ് മറന്നു, അതിനിടയിലുള്ള ഇരുത്തൊക്കെ മറന്നു, അത് ഒരു സുജൂദിന് ശേഷം എഴുന്നേറ്റു. ഇതേ ഉദാഹരണം തന്നെയാണ്, പക്ഷെ ഓർമ്മ വരുന്ന സ്ഥലം മാറ്റം ഉണ്ടാവും. ഫദക്കറ ദാലിക ബഅദ അൻ ഖാമ മിൻ റുകൂഇ ഫി റക്അത്തി സാനിയ, രണ്ടാമത്തെ റക്അത്തിൽ റുകൂയിൽ എഴുന്നേൽക്കുന്ന അതിന് മുമ്പായിട്ട് തന്നെ അവൻ എന്ത് ചെയ്തു? ഓർമ്മ വന്നു, ഒന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, അഥവാ ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. ഫഇന്നഹു യഊദു വയജ്ലിസു വയസ്ജുദ്, അവൻ ഉടൻ തന്നെ ഇരിക്കണം. കാരണം ഒന്നാമത്തെ റക്അത്തിന്റെ ആ ഇരുത്തം, ഒരു സുജൂദേ നേരത്തെ ചെയ്തിട്ടുള്ളൂ, ആ ഇരുത്തത്തിൽ ഇരുന്നിട്ട് വയസ്ജുദ്, ആ രണ്ടാമത്തെ സുജൂദ് അവിടെ ചെയ്യണം. കാരണം ആ ഇരുത്തവും ആ സുജൂദും നേരത്തെ മറന്നിട്ടുണ്ട്. അപ്പൊ ഇരുന്ന് ആ സുജൂദ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് വരിക. ഇവനിപ്പോ രണ്ടാമത്തെ റക്അത്തിൽ നേരത്തെ ഒരു ഫാത്തിഹയും റുക്കൂലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കണക്കാക്കണ്ട. ഒന്നാമത്തെ റക്അത്തിലേക്ക് മടങ്ങി ആ രണ്ടാമത്തെ സുജൂദൊക്കെ പൂർത്തിയാക്കി തുമ്മ യുക്മിലു സലാത്തഹു വയസല്ലിം, നിസ്കാരം അങ്ങനെ പൂർത്തിയാക്കുക. തുമ്മ യസ്ജുദു ലിസ്സഹ്വി വയസല്ലിം, അവൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടുക, സഹ്വിന്റെ സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഇത് റുക്കുനുകൾ നഷ്ടപ്പെട്ടാലുള്ള കാര്യമാണ്. റുക്കുനുകൾ നഷ്ടപ്പെട്ടാൽ മനസ്സിലാക്കണം, അതൊരിക്കലും കേവലം സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഏതാണോ റുക്കുന് നഷ്ടപ്പെട്ടത് അത് കൊണ്ടുവരിക തന്നെ വേണം. അപ്പൊ അത് എപ്പോഴാണ് കൊണ്ടുവരാൻ സാധിക്കുക? അതേ റുക്കുനിന്റെ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ മടങ്ങിപ്പോകാം. പക്ഷെ അതേ റുക്കുനിന്റെ അടുത്തെത്തിയാൽ പിന്നെ വീണ്ടും മടങ്ങിപ്പോക്കിന് അർത്ഥമില്ല. ആ റക്അത്ത് പോയതായി കണക്കാക്കി അവനെന്ത് ചെയ്താൽ മതി? ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. ഇനി സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് ഏതാണപ്പോൾ? നഖ്സുൽ വാജിബാത്ത്, വാജിബാത്തുകളാണ് ഒരാൾക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ അപ്പോൾ വാജിബാത്തുകളും പഠിക്കണം. അർക്കാനുകൾ 14 എണ്ണമുണ്ട്, അർക്കാനു സ്വല 14 എണ്ണമുണ്ട്. അതുപോലെ വാജിബാത്തു സ്വല 8 എണ്ണമുണ്ട്. വാജിബാത്തു സ്വലാത്തിൽ പെട്ടതാണ് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത എല്ലാ തക്ബീറുകളും വാജിബാത്തിൽ പെട്ടതാണ്. റുക്കൂലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അത് വാജിബാത്തിൽ. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ് വാജിബാത്തിലാണ്. റബ്ബന വലക്കൽ ഹംദ് വാജിബാത്തിൽ പെട്ടതാണ്. റുക്കൂലുള്ള സുബ്ഹാന റബ്ബിയൽ അളീം ഒരു തവണ പറയാൻ വാജിബാത്തിൽ പെട്ടതാണ്, ബാക്കി 2 സുന്നത്താണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള അല്ലാഹു അക്ബർ അത് വാജിബാത്താണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ തശഹുദ് വാജിബാത്താണ്. ഒന്നാമത്തെ തശഹുദ് ഉണ്ടാകുക 3-4 റക്അത്തുള്ള നിസ്കാരത്തിന് മാത്രമാണ്. അതിൽ രണ്ടാമത്തെ
റക്കായത്തിലിരിക്കുന്ന തശഹുദിനാണ് തശഹുദുൽ അവ്വൽ എന്ന് പറയുന്നത്. അത് വാജിബാത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാജിബാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അതിനും ചില അവസ്ഥകളുണ്ട്. അതാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അടുത്തതായി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇദാ തറക്കൽ മുസല്ലി വാജിബൻ മിൻ വാജിബാത്തി സ്വലാത്തി മുതഅമ്മിദൻ ബതലത് സ്വലാത്തുഹു. ഒരാൾ മനഃപൂർവ്വമാണ് വാജിബ് ഒഴിവാക്കുന്നതെങ്കിൽ അതും നിസ്കാരം ബാത്തിലാക്കും. നമ്മൾ നേരത്തെ റുക്കിന് പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം ഒരാൾ വാജിബ് ഒഴിവാക്കണം. ഏത്? ഒരാൾ റുക്കുവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്നൊന്നും പറയുന്നില്ല, വെറുതെ പോയി മനഃപൂർവ്വം ഒഴിവാക്കി. അല്ലെങ്കിൽ ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊന്നും പറയുന്നില്ല, മനഃപൂർവ്വം ഒഴിവാക്കി. അല്ലെങ്കിൽ റുക്കുവിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നൊന്നും പറയാതെ മനഃപൂർവ്വം മിണ്ടാതെ ഒന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓതി, അങ്ങനെ ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ഉടൻ തന്നെ ബാത്തിലായി, വേറെ ഒന്നും ചെയ്യാനില്ല. റുക്കിന് ഒഴിവാക്കിയതുപോലെ തന്നെയാണ് ഇവിടെയും വാജിബും മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഒരവസ്ഥ. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറന്നുപോകുന്ന ഒരുവന്റെ അവസ്ഥയാണ്. വഇൻ കാന നാസിയൻ, ഒരാൾ മറന്നു, ഇനി മറന്നിട്ട് ഓർമ്മ വരുന്ന സന്ദർഭങ്ങൾ അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഹാലുകൾ. വദക്കറഹു ഖബ്ല അൻ യുഫാരിഖ മഹല്ലഹു മിനസ് സ്വലാത്തി അതാ ബിഹി വലാ ശൈഅ അലൈഹി. പക്ഷെ മറന്നു, പക്ഷെ അതിന്റെ ആ ഒരു സന്ദർഭം അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, അത് മാറുന്നതിന് മുമ്പ് തന്നെ ഓർമ്മ വന്നു. ഉദാഹരണം, തശഹുദുൽ അവ്വൽ വാജിബാത്തിൽപ്പെട്ട കാര്യമാണ്, രണ്ടാമത്തെ റക്അത്തിലിരിക്കുന്ന തശഹുദ്. അത് മറന്ന് എഴുന്നേറ്റിട്ടില്ല, അപ്പൊ തന്നെ ഓർമ്മ വന്നു. മറന്നിരുന്നു, ഇത് രണ്ടാമത്തെ റക്അത്ത് പെട്ടെന്ന് മറന്നിരുന്നു, പക്ഷെ അതിൽ നിന്നും എഴുന്നേൽക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ അവന് ഓർമ്മ വന്നാൽ ഉടൻ തന്നെ അവിടെ ഇരിക്കാം. അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളൊന്നും പൊന്തിയിട്ടുണ്ടാവില്ല, അപ്പൊ തന്നെ ഓർമ്മ വരും. അല്ലെങ്കിൽ അതേപോലെ തക്ബീർ, റുക്കൂലേക്ക് പോകും, അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞു, പെട്ടെന്ന് ഓർമ്മ വന്ന വേഗം അല്ലാഹു അക്ബർ എന്ന് പറയുക. അങ്ങനെ തന്നെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഉടൻ തന്നെ ചെയ്യുക. വലാ ശൈഅ അലൈഹി, അവൻ അവസാനം സഹവിന്റെ സുജൂദൊന്നും ചെയ്യേണ്ടതില്ല, കാരണം ഒന്നും തെറ്റിയിട്ടില്ല, ഉടൻ തന്നെ ഓർമ്മ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് വാജിബാത്തു സ്വലാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവന്റെ നിസ്കാരം ഉടൻ ബാത്തിലായി. ഇനി ഒരാൾ മറന്നു, പക്ഷെ അവിടുന്ന് ആ ഒരു സ്ഥാനത്ത് നിന്നും, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വാജിബാത്തു സ്വലാത്ത് മറക്കാൻ പറയുമ്പോൾ തശഹുദുൽ അവ്വൽ ഓർത്തോളൂ, തശഹുദുൽ അവ്വൽ ഓർത്തോ, ഏതെങ്കിലും ഒന്ന് മനസ്സിൽ ഓർത്താൽ നമുക്ക് ഈ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരാൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് തന്നെ ഓർമ്മ വന്നാൽ അവൻ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യാനില്ല, സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, നിസ്കാരം പൂർത്തിയാക്കുക, സാധാരണ രൂപത്തിൽ സലാം വിട്ടുക. ഇനി വഇൻ ദക്കറഹു ബഅദ മുഫാറഖതി മഹല്ലിഹി ഖബ്ല അൻ യസില ഇല റുക്നി അല്ലദി യലി, അടുത്ത റുക്ൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് അവൻ ഓർമ്മ വന്നു, അഥവാ തശഹുദുൽ അവ്വലിന് എഴുന്നേറ്റു, അടുത്ത റുക്ൻ ഏതാണ്? നേരെ നിൽക്കലാണ്, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കലാണ് അടുത്ത റുക്ൻ. അപ്പൊ അതിന് മുമ്പായിട്ട് എവിടുന്നെങ്കിലും അവന് ഓർമ്മ വന്നു, ഇങ്ങനെ എഴുന്നേറ്റ് നേരെ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തശഹുദ് എഴുന്നേറ്റു, എവിടുന്നെങ്കിലും അവന് ഓർമ്മ വന്നു, നേരെ നിൽക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ഉടൻ അവൻ എന്ത് ചെയ്യണം? ഉടൻ റജഅ ഫഅതാ ബിഹി, അവൻ മടങ്ങിയിട്ട് ആ റുക്ൻ അത് കൊണ്ടുവരണം, അത് തശഹുദ് ചൊല്ലണം. ഇനി എഴുന്നേറ്റ് പകുതിയായില്ലേ, ഇനിയിപ്പോ ഇരിക്കേണ്ടില്ല എന്ന് കരുതാൻ പാടില്ല. ഇമാമായാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാ, ഏതായാലും എഴുന്നേറ്റ് പകുതിയായില്ലേ, ഇനി അങ്ങനെ എഴുന്നേറ്റേക്കാം എന്നല്ല. നേരെ നിന്നിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അതിലേക്ക് മടങ്ങണം. സുമ്മ യുക്മിലു സ്വലാത്തഹു വയുസല്ലിം, അവൻ എന്ത് ചെയ്യണം? നിസ്കാരം അത് പൂർത്തിയാക്കണം, സലാം വീട്ടണം. സുമ്മ യസ്ജുദു ലിസ്സഹ്വി, സലാം വീട്ടിയതിനു ശേഷം സഹ്വിന്റെ 2 സുജൂദ് ചെയ്യുക. വയുസല്ലിം, അവിടെയും നിസ്കാരം സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിനു ശേഷമാണ് ചെയ്യേണ്ടത്. ഇത് ഓർമ്മ വന്നത് അടുത്ത റുക്നിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിൽ. ഇനി വഇൻ ദക്കറഹു ബഅദ ഉസൂലി റുക്നി അല്ലദി യലി, അവന് അടുത്ത റുക്ൻ എത്തിയതിനു ശേഷമാണ് അവന് ഓർമ്മ വരുന്നത് എങ്കിൽ സഖത ഫലാ യർജിഉ ഇലൈഹി, അവൻ ആ തശഹുദ് അഥവാ വാജിബായ തശഹുദുൽ അവ്വൽ അത് അവന് പോയി. ഫലാ യർജിഉ ഇലൈഹി, അവൻ അതിലേക്ക് മടങ്ങിപ്പോകേണ്ടതില്ല. എഴുന്നേറ്റ് നിന്നതിന് ശേഷം അവൻ എന്ത് ചെയ്യേണ്ടതില്ല? ആ വാജിബിലേക്ക് പോകണം. കാരണം അവൻ അടുത്ത റുക്നിലേക്ക് എഴുന്നേറ്റു, റുക്നിൽ നിന്നും പിന്നീട് വാജിബിലേക്ക് പോകുക എന്നുള്ളത് പാടില്ലാത്തതാണ്, തിരിച്ചു പോകാൻ പാടില്ല. കാരണം അവൻ അവിടെ ഒരു വാജിബാണ് നഷ്ടപ്പെടുത്തിയത്, അവൻ അടുത്ത റുക്നിലേക്ക് എത്തി, നേരെ നിൽക്കുക എന്നുള്ള റുക്നാണ്. അതുകൊണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവന് ഓർമ്മ വന്നാലും ശരി. ഇപ്പൊ ഇമാമ് ഇങ്ങനെ എത്തിയതിനു ശേഷമാണ് ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ഇമാം എന്ത് ചെയ്യേണ്ടതില്ല? ഉടനെ ഇരിക്കേണ്ടതില്ല. കാരണം ഇമാം ഒരു വാജിബാണ് നഷ്ടപ്പെടുത്തിയത്, റുക്നല്ല. അതുകൊണ്ട് തന്നെ ഇമാം എന്ത് ചെയ്താൽ മതി? നിസ്കാരം പൂർത്തിയാക്കിയാൽ മതി. അവൻ എന്ത് ചെയ്യണം? ഫയസ്തമിറു ഫീ സലാത്തിഹി, അവന്റെ നിസ്കാരം തുടരുക. വയസ്ജുദു ലിസ്സഹ്വി ഖബ്ല അൻ യുസല്ലിം, ഇവിടെ സലാം വീട്ടുന്നതിന് മുമ്പാണ് സുജൂദ് 2 ചെയ്യേണ്ടത്. സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണ്. അഥവാ അടുത്ത റുക്നിലേക്ക് എത്തിപ്പോയ ആണ് എങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്, അദ്ദേഹം ഹദീസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു മിസാല് ദാലിക അദ്ദേഹം പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, കാരണം ഞാൻ ഈ പറഞ്ഞ അതേ ഉദാഹരണമാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. തശഹുദുൽ അവ്വലിൽ നിന്നും ഒരാൾ ഇതേപോലെ ഉടൻ തന്നെ ഓർമ്മ വന്നാൽ അവിടെ തന്നെ ഇരിക്കുക, പൂർത്തിയാക്കുക, ഒന്നും ചെയ്യാനില്ല. അടുത്ത റുക്നിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഓർമ്മ വരിക, ഉടൻ തന്നെ മടങ്ങുക. അവസാനം
സലാം വീട്ടിയതിന് ശേഷം 2 സുജൂദ് ചെയ്യുക. ഇനി അത് മറന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല, മടങ്ങേണ്ടതില്ല. അതുപോലെ തന്നെ സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ദലീലു ദാലിക, ഇതിന്റെ തെളിവെന്ന് പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച, അതുപോലെ അതല്ലാത്ത ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ബിഹിം അദ്ദുഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹർ നിസ്കരിച്ചു. ഫഖാമ ഫി റകഅതൈനിൽ ഊലയൈനി വലം യജ്ലിസ്, ആദ്യത്തെ 2 റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിന് ശേഷം എഴുന്നേറ്റു. അത് 2 റക്അത്തിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ തശഹുദിന് ഇരുന്നിട്ടില്ല. രണ്ടാമത്തെ റക്അത്തിൽ നിന്നും നേരെ എഴുന്നേറ്റു. യഅനി ലിത്തശഹുദിൽ അവൽ, തശഹുദിൽ അവൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റു, ഇരുന്നിട്ടില്ല. ഫഖാമ അന്നാസു മഅഹു, ജനങ്ങളെല്ലാവരും എഴുന്നേറ്റു. ഇങ്ങനെയാണ് വേണ്ടത്. ഇമാം രണ്ടാമത്തെ തശഹുദിൽ മറന്ന് എഴുന്നേറ്റാൽ നമ്മൾ നേരത്തെ സിയാദത്ത് പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് ചെയ്യണം, എല്ലാവരും എഴുന്നേൽക്കണം. ഓർമ്മ വന്നവനും ഓർമ്മ ഇല്ലാത്തവനും ഒക്കെ എഴുന്നേൽക്കണം. ഇമാം രണ്ടാമത്തെ തശഹുദിൽ നിന്നും എഴുന്നേറ്റ് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നു, ഇമാം ഒന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇമാം നേരെ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ നമ്മൾ കാത്തിക്കാൻ പാടില്ല. നമ്മൾ ഉടനെ ഇമാമിനോടൊപ്പം ചേരുകയാണ് വേണ്ടത്. ഫഖാമ അന്നാസു മഅഹു, ജനങ്ങളെല്ലാവരും സഹാബത്ത് മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിസ്കരിച്ചു. ഹത്താ ഇദാ ഖള സ്വലാത വന്തവറ അന്നാസു തസ്ലീമഹു, അങ്ങനെ നിസ്കാരം അവസാനം എത്തി ജനങ്ങൾ ഇപ്പോൾ സലാം വീട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് കബ്ബറ, അവിടുന്ന് അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞത്. സലാം വീട്ടുന്നതിന് മുമ്പ് കബ്ബറ വഹുവ ജാലിസിൻ, ആ ഇരുന്നു കൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഫസജിദ സജിദതൈനി, അവിടുന്ന് 2 സുജൂദുകൾ ചെയ്തു. ഖബ്ല അൻ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ്. സുമ്മ സല്ലം, ശേഷം സലാം വീട്ടി. അഥവാ തശഹുദുൽ അവൽ നിന്ന് മറന്ന് എഴുന്നേറ്റ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്, അവസാനം സലാം വീട്ടുന്ന സ്ഥാനത്ത് എത്തിയാൽ, അഥവാ തശഹുദൊക്കെ ചൊല്ലി നമ്മൾ സലാത്തൊക്കെ ചൊല്ലി അവിടെയുള്ള ദുആ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ, സുജൂദിൽ പോകുക. സാധാരണ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു അക്ബർ, ഇടയിലിരുത്തം, സാധാരണ ഇടയിലിരുത്തത്തിലുള്ള പ്രാർത്ഥന അല്ലാഹു അക്ബർ, വീണ്ടും സുജൂദ്. ഇതിങ്ങനെ തന്നെ തക്ബീർ പറഞ്ഞതായിട്ട് തന്നെ റിവായത്തിൽ വേറെ വന്നിട്ടുണ്ട്. വീണ്ടും അല്ലാഹു അക്ബർ, ഇരിക്കുക. പിന്നീട് തശഹുദ് ചൊല്ലേണ്ടതില്ല. ഉടൻ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, സലാം വീട്ടുക. ഇത് സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. സാലിസൻ, മൂന്നാമത്തേത്, ഇതോടുകൂടി നഖ്സുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു. ആദ്യത്തേത് സിയാദത്താണ്. നമ്മൾ പറഞ്ഞു സഹുവിന്റെ സുജൂദ് ഉണ്ടാകാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന് സിയാദത്താണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറഞ്ഞു. 2 നഖ്സാണ്, കുറവ് വരിക എന്നുള്ളതാണ്. അതിൽ അർക്കാൻ കുറവ് വന്നാൽ എന്ത്, വാജിബാത്ത് കുറവ് വന്നാൽ എന്ത്, അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അത് പറഞ്ഞു. മൂന്നാമത്തേത് അശ്ശക്ക്, ഷക്ക് ഉണ്ടാകുക, കൂടിയോ കുറഞ്ഞോ ഒന്നും ഉറപ്പില്ല, കേവലം ഷക്ക്. എന്താണ് അശ്ശക്ക്? ഹുവ തറദ്ദുദു ബൈന അംറൈനി അയ്യുഹുമ അല്ലദീ വഖ, എന്താണ് സംഭവിച്ചത് എന്നുള്ള വിഷയത്തിൽ ഒരു അങ്കലാപ്പ്, അതിനാണ് ഷക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്തോ ചെയ്തിട്ടില്ലേ ഉറപ്പില്ല, അതിനാണ് ഷക്ക് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റഹിമഹുല്ലാ സംശയമുണ്ടാകുന്ന ആളുകൾക്ക് ഒരു ഉപദേശം എന്നുള്ള നിലയിൽ ഒരു വലിയൊരു ഖായിദ തുടക്കത്തിൽ പഠിപ്പിക്കുകയാണ്, അടിസ്ഥാനം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും പല ഇബാദത്തുകളിൽ, മൊത്തം നിസ്കാരത്തിന്റെ എന്ന് മാത്രമല്ല എല്ലാ ഇബാദത്തുകളിലും പരിഗണിക്കേണ്ടതായ 3 ഖായിദ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. വശക്കു ലാ യുൽതഫതു ഇലൈഹി ഫിൽ ഇബാദാതി ഫി 3 ഹാലാത്ത്, 3 അവസ്ഥകളിൽ ഇബാദത്തുകളിൽ ഷക്ക് പരിഗണിക്കുകയേ വേണ്ട. 3 അവസ്ഥകളിൽ ഇബാദത്തുകളിൽ ഷക്ക് വന്നാൽ, പിശാചികൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്കിയാൽ അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതേയില്ല. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് അൽ ഊല ഇദാ കാന മുജറദ വഹ്മിൻ ലാ ഹഖീഖത ലഹ് കൽ വസ്വാസ്, കേവലം ഒരു ഷക്ക് എന്നൊന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ ഒരു വസ്വാസ്, ഇങ്ങനെ വെറുതെ തോന്നല്, ചെറിയൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഒരു ഷക്ക് എന്ന് പറയാൻ മാത്രം അങ്ങനെ സംശയമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നിയിട്ടേ ഉള്ളൂ, ഒരു യാഥാർത്ഥ്യം ഇല്ല, ഒരു വസ്വാസ് ഉണ്ടാകുന്നത് പോലെ ചെറിയ രൂപത്തിലാണ്. അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു നോക്കേ വേണ്ട. അങ്ങനെ ചെറിയ എന്തെങ്കിലും തോന്നും. നമുക്ക് കാര്യമായ ഷക്ക് 2 ആണോ 3 ആണോ എന്നുള്ളൊരു ചർച്ച ഒന്നും നമ്മൾ മനസ്സിൽ വരുന്നില്ല, വെറുതെ ഒരു സംശയം, അതിലേക്ക് തിരിഞ്ഞു നോക്കേ വേണ്ട. ഒന്ന്, ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത് വസ്വാസിന്റെ ബാബിലേക്ക് തുറക്കും, പിന്നെ എല്ലാത്തിനും സംശയമായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. രണ്ടാമത്തത് അസാനിയ ഇദാ കസുറ മഅ ശഖ്സി ബിഹൈസു ലാ യഫ്അലു ഇബാദതൻ ഇല്ലാ ഹസല ലഹു ഫീഹാ ശക്ക്, ഏത് ഇബാദത്ത് എടുത്തതിനാലും മുൻ ശക്കാണ്. വുളു എടുക്കാൻ നിന്നാൽ സംശയം, നിസ്കരിക്കാൻ കൈകെട്ടിയാൽ കൈകെട്ടുന്നിടത്ത് അല്ലാഹു അക്ബർ ഇത് ഒരുമിച്ച് അവിടെ സംശയം, തവാഫ് ചെയ്യുമ്പോൾ സംശയം, എല്ലായിടത്തും സംശയമുള്ള വ്യക്തിയാണെങ്കിൽ ആ സംശയത്തിലേക്ക് അവൻ പരിഗണിക്കേണ്ടതില്ല. എല്ലായിടത്തും സംശയമാണ്. ഇതിപ്പോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ഏതെങ്കിലും ഒരു വക്തിന് ഒരാൾക്ക് സംശയമാണെങ്കിൽ അത് പരിഗണിക്കണം. ഇതിവൻ ഏതൊരു ഇബാദത്ത് ചെയ്യുന്നുവോ അവിടെ എല്ലാം സംശയമാണ്. വുളു എടുത്താൽ വെള്ളം നനഞ്ഞോ സംശയം, എല്ലായിടത്തും സംശയം. ഇങ്ങനെയുള്ള വ്യക്തികളും അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇദാ കാന ബഅദൽ ഫറാഗി മിനൽ ഇബാദ ഫലാ യുൽതഫതു ഇലൈഹി മാ ലം യതയഖനിൽ അംറു ഫയഅമലു ബിമുഖ്തളാ യഖീനിഹി.
അവൻ ഇബാദത്തിന് ശേഷമാണ് ഷെക്ക് ഉണ്ടാവുന്നത്. ലുഹറൊക്കെ സ്കരിച്ചിട്ട് നമ്മൾ അവിടെ അങ്ങനെ പുറത്തിരിക്കുമ്പോൾ വെറുതെ സംശയം, നമ്മൾ ലുഹർ 4 ആണോ 5 ആണോ സംശയമുള്ളൂ. യക്കീൻ ആർക്കുമില്ല, പറയുന്നവനുമില്ല, ഇരിക്കുന്ന ആർക്കും യക്കീൻ. എല്ലാവർക്കും ഉണ്ടോ? ഇല്ലേ? അങ്ങനത്തെ സംശയത്തിലേക്ക് പരിഗണിക്കേണ്ടതില്ല. ഇബാദത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളിലേക്ക് പരിഗണിക്കേണ്ടത്. അതിന്റെ ഒരു തരത്തിലൊരു പരിഗണനയും അവിടെ വേണ്ട. യക്കീനിനോടുകൂടി ആരെങ്കിലും കൊണ്ടുവന്നാൽ അവിടെ പരിഗണിക്കണം. 1-2 ആൾ യക്കീനോടുകൂടി പറഞ്ഞു ഇല്ലില്ല ഇത് 3 നിസ്കരിച്ചിട്ടുള്ളൂ, യക്കീനിൽ 2 ആൾ പറഞ്ഞ ഇബാദത്ത് കഴിഞ്ഞ് അവിടെ അല്ല. ഇബാദത്തിന് ശേഷം കേവല ഷക്കിന് പരിഗണനയില്ല, യക്കീൻ ഉണ്ടെങ്കിൽ പരിഗണിക്കാം. യക്കീന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫയഅമലു ബിമുഖ്തള യഖീനിഹി, യക്കീന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. എന്താണോ യക്കീനുള്ളത് അത് ചെയ്യുക. അതോ ഇബാദത്ത് കഴിഞ്ഞാൽ ഇപ്പൊ തവാഫ് കഴിഞ്ഞ് സഈ എത്തിയപ്പോ തവാഫ് ഞാൻ 7 ചെയ്തോ 6 ചെയ്തോ വെറുതെ അങ്ങനെ സംശയം, പരിഗണിക്കേണ്ടതില്ല. സഈ തുടർന്നുള്ളൂ, പരിഗണിക്കേണ്ടതില്ല. പക്ഷെ അവരൊക്കെ ഉറപ്പായി ഞാൻ തവാഫ് 6 ചെയ്തിട്ടുള്ളൂ, ശരിയാണ്, കറക്റ്റ് ഉറപ്പുണ്ട്, ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം വേഗം പോയി തവാഫ് ബാക്കിയുള്ള ഒരു റൗണ്ടും കൂടി ചുറ്റിയിട്ട് വരണം. അതുപോലെ നിസ്കാരത്തിന് ശേഷം ഒരാൾക്ക് ഇങ്ങനെ വെറുതെ സംശയമാണ്, ഞാനിത് 1ാമത്തെ റക്അത്ത് റുക്കൂ ചെയ്തോ ഇല്ലേ, അല്ല ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ വെറുതെ സംശയത്തിലേക്ക് പരിഗണിക്കണം. ഉറപ്പിച്ച് നിന്റെ മനസ്സിലേക്ക് യഖീൻ വന്നു, ശരിയാണ്, ഞാൻ ഒറ്റ സുജൂദേ ചെയ്തിട്ടുള്ളൂ, എനിക്കിപ്പം ഉറപ്പായി, അങ്ങനെ തോന്നുകയാണ് എങ്കിലേ അവൻ അതിലേക്ക് പരിഗണിക്കേണ്ടതുള്ളൂ. മിസാലു ദാലിക, ഷെയ്ഖ് ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നു. ശഖ്സുൻ സല്ല ളുഹർ, ഒരു വ്യക്തി ളുഹർ നിസ്കരിച്ചു. ഫലമ്മാ ഫറഗ മിൻ സലാത്തിഹി ശക്ക, നിസ്കാരത്തിൽ നിന്നും കഴിഞ്ഞപ്പോൾ വിരമിച്ചപ്പോൾ അവന് സംശയമായി. ഹൽ സല്ല സലാസനവും ഔ റബഅ, ഞാൻ 3 ആണോ 4 ആണോ നിസ്കരിച്ചത് എന്ന് സംശയമുള്ളൂ, യക്കീനില്ല കേട്ടോ. ഫലാ യൽതഫിതു ലിഹാദ ശക്ക്, ഈ ഒരു ശക്കിലേക്ക്, സംശയത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇല്ല അൻ യതയഖന അന്നഹു ലം യുസല്ലി ഇല്ലാ 3, 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് യക്കീൻ വന്നാലല്ലാതെ, അങ്ങനെ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് യക്കീൻ വന്നാൽ ഫഇന്നഹു യുക്മിലു സലാതഹു ഇൻ ഖറബ അസ്സമന സുമ്മ യുസല്ലിം. പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അഥവാ നഖ്സിൽ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക? ആ ബാക്കിയുള്ള ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് 2 സഹവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടുക, ആ കാര്യം ചെയ്യുക. സുമ്മ യസ്ജുദു ലിസ്സഹ്വി വസല്ലിം, അതാണ് പറഞ്ഞത്. ഫഇൻ ലം യദ്കുർ ഇല്ലാ ബഅദ സമീനിൻ ത്വീൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. അത് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നു ഞാൻ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് യഖീനാണെങ്കിൽ അഅദ സ്വലാത്ത് മിൻ ജദീദ്, പുതുതായി ആ 4 റക്അത്ത് നിസ്കരിക്കുക. എന്നാൽ ഇതല്ലാത്ത സ്ഥലത്ത് പരിഗണിക്കണം, ഈ 3 അല്ലാത്ത സന്ദർഭത്തിൽ പരിഗണിക്കണം. വഅമ്മ ശക്കു ഫീ ഗൈരി ഹാദിഹിൽ മവാദിഇ ثلاثه ഫഇന്നഹു മുഅ്തബറുൻ, ഈ 3 അല്ലാത്ത മറ്റേതെങ്കിലും അവസ്ഥയിലാണ് എങ്കിൽ അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. ശക്ക് എല്ലാ സമയത്തും പരിഗണിക്കേണ്ടതെന്നല്ല, പരിഗണിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലാ യഖ്റുജു ശക്കു ഫി സ്വലാത്തി മിൻ ഹാലിൻ, രണ്ടാലൊരു അവസ്ഥയിൽ നിന്നും ശക്ക് പുറത്തു പോകുന്നില്ല. ഈ രണ്ടാലൊരു അവസ്ഥയാണ് പൊതുവെ നിസ്കാരത്തിൽ സംശയം ഉണ്ടാവുക. രണ്ടാലൊരു അവസ്ഥ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രണ്ടാലൊരു അവസ്ഥ ഈ സംശയം ഉണ്ടായവനുണ്ടാകും. ഒന്ന് അൽ ഹാലുൽ ഊല, ഒന്നാമത്തെ അവസ്ഥ അൻ യതറജ്ജഹ ഇൻദഹു അഹദുൽ അംറൈനി ഫയഅമലു ബിമാ തറജ്ജഹ ഇൻദഹു, അവന് സംശയമുണ്ട് എങ്കിലും രണ്ടിലേതെങ്കിലും ഒരു കാര്യത്തിൽ അവനോട് കൂടുതൽ ചായ്വ് ഉണ്ടാവും, ഒരു തർജീഹ് അവനുണ്ടാവും. 2 ആണോ 3 ആണോ എന്ന് തോന്നുന്നു, പക്ഷെ അവന് 2 തന്നെയാണ് അല്ലെങ്കിൽ 3 തന്നെയാണെന്ന് പെട്ടെന്നൊരു ഉറപ്പും വരുന്നു. സംശയിച്ചു, പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സിൽ ഏതിലേക്കും ഒരു ചായ്വ് ഉണ്ടാവും. അത് രണ്ടും ഒരേപോലെയല്ല. 3 ആണെന്ന് എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ 2 ആണ് നല്ല തോന്നുന്നുണ്ട്. ആ രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ അതിനോടൊരു ചായ്വ് ഉണ്ടെങ്കിൽ ഫയുത്തിമ്മ അലൈഹി സ്വലാത്തഹു വയസല്ലിം ഫയഅമൽ ബിമാ തറജ്ജഹ ഇൻദഹു, അവൻ എന്തിലാണോ തർജീഹ് തോന്നിയത്, എന്താണോ ശരിയായി കൂടുതൽ തോന്നിയത് അതനുസരിച്ച് ചെയ്യുക. ഫയുത്തിമ്മ അലൈഹി സ്വലാത്തഹു, പിന്നെ അതിന്റെ ബാക്കിയനുസരിച്ചിട്ട് എത്രയാണ് സലാം വീട്ടുക, നിസ്കാരം പൂർത്തിയാക്കുക. വയസല്ലിം, സലാം വീട്ടുക. സുമ്മ യസ്ജുദു ലിസ്സഹ്വി വയസല്ലിം, ഇവിടെയും സലാം വീട്ടിയതിനു ശേഷമാണ് സഹ്വിന്റെ 2 സുജൂദ് ചെയ്യുന്നത്, സലാം വീട്ടുന്നത്. അദ്ദേഹം മിസാലു ദാലിക ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വ്യക്തി അദ്ദേഹം ളുഹർ നിസ്കരിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് 2ാമത്തെ റക്അത്തിൽ ഒരു റക്അത്ത് എത്തിയപ്പോൾ, 2ാമത്തെ റക്അത്തിൽ നിന്നല്ല ഒരു റക്അത്ത് എത്തിയപ്പോൾ ഇത് 2ാമത്തേതാണോ 3ാമത്തേതാണോ എന്നൊരു സംശയം. പക്ഷേ ലാക്കിൻ തറജ്ജഹ ഇൻദഹു അന്നഹ സാലിസ, 3ാമത്തേതാണ് എന്നത് കൂടുതൽ ഉറപ്പ് അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടി. 3ാമത്തേതാണ് എന്നുള്ളത് ഒരു കൂടുതൽ ഉറപ്പ് കിട്ടിയെങ്കിൽ ഫഇന്നഹു യജ്അലുഹ അസ്സാലിസ, അത് 3ാമത്തേതന്നായി പരിഗണിക്കുക. ഫയഅതി ബഅദഹ ബിറക്അത്തിൻ, ബാക്കിയുള്ള ഒരു റക്അത്ത് കൊണ്ടുവരിക. വയസല്ലിം, സലാം വീട്ടുക. സുമ്മ യസ്ജുദു ലിസ്സഹ്വി വയസല്ലിം, സഹ്വിന്റെ 2 സുജൂദ് ചെയ്ത് സലാം വീട്ടുക. ദലീലു ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹൈനിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇതിനുള്ള ദലീൽ. എന്താണ് ദലീൽ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ ശക്ക അഹദുക്കും ഫീ സലാത്തിഹി, നിങ്ങളിൽ ഒരാൾക്ക് നിസ്കാരത്തിൽ സംശയമുണ്ടായി കഴിഞ്ഞാൽ ഫൽയതഹറ സ്വവാബ്, ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അവൻ പരിശ്രമിക്കട്ടെ. ഏതാണ് ശരി എന്നവൻ ഉടൻ തന്നെ സംശയമായാലും ഒന്ന് മനസ്സിൽ ഏതാണ് കൂടുതൽ ശരി എന്നവൻ അതിനൊന്ന് പരിശ്രമിച്ചു കൊള്ളട്ടെ. ഫൽയുതിമ്മ അലൈഹി, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ബാക്കി പൂർത്തീകരിക്കട്ടെ.
സുമ്മ ലിയുസല്ലിം, ശേഷം സലാം വിട്ടട്ടെ, സുമ്മ യസ്ജുദു സജ്ദതൈനി, പിന്നീട് 2 സഹവിന്റെ സുജൂദ് ചെയ്യട്ടെ. ഇത് ബുഖാരി ഇതേ ലഫ്ളിലാണ് ബുഖാരി കൊടുത്തിട്ടുള്ളത്. ചെറിയ ലഫ്ള് മാറ്റത്തിൽ മുസ്ലിമും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. രണ്ടാമതൊരു അവസ്ഥയിലേക്ക് അവൻ ചെറിയൊരു ചായ്വുണ്ട്. ഇനി രണ്ടാമത്തത് അൽ ഹാലു സാനിയ, ശക്കുള്ള വ്യക്തിക്ക് പരിഗണിക്കേണ്ടതായ രണ്ടാമത്തെ അവസ്ഥ അല്ലാ യതറജ്ജഹ ഇൻദഹു അഹദുൽ അംറൈനി, അവൻ 2 അവസ്ഥയിൽ രണ്ടും ഒരേപോലെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒന്നിലേക്കും ഒരു ചായ്വ് അവന്റെ മനസ്സിൽ തോന്നുന്നില്ല. രണ്ടിലും ഒരേ സംശയമാണെങ്കിൽ ഫയഅമലു ബിൽ യഖീൻ, അവൻ യഖീനുള്ളതിൽ പരിഗണിക്കുക. അപ്പൊ ഏതാണ് യഖീൻ? രണ്ടും സംശയമല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഷെയ്ഖ് ഉടൻ തന്നെ പറഞ്ഞു വഹുവൽ അഖൽ, കുറവാണെന്ന് യഖീൻ. ഇപ്പൊ ഒരാൾക്ക് 2 ആണോ 3 ആണോ എന്ന് സംശയം വന്നാൽ യഖീനുള്ള കാര്യം ഏതാ? 2 ആണ്. കാരണം 2 ആണോ 3 ആണോ എന്നാണ് സംശയം. 2 അല്ല എന്ന് സംശയമില്ലല്ലോ. 2 അല്ല 1 ആണെന്നൊരു സംശയമില്ലല്ലോ. 2 ആണോ 3 ആണോ ഒരാൾക്കൊരു സംശയം വന്നാൽ അതിൽ യഖീനുള്ള കാര്യം 2 ആണ്. അത് നിസ്കാരത്തിൽ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലാകട്ടെ, ഒരാൾ 5ാമത്തെ തവാഫിലാണ്, പക്ഷെ അയാൾക്ക് സംശയം 6ാമത്തെ ആണോ 5ാമത്തെ ആണോ. 5 എന്നുള്ള കാര്യം യഖീനാണല്ലോ, കാരണം 5 എന്തായാലും ചെയ്തിട്ടുണ്ട്. 6 ആണോ അല്ലേ എന്നുള്ള കാര്യത്തിലേ അവിടെ സംശയമുള്ളൂ. അപ്പൊ അവൻ രണ്ടിലേക്കും ചായുന്നില്ല. രണ്ടും ഒരേപോലെ 6 ആണോ 5 ആണോ 6 ആണോ 5 ആണോ ഇങ്ങനെ മനസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരമാണെങ്കിൽ 2ാമത്തെ റക്അത്താണോ 3ാമത്തെ റക്അത്തിനാണോ മനസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേപോലെ. അവൻ എന്ത് ചെയ്യുക? യഖീനുള്ള അഥവാ കുറഞ്ഞത് വഹുവൽ അഖൽ, കുറവുള്ളത് വെച്ചിട്ട് അമൽ ചെയ്യുക, എന്നിട്ട് ബാക്കി പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫയുത്തിമു അലൈഹി സ്വലാത്തഹു വയസ്ജുദു ലിസ്സഹ്വി ഖബ്ല അൻ യുസല്ലിം തുമ്മ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പാണ് ഈ ഒരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യേണ്ടത്? സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്, ശേഷം സലാം വീട്ടുക. ഇത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഷഖ്സുൻ യുസല്ലിൽ അസ്റ ഫശക്ക ഫിർ റക്അ ഹൽ ഫി الثانيه او الثالثه, ഒരു റക്അത്തിൽ ഇത് 2ാമത്താണോ 3ാമത്താണോ സംശയം വന്നു. വലം യതറജ്ജഹ് ഇൻദഹു അന്നഹ الثانيه او الثالثه, രണ്ടിലേക്കും ചായുന്നില്ല. അവൻ എന്ത് ചെയ്യണം? ഫഇന്നഹു യജ്അലുഹാ الثانيه, അത് 2ാമത്തേതായി പരിഗണിക്കണം. ഫയതശഹദു തശഹുദുൽ അവ്വൽ, എന്നിട്ട് 2ാമത്തെ റക്അത്തിന്റെ തശഹുദുൽ അവ്വൽ പൂർത്തിയാക്കുക. വയഅതി ബഅദഹു ബിറക്അതൈൻ, 2 റക്അത്ത് ശേഷം വയസ്ജുദു ലിസ്സഹ്വി വയസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്ത് എന്ത് ചെയ്യുക? സലാം ശേഷം വീട്ടുക. ദലീലു ദാലിക, ഇതും ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ തഖ്വയില്ലായ്മയോ ഗഫ്ലത്തിലായി പോയതോ ഒന്നുമല്ല ഇതിന്റെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അങ്ങേയറ്റത്തെ ഖുശൂഅോട് കൂടിയിട്ടുള്ള നിസ്കാരം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന്, ഇനി ശേഷമുള്ള ഉമ്മത്തിന് മറവിയൊക്കെ സംഭവിക്കും, അള്ളാഹുവിന് അറിയാം. അപ്പൊ അവർക്ക് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പറ്റുന്ന സാഹചര്യങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. നിസ്കാരത്തിൽ 2 റക്അത്ത് വെച്ച് സലാം വീട്ടി പോവുക, അല്ലെങ്കിൽ അധികം നിസ്കരിച്ചു പോവുക, ഇതൊക്കെ അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, ഇദാ ശക്ക അഹദുകും ഫീ സ്വലാത്തിഹി ഫലം യദ്രി കം സല്ല, നിങ്ങളിൽ ഒരാൾക്ക് നിസ്കാരത്തിൽ ഒരു ശക്കുണ്ടായി, സംശയമുണ്ടായി, എത്ര നിസ്കരിച്ചു എന്നുള്ളത് അവൻ അറിയുന്നില്ല എങ്കിൽ, സലാസൻ അം അർബഅ, 3 ആണോ 4 ആണോ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അവൻ എന്ത് ചെയ്യണം? ഫല്യത്രഹി ശക്ക, അവൻ ശക്കിനെ ഒഴിവാക്കട്ടെ, അതാ സംശയമുള്ളതിനെ ഒഴിവാക്കട്ടെ. വലിയബ്നി അലാ മസ്തയഖൻ, അവൻ യഖീനുള്ളത് ഉറപ്പാക്കട്ടെ. യഖീനുള്ളത് അതിൽ ഉറപ്പിക്കട്ടെ. അത് 3 ആണോ 4 ആണോ എന്ന് പറയുമ്പോൾ സംശയമുള്ളത് 4 ആണോ എന്നാണ്. അത് ഒഴിവാക്കിയിട്ട് യഖീനുള്ളതിൽ അവൻ നിൽക്കട്ടെ. ثم يسجد سجدتين قبل ان يسلم, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ 2 സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു فإن كان صلى خمسا, ഇനിയിപ്പോ ഇങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് സംശയമാണല്ലോ. ചില സമയത്ത് നമ്മൾ കറക്റ്റ് തന്നെ ആയിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവും. നമ്മൾ 2 ഒരേപോലെ തോന്നിയിട്ട് നമ്മൾ 3 ആക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നേരത്തെ 4 നിസ്കരിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ 4 ആണോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു فإن كان صلى خمسا, അങ്ങനെ ഒരാൾ 5 നിസ്കരിച്ചു പോയാൽ ശഫഅന ലഹു സലാത്തഹു, ഈ 2 സഹവിന്റെ സുജൂദ് ചെയ്തല്ലോ, അത് അവന്റെ നിസ്കാരത്തെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. കാരണം 4 റക്അത്താണ് നിസ്കാരം, അത് ഇരട്ടിയാക്കുക, പകലുള്ള നിസ്കാരം ഇരട്ടിയാക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. വഇൻ കാന സല്ല ഇത്മാമൻ ലിഅർബഇൻ കാനത തർഗീമൻ ലിശൈത്താൻ, ഇനി അതല്ല പൂർണ്ണമായി 4 റക്അത്ത് തന്നെ നിസ്കരിച്ചു, അതാ അവന് ഒന്ന് മാറിപ്പോയിട്ട് അങ്ങനെ പൂർണ്ണമായി കറക്റ്റായിട്ട് ചെയ്ത കാര്യം കറക്റ്റായിട്ട് 4 നിസ്കരിച്ചാൽ കാനത തർഗീമൻ ലിശൈത്താൻ, ശൈത്താനെ ഒരു അപമാനിക്കുന്ന രൂപത്തിലാണ് ആ സുജൂദ്. അത് മറന്നാൽ പോലും വീണ്ടും 2 സുജൂദാ. പിശാചാണല്ലോ നമ്മുടെ സഹവിന്റെ സുജൂദ് മറപ്പിക്കുന്നത്. പിശാചിന്റെ പണിയാണ് നിസ്കാരത്തിൽ നമ്മളെ കൊണ്ട് മറപ്പിക്കുന്നത്. അങ്ങനെ മറപ്പിച്ചാൽ വീണ്ടും നമ്മൾ റബ്ബിനെ 2 സുജൂദാണ് ചെയ്യുന്നത്. പിശാചിന് അതൊരു അപമാനമായി മാറി. ഇവനെ മറപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, അവൻ വീണ്ടും റബ്ബിനെ തന്നെയാണ് സുജൂദ് ചെയ്യുന്നത്. ശരി, അപ്പൊ ഇദ്ദേഹം ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ഒരല്പം കൂടി വായിക്കാനുണ്ട്. അത്
അടുത്ത ക്ലാസ്സിൽ. അതിന്റെ അവസാനത്തെ ആ ഒരു ഉദാഹരണം മാത്രം വായിച്ച് നിർത്താണ്. ومن أمثلة الشك ഷക്കിന്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയാണ്. ഇദാ ജാഅ الشخص والإمام راكع, ഒരു വ്യക്തി അദ്ദേഹം വരുന്ന സമയത്ത് ഇമാം ഇങ്ങനെ റുക്കൂവിലുണ്ട്. فإنه يكبر تكبيرة الإحرام وهو قائم معتدل ثم يركع. അവൻ വേഗം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൽ ചൊല്ലിയിട്ട് ഉടൻ തന്നെ റുക്കൂവിലേക്ക് പോയി. ഇമാം റുക്കൂവിലാണുള്ളത്, അവൻ കയറി വരുമ്പോൾ ഇമാം റുക്കൂവിലാണ്. ഉടൻ തന്നെ അവൻ എന്ത് ചെയ്തു? ഇമാമിനോടൊപ്പം അല്ലാഹു അക്ബർ പറഞ്ഞു റുക്കൂവിലേക്ക് പോയി. വഹീന ഇതിൻ ലാ യഖ്ലൂ മിൻ സലാത്തി ഹാലാത്ത്, മൂന്നാലൊരവസ്ഥ ഇവനുണ്ടാകാം. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഊല അൻ യതയഖന അന്നഹു അദ്റകൽ ഇമാമ ഫീ റുകൂഇഹി ഖബ്ല അൻ യർഫഅ മിൻഹു, അവന് യഖീനായി അവൻ ഇമാമ് ഉയരുന്നതിന് മുമ്പ്, സുജൂദിൽ റുക്കൂവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് എനിക്ക് റുക്കൂ കിട്ടിയിട്ടുണ്ട് എന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ ഫയകൂനു മുദ്രികൻ ലിറക്അ, അവൻ ആ റക്അത്ത് കിട്ടി. വതസ്ഖുതു അൻഹു ഖിറാഅത്തുൽ ഫാത്തിഹ, അവൻ ആ ഖിറാഅത്ത് ഫാത്തിഹ ഓതേണ്ടതില്ല. ഒന്നാമത്തെ റക്അത്തിൽ ഇമാം റുക്കൂവിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന സമയത്ത് ഇമാം തല ഉയർത്തിയിട്ടില്ല എന്ന് ഉറപ്പ് അവന് വന്നു കഴിഞ്ഞാൽ ആ റക്അത്ത് അവന് ലഭിച്ചു. അവൻ ആ റക്അത്തിൽ ഫാത്തിഹ ഒന്നും ഓതേണ്ടതില്ല. അതല്ല എങ്കിൽ സാധാരണ റക്അത്തിൽ ഫാത്തിഹ നമ്മൾ ഓതേണ്ടതുണ്ട്, അപ്പോൾ ഓതേണ്ടതില്ല, അവൻ ആ റക്അത്ത് ലഭിച്ചു. രണ്ടാമത്തത് അസ്സാനിയ അൻ യതയക്കന അന്നൽ ഇമാമ റഫഅ മിനർ റുകൂഇ ഖബ്ല അൻ യുദ്രികഹു ഫീഹി ഫതഫൂതുഹു റക്അ, അവൻ ഇമാമിനോടൊപ്പം റുക്കൂയിൽ ചേരുന്നതിന് മുമ്പായിട്ട് ഇമാം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് യക്കീനായി. അഥവാ അവൻ ചേരുമ്പോൾ തന്നെ അവൻ കണ്ടിട്ടുണ്ട് ഇമാം ഇങ്ങനെ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളൊരു റക്അത്ത് നിസ്കരിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തന്ത്രം പ്രയോഗിക്കാൻ പാടില്ല. നമ്മൾ റക്അത്ത് പോയി കിട്ടും. റക്അത്ത് കിട്ടുക ഇമാമിനോടൊപ്പം കിട്ടി എന്ന് യക്കീനുള്ളപ്പോൾ മാത്രമാണ്. സംശയമാണ് ഇമാം എഴുന്നേറ്റിട്ടുണ്ട് അതല്ലെങ്കിൽ എഴുന്നേറ്റെന്ന് ഉറപ്പായി, ഈ രണ്ട് ഘട്ടത്തിലും നമ്മൾ ആ റക്അത്ത് പരിഗണിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തത് അയ്യശുക്ക, അവന് സംശയം വന്നു. ഹൽ അദ്റകൽ ഇമാമ ഫീ റുകൂഇഹി, അവന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഫയകൂൻ മുദ്രികൻ ലിറക്അ, അങ്ങനെ റക്അത്ത് കിട്ടി. ഔ അന്നൽ ഇമാമ റഫഅ മിനർ റുകൂഇ, അല്ലെങ്കിൽ ഇമാം റുകൂയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഖബ്ല അൻ യുദ്രികഹു ഫഫാതഹു റക്അ, അവൻ ഇമാമിനെ പിടിക്കുന്നതിന് മുമ്പ്, ഇമാമിനോടൊപ്പം ചേരുന്നതിന് മുമ്പ് അവന് ഇമാം എഴുന്നേറ്റിട്ടുണ്ട്. ഈ രണ്ട് വിഷയത്തിൽ അവനൊരു സംശയമുണ്ടായി, എനിക്ക് ഇമാമിനെ കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്നൊരു സംശയം വന്നു. അങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മൾ നേരെ പോകുന്ന സമയത്തായിരിക്കും ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്നിട്ട് എഴുന്നേൽക്കുന്നത്. നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ള സംശയമുണ്ട്, കിട്ടിയോ ഇല്ലേ എന്നുള്ള സംശയമുണ്ട്. ഇനി അദ്ദേഹം പറയുന്നു ഫഇൻ തറജ്ജഹ ഇൻദഹു അഹദുൽ അംറൈനി അമില ബിമാ തറജ്ജഹ, നമ്മൾ നേരത്തെ പറഞ്ഞു സംശയത്തിന് രണ്ടവസ്ഥ ഉണ്ടാകാന്നുള്ളത്. രണ്ടിലേതെങ്കിലും ഒന്നിലേക്ക് കൂടുതൽ ചായ കിട്ടിയിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. കൂടുതൽ ചായ അവന് തോന്നുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അമില ബിമാ തറജ്ജഹ, അവൻ ഏതിലേക്കാണോ ചായ ഉള്ളത് അത് ചെയ്യട്ടെ. ഫതമ അലൈഹി സ്വലാത്തു വസല്ലം, അവൻ നിസ്കാരം പൂർത്തിയാക്കട്ടെ. അവൻ എല്ലാ റക്അത്തും കിട്ടിയെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ അവൻ പൂർത്തിയാക്കട്ടെ. സുമ്മ സജദ ലിസ്സഹ്വി വസല്ലമ ഇല്ലാ ഇദാ ലം യഫ്തുഹു ഷൈഉൻ മിനസ് സലാത്തി, അവൻ എന്ത് ചെയ്യട്ടെ? പിന്നീട് സഹവിന്റെ സുജൂദ് ചെയ്യണം. ചെറിയൊരു സംശയം വന്നതുകൊണ്ട് സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇല്ല ഇദാ ലം യഫ്തുഹു ഷൈഉൻ മിനസ് സലാത്തി, നിസ്കാരത്തിനൊന്നും അവൻ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, നിസ്കാരത്തിന് ഒന്നും ഇല്ല ഇദാ ലം യഫ്തുഹു ഷൈഉൻ മിനസ് സലാത്ത്, നിസ്കാരത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? സുജൂദിന്റെ സഹവ് ചെയ്യട്ടെ. ഫഇന്നഹു ലാ സുജൂദ അലൈഹി ഹീനഇദിൻ, അവന് നിസ്കാരത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ സുജൂദ് ചെയ്യേണ്ടതില്ല. അതല്ല എങ്കിൽ അവൻ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അഥവാ അവസാനം അവനിപ്പോ രണ്ടാമത്തെ റക്അത്തിലാണ് അവൻ ഇതേപോലെ കിട്ടിയിട്ടുള്ളത് എങ്കിൽ, രണ്ടാമത്തെ റക്അത്തിലാണ് അവൻ വരുന്ന സമയത്ത് ഇമാം റുക്കൂയിലാണ്, ആ രണ്ടാമത്തെ റക്അത്ത് കിട്ടിയോ ഇല്ലേ എന്നുള്ളതാണ് അവൻ സംശയം. അപ്പൊ ആ സമയത്ത് അവൻ എന്തായാലും ഒരു റക്അത്ത് അവസാനം ഇമാം സലാം വീട്ടിയാൽ നിസ്കരിക്കാനുണ്ടാവും. അപ്പൊ ആ നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? സഹവിന്റെ സുജൂദ് ചെയ്യാം. അതല്ല അത് ഒന്നാമത്തെ റക്അത്താണെങ്കിൽ സ്വാഭാവികമായി ഇമാം സഹവിന്റെ സുജൂദൊന്നും ചെയ്യുകയില്ല. അപ്പൊ ആ സമയത്ത് ഇമാം സഹവിന്റെ സുജൂദ് ചെയ്യാത്ത സമയത്ത് നമ്മളായിട്ട് ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഒരു വാജിബായ കാര്യം റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് നമ്മൾ ചൊല്ലാൻ മറന്നുപോയി. ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇമാം അത് ഏറ്റെടുക്കും. ഇമാമിനോടൊപ്പം ചെയ്യുന്ന നമ്മൾ സലാം വീട്ടിയതിനു ശേഷം നമ്മൾ വേറെ പോയി സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ കാര്യങ്ങൾ ഇമാം ഏറ്റെടുക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. വഇൻ ലം യതറജ്ജഹ ഇൻദഹു അഹദുൽ അംറൈനി അമില ബിൽ യഖീൻ, ഇനി ഈ ഒരു സന്ദർഭത്തിൽ അവന് രണ്ടാമതൊരു കാര്യത്തിലേക്ക് വന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അമില ബിൽ യഖീൻ വഹുവ അന്ന റക്അത ഫാതത്ഹു, അഥവാ റക്അത്ത് നഷ്ടപ്പെട്ടതായി കാണും. അഥവാ ഇനി രണ്ടിലേക്ക് ഒരു ഉറപ്പില്ല എങ്കിൽ, ആ റക്അത്ത് കിട്ടിയോ ഇല്ലേ, സുജൂദ് റുക്കൂ കിട്ടിയോ ഇല്ലേ എന്നെങ്കിൽ അവൻ ആ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫയുത്തിമു അലൈഹി സ്വലാത്തഹു വയസ്ജുദു ലിസ്സഹ്വി ഖബ്ല അൻ യുസല്ലിമ സുമ്മ യുസല്ലിം, അവൻ എന്ത് ചെയ്യുക? സഹവിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി നമുക്ക് വായിക്കാനുണ്ട്. വായിച്ചതിന് ശേഷം അവസാനം ഷെയ്ഖ് ഖബ്ലസ്സലാം സുജൂദ് എപ്പോഴാണ്, ഖബ്ലസ്സലാം എപ്പോഴൊക്കെ, ബഅദസ്സലാം എപ്പോഴൊക്കെ എന്ന് വേർതിരിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം ഓരോ കാര്യത്തിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു മജ്ലിസിൽ നമുക്ക് ആ ബാക്കി ഭാഗം കൂടി വായിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വബറകാതുഹു.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച റിസാലയുടെ പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന്. നമ്മൾ വായിച്ചത് റിസാലത്തുൻ ഫി സുജൂദിസ് സഹ്വ്, മറവിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ലേഖനമാണ്. അതിൽ അദ്ദേഹം വളരെ ചുരുങ്ങിയ രൂപത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നിസ്കാരത്തിൽ മറവി സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. വലൈക്കും അസ്സലാം. നമുക്കറിയാം, അഹ്ലുസുന്നത്തിന്റെ ഭൂരിഭാഗം ഉലമാക്കളും സുജൂദിന്റെ സഹവിന്റെ സുജൂദ് അത് ഒരാൾക്ക് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണമോ അതല്ല ശേഷം ചെയ്യണമോ എന്നുള്ള വിഷയം അതൊരു വാജിബല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിനെതിരായിട്ടും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുള്ളത് സഹവിന്റെ സുജൂദ് അത് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. അത് വാജിബാണ്, സുന്നത്തല്ല. അതുപോലെ തന്നെ സലാം വീട്ടിയിട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ സഹവിന്റെ സുജൂദ് അത് സലാം വീട്ടിയിട്ട് തന്നെ ചെയ്യണം. അതിന് മുമ്പ് ചെയ്താൽ മതിയാകുന്നതല്ല. കേവലം ഒരു അഫ്ളലിയത്തിന്റെ ഇങ്ങനെ ചെയ്താൽ ശ്രേഷ്ഠകരം എന്നത് മാത്രമല്ല, മറിച്ച് വാജിബാണ്. അതുകൊണ്ട് തന്നെ അവർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയും ഇത് നിർബന്ധമായും ഓരോ മുസ്ലിമും പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിന്റെ ബാക്കിയായിരിക്കും ഇന്ന് പറയുക. എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഒരു തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു മുറാജഅ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പുതുക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഉപകരിക്കും. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ചില സമയത്ത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഒരു പ്രയാസം തോന്നിയേക്കാം. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അവസാനത്തിൽ ഇതൊരു ഖുലാസ കൊടുത്തിട്ടുണ്ട്, ചുരുക്കം കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് സഹവിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ശേഷം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഖുലാസ, ഒരു ചുരുക്കം അദ്ദേഹം അവസാനം കൊടുത്തതിനാൽ ഇൻഷാ അല്ലാഹ് എല്ലാം കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ പറയുകയാണ്. നമ്മൾ പറഞ്ഞു സഹവിന്റെ സുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രണ്ട് സുജൂദുകളാണ്. ഒരാൾക്ക് നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സുജൂദുകൾക്കാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ പറഞ്ഞു സഹവിന്റെ സുജൂദ് ചെയ്യാൻ മൂന്നാലൊരു കാരണങ്ങളാണ് ഒരാളിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കാരണങ്ങളൊക്കെ ഒരുമിച്ചും വരാം. ഈ കാരണങ്ങൾ അവന്റെ നിസ്കാരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ കാരണങ്ങൾ? നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ നിസ്കാരക്കാരന് എന്തെങ്കിലും ഒരു സിയാദത്ത് അവന്റെ നിസ്കാരത്തിൽ സംഭവിക്കാം. ചെയ്യാൻ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ അവൻ അമിതമായി ചെയ്യുക, ഒരു റക്കായത്ത് തന്നെ പൂർണ്ണമായി അധികരിപ്പിക്കുന്ന അവസ്ഥ. അതല്ലെങ്കിൽ ഒരു റക്കായത്തിൽ ഒന്നിലധികം തവണ ഒരു റുക്കിന് ചെയ്യുക, അതോ റുക്കു 2 തവണ മറന്നുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സുജൂദ് 3 തവണ മറന്നുകൊണ്ട് ചെയ്യുക പോലെയുള്ള എന്തെങ്കിലും ഒരു വർധനവ് ഉണ്ടാകാം. ഇങ്ങനെ റുക്കുനുകളിലോ അതല്ലെങ്കിൽ വാജിബുകളിലോ ഒക്കെ വർധനവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ളതിന്റെ സഹവിന്റെ സുജൂദ് ചെയ്യുന്നത് എപ്പോഴും അത് സലാം വീട്ടിയതിന് ശേഷമായിരിക്കും. സലാം വീട്ടിയതിന് ശേഷമായിരിക്കും സഹവിന്റെ സുജൂദ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആരെങ്കിലും മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള ഒരു വർധനവ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം അവിടെ തന്നെ ബാത്തിലാകുന്നതാണ്. അഥവാ ഒരാൾക്ക് മനഃപൂർവ്വം തന്നെ ഒരു റക്കായത്തിൽ മൂന്നാമത്തെ സുജൂദിന് വേണ്ടി സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ, മൂന്നാമത്തെ സുജൂദ് ഒരാൾ മനഃപൂർവ്വം ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം അവിടെ ബാത്തിലായി. പിന്നീട് സഹവിന്റെ സുജൂദിന്റെ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ഒന്നാമത്തെ റക്കായത്തിൽ ഒരാൾ മൂന്നാമത്തെ സുജൂദ് മനഃപൂർവ്വം ചെയ്യുകയാണ്, അയാൾക്ക് യാതൊരു ഓർമ്മപ്പിശകുമില്ല, ഒന്നുമില്ല. മനഃപൂർവ്വം ഒരാൾ
മൂന്നാമത്തെ സുജൂദിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവന്റെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വം മഗ്രിബിന് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്, അതല്ലെങ്കിൽ അസറിനോ ളുഹറിനോ ഇശാഇനൊക്കെ 5ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ 2 റക്അത്തുള്ള സുബഹിയാകട്ടെ അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ ഒരാൾ മനഃപൂർവ്വം 3ാമത്തതിലേക്ക് എഴുന്നേൽക്കുന്നു എങ്കിലും അവന്റെ നിസ്കാരം അവിടെ ബാത്തിലാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇമാമ് മറന്നുകൊണ്ട് 4ാമത്തെ റക്അത്തിൽ മറന്നുകൊണ്ട് ഇമാമ് എഴുന്നേൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എഴുന്നേൽക്കേണ്ടതില്ല, മറിച്ച് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ് വേണ്ടത്. ഇമാം മറന്നതായിരിക്കാം, പക്ഷെ നമ്മൾ മറന്നിട്ടില്ല എങ്കിൽ നമുക്ക് കൃത്യമായി യഖീനുണ്ട്, അഥവാ ഇത് ഇമാം മറന്ന് 5ാമത്തതിലേക്ക് എഴുന്നേൽക്കുകയാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ നമ്മൾ ഇമാമിനോടൊപ്പം എഴുന്നേൽക്കേണ്ടതില്ല. കാരണം അത് മനഃപൂർവ്വമുള്ള വർധനവായി മാറും. അതുകൊണ്ട് ഒരാൾ മനഃപൂർവ്വമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ നിസ്കാരം ബാത്തിലായിപ്പോകും. ഇനി ഇങ്ങനെ വർധനവ് അവന് സംഭവിക്കുന്ന, ചിലപ്പോൾ ആ വർധനവ് സംഭവിക്കുന്ന സമയത്ത് അവന് ഓർമ്മ വന്നേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉടൻ തന്നെ അവനത് ഒഴിവാക്കി അവിടെ ഇരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് 5ാമത്തെ റക്അത്തിലേക്ക് ഒരാൾ എഴുന്നേറ്റു ഫാത്തിഹ ചൊല്ലുകയാണ്, 5ാമത്തെ ഫാത്തിഹ അല്ല, ഒരാൾ 5ാമത്തെ റക്അത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴൊക്കെ ഓർമ്മ വന്നു ഇനി ഇത് 5ാമത്തെ റക്അത്താണ് എന്ന് ഓർമ്മ വന്നാൽ ഉടൻ തന്നെ ഇരിക്കണം. അതല്ലാതെ ആ റക്അത്ത് പൂർത്തീകരിച്ചിട്ട് അവസാനം സഹവിന്റെ സുജൂദ് സലാം വീട്ടിയതിനു ശേഷം ചെയ്യാം എന്ന് കരുതാൻ പാടില്ല. മറിച്ച് വർധനവുണ്ട് എന്ന് ഓർമ്മ വന്നാൽ അത് ഇമാമാകട്ടെ അതല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാകട്ടെ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഇരിക്കണം. ഉടൻ തന്നെ ഇരുന്ന് ആ തശഹുദ്, അവസാനത്തെ തശഹുദ് ചൊല്ലി അവൻ സലാം വീട്ടി 2 സഹവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടണം. ഇനി നമ്മൾ പറഞ്ഞത് ഈ വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരാൾക്ക് സലാം വീട്ടിയതിനു ശേഷമേ ഒരാൾക്ക് ഓർമ്മ വരുന്നുള്ളൂ എങ്കിൽ അവൻ സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. സഹവിന്റെ സുജൂദ് ചെയ്യുക, സലാം വീട്ടിയ ഉടനെയോ അത് ഉടനെ ഓർമ്മ വന്നു ഞാനിപ്പോ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം ബാത്തിലാകുന്നില്ല, കാരണം മറന്നുപോയതാണ്. സഹവിന്റെ സുജൂദ് 2 എണ്ണം ചെയ്യുക, വീണ്ടും സലാം വീട്ടുക, ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് ചില പണ്ഡിതന്മാർ ഒരുപാട് നേരം ദീർഘിച്ചു കഴിഞ്ഞാലും ചെയ്യാം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹമൊക്കെ അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞാലും അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ സഹവിന്റെ സുജൂദ് മാത്രം ചെയ്താൽ മതി, അതല്ലാതെ നിസ്കാരം ബാത്തിലായി പോയി ഒന്നുകൂടി വീണ്ടും നിസ്കരിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതില്ല. കാരണം വർധനവാണ് സംഭവിച്ചിട്ടുള്ളത്, കുറവ് സംഭവിച്ചിട്ടില്ല. വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ ശേഷമാണ് ഓർമ്മ വരുന്നത് എങ്കിൽ അവന് സഹവിന്റെ സുജൂദ് മാത്രം ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായതായി ഹദീസ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ളുഹറിൽ അല്ലെങ്കിൽ അസറിൽ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ളുഹറിൽ വന്നതായി ഇമാം ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നമ്മൾ വായിച്ചതാണ്. അങ്ങനെ അവിടുന്ന് സലാം വീട്ടിയതിനു ശേഷം അവിടുന്ന് 2 സഹവിന്റെ സുജൂദ് ചെയ്യുകയും അങ്ങനെ സലാം വീട്ടുകയുമാണ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, സഹവിന്റെ സിയാദത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഒരാൾ റക്അത്ത് നേരത്തെ തന്നെ സലാം വീട്ടുക എന്നുള്ളത്. അഥവാ നിസ്കാരത്തിൽ നേരത്തെ തന്നെ സലാം വീട്ടി പോവുക. 3 റക്അത്തുള്ള നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടി പോവുക, അതല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3-ൽ സലാം വീട്ടുക, അത് 4ആണെന്ന് കരുതി. അങ്ങനെ നേരത്തെ ഒരാൾ സലാം വീട്ടിയാലും പെട്ടെന്ന് നമുക്ക് തോന്നിയേക്കാം അവിടെ കുറവല്ലേ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ കുറവല്ല സംഭവിക്കുന്നത്. അവിടെ ഒരു സലാം, ഒരു റുക്കുൻ, സലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഒരു റുക്കുനാണ്. ആ റുക്കുൻ അവിടെ വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം അവൻ വീണ്ടും ഒരു റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് അവസാനത്തെ ആ ഒരു സലാം അവൻ വീണ്ടും ചൊല്ലും. അപ്പോ ഒരു സലാം അവന് വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും സലാം വീട്ടിയതിനു ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായതായി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് ഒരിക്കൽ ളുഹർ അല്ലെങ്കിൽ അസർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ളുഹർ അല്ലെങ്കിൽ അസർ ഒരിക്കൽ അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബത്തിൽ പ്രധാനികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ഒരുങ്ങി. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു ദേഷ്യം പിടിച്ചതുപോലൊരു മരത്തടിയിൽ അവിടെ ചാരിയിരിക്കുകയാണ്. അപ്പൊ ഒരു വ്യക്തി എഴുന്നേറ്റ് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, എന്താ നിസ്കാരം, എന്താ അതിൽ ഖസ്റാക്കിയോ അതല്ല എന്തെങ്കിലും നമുക്ക് മറന്നുപോയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മറന്നിട്ടുമില്ല ചുരുക്കിയിട്ടുമില്ല, നിസ്കാരത്തിന് അങ്ങനെ പുതിയൊരു ഹുക്കുമൊന്നും വന്നിട്ടില്ല, നിസ്കാരം നേരത്തെ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ നിസ്കാരം താങ്കൾ മറന്നിരിക്കുകയാണ്, 2 റക്അത്ത് മാത്രമേ നിസ്കരിച്ചുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സഹാബത്തിനോട് ചോദിച്ചു, അഹഖുൻ മാ യഖൂൽ, ഇയാൾ പറയുന്നത് ശരിയാണോ? അപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാവരും പറഞ്ഞു അതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ
എന്ത് ചെയ്തു? ബാക്കി 2 റക്അത്ത് നിസ്കരിക്കുകയും സലാം വീട്ടിയതിന് ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്തു. കാരണം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒരു സലാം അതിന്റെ ഇടയിൽ വന്നു. സലാം യഥാർത്ഥത്തിൽ ഒറ്റൊരു തവണ ഉള്ളൂ, അവസാനത്തിലാണ്. അവസാനത്തുള്ള ആ 2 തസ്ലീം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു 2 തസ്ലീം വേറെ വന്നു. അപ്പൊ അതിലൊരു സിയാദത്ത് സംഭവിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതിന് ശേഷം 2 സഹുവിന്റെ സുജൂദ് ചെയ്തതായി മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ സിയാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സിയാദത്തിലാണ് ബന്ധപ്പെടുന്നത്. സിയാദത്തിൽ വളരെ എളുപ്പമാണ്. സലാം വീട്ടിയതിന് ശേഷമായിരിക്കും എപ്പോഴും സഹുവിന്റെ സുജൂദ്. അതിൽ ഈ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി. അഥവാ സലാം നേരത്തെ വീട്ടിയാലും അത് സിയാദത്തിലാണ് പെടുക. കാരണം ആ ഒരു സലാം അവിടെ സിയാദത്തായി മാറുകയാണ്. യഥാർത്ഥത്തിലുള്ള സലാം അവൻ സലാം വീട്ടും. അപ്പൊ അതിൽ ഓർമ്മിച്ചാൽ ആ കാര്യം വളരെ എളുപ്പമായി. പിന്നീട് നമ്മൾ പറഞ്ഞു, നഖ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ചെയ്യേണ്ടതായ റുക്കുനുകളോ വാജിബുകളോ ഒക്കെ മറന്നുപോയാൽ അതിന് സഹുവിന്റെ സുജൂദ് ഉണ്ട്. എന്നാൽ എല്ലാ മറവുകളും ഒരുപോലെയല്ല. നമ്മൾ പറഞ്ഞു നഖ്സുൽ അർക്കാനുണ്ട്, നഖ്സുൽ വാജിബാത്ത് ഉണ്ട്. അർക്കാനുകൾ മറന്നുപോയാൽ കേവലം സഹുവിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ശരിയാവുകയില്ല. അർക്കാനുകൾ നമുക്കറിയാവുന്ന വളരെ നിർബന്ധമായ കാര്യങ്ങളാണ്. 14 റുക്കുനുകൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഫിഖ്ഹിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അവസാനം 2 തസ്ലീം വരെയുള്ള 14 റുക്കുനുകളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ റുക്കൂ, അതുപോലെ തന്നെ സുജൂദ്, ഇടയിലുള്ള ഇരുത്തം, അവസാനത്തെ തശഹൂദ്. ഇതൊക്കെ ആ അർക്കാനുകളിൽ പെട്ടതാണ്. നിസ്കാരം അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുക പോലെയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് ഏതെങ്കിലും ഒന്നാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടി വരും? അവൻ ആ റുക്കിന് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. അത് ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതിലൊരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. റുക്കുനുകളിൽ ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അവന് പിന്നെ അതിലൊന്നും ചെയ്യാനില്ല. ഉദാഹരണത്തിന് എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? നമ്മൾ നിസ്കാരം ആരംഭിക്കുമ്പോൾ പറയുന്ന അല്ലാഹു അക്ബർ, ആ കെലിമയാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതല്ല നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുന്നതല്ല. അത് അവിടെയുള്ളൊരു സുന്നത്താണ്. ആ സുന്നത്ത് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ പോലും അയാളുടെ നിസ്കാരത്തിന് അതിന് സ്വീകാര്യതയെ ബാധിക്കുന്നില്ല. അപ്പൊ വലിയൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു. കൈകൾ ഉയർത്തുക എന്നുള്ളത് ഹദീസിൽ വന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ അവൻ കൈകൾ ഉയർത്താതെയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ നിസ്കാരം സഹീഹാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു റുക്നുൻ ഖൗലിയാണ്, ഫിഅലിയല്ല, ചെയ്യുന്ന കാര്യമല്ല. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇതൊരാൾ മറന്നുകൊണ്ട്, വളരെ അപൂർവമായിട്ട് സംഭവിക്കുകയുള്ളൂ, ഒരാൾ മറന്നുകൊണ്ട് നേരെ കെട്ടി കൈ കെട്ടി ഫാത്തിഹ ഓതി അങ്ങനെ പോവാണ്. അങ്ങനെ ഒരാൾ മറന്നു എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഇടയിൽ വെച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്ന് ഓർമ്മ വന്നതിന് കൈ അവിടെ അയക്കുക, വേറൊന്നും ചെയ്യാനില്ല. കാരണം അത് നിസ്കാരം ആരംഭിച്ചിട്ടേയില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാതെ ഒരാൾക്ക് നിസ്കാരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നിസ്കാരത്തിൽ പ്രവേശിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. അപ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടേയില്ല. ഉടനെ അവന് നിസ്കാരം ഒന്നുകൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലാവുന്നതാണ്. എന്നാൽ ഇത് ഒരു വസ്വാസിന്റെ വാതിൽ ഒരിക്കലും തുറക്കാൻ പാടില്ല. ചില ആളുകൾ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? വല്ലാതെ വസ്വാസിൽ കൂടും. ഈ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല, നിസ്കാരം ആരംഭിക്കുകയില്ല എന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ ഒരു നന്മയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പിശാച് എന്ത് ചെയ്യും? വസ്വാസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കൈകൾ ഉയർത്തുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയണക്കുള്ളൊരു ചിന്ത ഉണ്ടാകുകയും അങ്ങനെ ഒരുപാട് നേരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇമാം റുക്കൂയിൽ എത്തിയിട്ടുണ്ടാവും. മഗ്രിബ് പോലത്തെ നിസ്കാരമാണെങ്കിൽ ഇവൻ ഈ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകൾ ഒത്ത് ഇത് പറഞ്ഞ് ഇതിനു വേണ്ടി ഇങ്ങനെ ആ ഒരു വാതിൽ ഒരിക്കലും തുറക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു അക്ബർ നേരെ പറയുക, കൈ കെട്ടുക, ഇതാണ് വേണ്ടത്. ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇതൊരിക്കലും അങ്ങനെയുള്ള ഒരു വസ്വാസിന്റെ വാതിൽ തുറക്കാൻ പാടില്ല. മറിച്ച് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ വസ്വാസിന്റെ വാതിൽ, കാരണം ഇത് പ്രത്യേകം പറയാനുള്ളത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുള്ളതാണ്. അവർ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും പ്രത്യേകിച്ച് അവർക്ക് ആ ഒരു വസ്വാസ് കൂടുതലായിരിക്കും. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒരുപാട് നേരം നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ ഇത് ഇങ്ങനെ പറയുന്നതോടുകൂടി എന്റെ കൈകളൊക്കെ ഉയർന്നു വരണം, അങ്ങനെയില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തക്ബീറത്തുൽ ഇഹ്റാം 3 രൂപത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തി കെട്ടാം, അല്ലെങ്കിൽ കൈകൾ ഉയർത്തി കെട്ടിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരുമിച്ച് കൈകൾ ഉയർത്തി കെട്ടുന്നതോടൊപ്പം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ 3 രൂപത്തിൽ ചെയ്യാം. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന് വന്നിട്ടുള്ള രൂപങ്ങളിൽ പെട്ടതാണ്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ വാജിബാത്തുകളിലുള്ള തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത തക്ബീറുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ തക്ബീറത്തുൽ ഇന്തിഖാലിനാണ് അതിനെ പറയപ്പെടുന്നത്. അഥവാ ആ ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറാണ്. അത് അതിനിടയിൽ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്
ചില ഇമാമുമാർ ചെയ്യുന്ന ഒരു അബദ്ധമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിയിട്ടുണ്ട്. ചില ആളുകൾ എന്നെ മുൻകടന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ സുജൂദിൽ എത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അല്ലാഹു അക്ബർ എന്ന് പറയുകയുള്ളൂ. അതല്ലെങ്കിൽ സുജൂദിൽ നിന്നും രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നേരെ നിന്നതിന് ശേഷം മാത്രമേ അല്ലാഹു അക്ബർ എന്ന് പറയുകയുള്ളൂ. അദ്ദേഹം പറയുന്നത് തെറ്റാണ്. ചില മദ്ഹബിലെ ചില അഭിപ്രായ പ്രകാരം അത് നിസ്കാരം ബാത്തിലാക്കാൻ തന്നെ മതിയായതാണ്. കാരണം വാജിബുകളെ ഉള്ള സ്ഥലത്തുനിന്ന് മാറ്റി പറയുകയാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നിന്റെ ഇടയിൽ അതിന്റെ ഒരു അല്പഭാഗമെങ്കിലും ഉണ്ടാകണം. അഥവാ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കും ഒരാൾ സുജൂദിൽ എത്തിയാൽ കുഴപ്പമില്ല. എന്നാൽ പൂർണ്ണമായും സുജൂദിൽ എത്തിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന രീതി അത് ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു മസ്ലഹത്ത് ചെയ്യേണ്ടതില്ല എന്നാണ് ഇമാമുമാരോട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം നസീഹത്ത് നൽകിയിട്ടുള്ളത്. മറിച്ച് ഇതിന്റെ ഇടയിൽ തക്ബീറത്തുൽ ഇന്തിഖാൽ ഇതിന്റെ ഇടയിലാണ് ചെയ്യേണ്ടത്. ഇത് സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നഖ്സുൽ അർക്കാനുകളിൽ തക്ബീറത്തുൽ ഇഹ്റാം ആണെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. പക്ഷെ വളരെ വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു മറവി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് കൈകെട്ടുക. ഇനി അതല്ലാത്ത റുക്കുനുകളാണെങ്കിൽ, ബാക്കിയുള്ള 13 റുക്കുനുകളിൽ അതല്ലാത്ത റുക്കുനുകളാണ് എങ്കിൽ, ഉദാഹരണം ഒരു റുക്കു എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഹദീസുകളൊന്നും വായിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. ഒരാൾക്ക് ഒന്നാമത്തെ റക്അത്തിൽ റുക്കു മറന്നു. രണ്ടാമത്തെ റക്അത്തിൽ റുക്കുയിലേക്ക് പോകുമ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ റുക്കു ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുക. ഇപ്പോഴാണ് അയാൾക്ക് ഒരു റക്അത്തായിട്ടുള്ളത്. ഇപ്പോഴാണ് അയാളുടെ റക്അത്ത് ആരംഭിക്കുന്നത്. അഥവാ ഇനി ഇയാൾ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് ളുഹറാണ് എങ്കിൽ ഇനിയും ഇയാൾ 4 റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ റക്അത്ത് പൂർണ്ണമായി പോയി. കാരണം അതിലൊരു റുക്കിന് പോയി. ഒരു റക്അത്തിൽ ഏതെങ്കിലും ഒരു റുക്കിന് പോയ ആ റക്അത്ത് പോയതുപോലെയാണ്. ഇനി അതല്ല സുജൂദാകട്ടെ, ഒന്നാമത്തെ റക്അത്തിൽ ഒറ്റൊരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. 2 സുജൂദുകളും റുക്കിനാണ് ഒരു റക്അത്തിൽ. ഒന്നാമത്തെ റക്അത്ത് ഒറ്റ സുജൂദേ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് കഴിഞ്ഞ് ഇടയിൽ ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഒന്നാമത്തെ റക്അത്തിൽ ഒരൊറ്റ സുജൂദേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ടു. അഥവാ ഏതൊരു റുക്കിനാണോ അയാൾ മറന്നത്, അതേ റുക്കിനിലേക്ക് അടുത്ത റക്അത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ റക്അത്ത് പോയതുപോലെയാണ്. ഒരു റക്അത്ത് അയാൾ അവസാനം അധികം നിസ്കരിക്കേണ്ടതുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾക്ക് റുക്കിന് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ റക്അത്തിൽ നഷ്ടപ്പെട്ടത് ഓർമ്മ വരുന്നത് അടുത്ത റക്അത്തിൽ അതേ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് എവിടെയാണെങ്കിൽ, നേരത്തെ ഉദാഹരണത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ റുക്കുവാണ് നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ റക്അത്തിൽ അയാൾ ഫാത്തിഹ ഓതുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പെയുള്ള ഏതെങ്കിലും സമയത്തൊക്കെ ആയിട്ട്, റുക്കുവിന് മുമ്പുള്ള ഏതെങ്കിലും സമയത്തായിട്ട് അയാൾക്ക് ഓർമ്മ വന്നു, ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ റുക്കു ചെയ്തിട്ടില്ല എന്നുള്ളത്. ഉടൻ തന്നെ അയാൾ ആ റുക്കുവിലേക്ക് പോകണം. അഥവാ ഉടൻ തന്നെ അയാൾ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുന്നേക്കാൾ നിർത്തുക, നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ റുക്കുവിലേക്ക് പോവുക. എന്നിട്ട് റുക്കുവിൽ നമ്മൾ സാദാ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിൽ അദീം ഒക്കെ ചൊല്ലി പിന്നെ അങ്ങനെ അതിന് നേരം എഴുന്നേറ്റ് സുജൂദ് പോയി 2 സുജൂദ് ചെയ്ത് അങ്ങനെ വരണം. കാരണം അത് ഒന്നാമത്തെ ആ റക്അത്തിലേക്കാണ് അയാൾ പോയിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള റക്അത്തുകളൊക്കെ ചെയ്യണം. ഈ ഒരു സമയത്തൊക്കെ സഹവിന്റെ സുജൂദ് അവസാനം സലാം വീട്ടിയതിന് ശേഷമായിരിക്കും ഉണ്ടാകുക. സലാം വീട്ടിയതിന് ശേഷമായിരിക്കും ഈ സമയത്തൊക്കെ ഉണ്ടാകുക. കാരണം ഇവിടെ ഒരു നഖ്സ് നമ്മൾ സംഭവിക്കുന്നില്ല. നമ്മൾ ആ നഖ്സ് അർക്കാനുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പല സിയാദത്തുകളും ഉണ്ടാവും, പല വാജിബുകളൊക്കെ അല്ലാഹു അക്ബറൊക്കെ വർധനവുകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു സലാം വീട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ശരി, ഇത് അർക്കാനുകളുടെ കാര്യമാണ്. ഇനി ഒരാൾക്ക് അവസാനം സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വരുന്നത്, ഞാൻ ഈ അവസാനത്തെ റക്അത്തിൽ ഒരു സുജൂദ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അവസാനത്തെ റക്അത്ത് ഒറ്റ സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് സലാം വീട്ടിയതിന് ഉടനെ ഓർമ്മ വന്നാൽ മദ്ഹബിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു റക്അത്ത് പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം അവസാനത്തെ റക്അത്ത് നഷ്ടപ്പെട്ടല്ലോ. കാരണം ഈ ഒരു സന്ദർഭം ഉണ്ടാവില്ല. അവസാനത്തെ റക്അത്തിലാണെങ്കിൽ ഇനി അടുത്തൊരു റക്അത്തിൽ ഒരു റുക്കിന് എന്നുള്ള ഒരു തഫ്സീൽ, ഒരു വിശദീകരണം കിട്ടൂല. കാരണം സലാം വീട്ടിക്കഴിഞ്ഞു. അവസാനത്തെ റക്അത്തിൽ സുജൂദാണ് നഷ്ടപ്പെട്ടത്. അതിൽ മദ്ഹബിൽ അഭിപ്രായം അത് ഒരു റക്അത്ത് കൂടി കൂട്ടി നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തർജീഹ് ചെയ്യുന്ന അഭിപ്രായം, അദ്ദേഹം പറയുന്നു ആ അവസാനം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അവസാനത്തെ റക്അത്തിൽ ഒരു സുജൂദ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം ഇരിക്കുക, അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വീണ്ടും അല്ലാഹു അക്ബർ എന്ന് സുജൂദ് ചെയ്യുക, വീണ്ടും തശഹുദിന് ഇരുന്ന് തശഹുദ് ചൊല്ലുക, സലാം വീട്ടുക, ശേഷം 2 സഹവിന്റെ സുജൂദ് ചെയ്യുക, സലാം വീട്ടുക എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവസാനത്തെ റക്അത്തിലാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾക്ക് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിലോ, ഞാൻ ഒന്നാമത്തെ റക്അത്ത് ഒരു റുക്കുവേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്ത് ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഏതെങ്കിലും ഒരു റുക്കുനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരുപാട് 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ്, അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരാൾക്ക് ഓർമ്മ വന്നതെങ്കിൽ
അയാൾ നിസ്കാരം മാറ്റി നിസ്കരിക്കുക. അപ്പോൾ സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല, അയാൾ നിസ്കാരം മാറ്റി നിസ്കരിക്കുക. ശരി. ഇനി നഖ്സുൽ വാജിബാത്ത്, വാജിബുകളാണ് ഒരാളുടെ നിസ്കാരത്തിൽ കുറഞ്ഞു പോയത്. വാജിബുകൾ ഒരൊറ്റ ഉദാഹരണം പറയാം. ഏറ്റവും പൊതുവെ സംഭവിക്കാറുള്ള ഒരു നഷ്ടപ്പെടലാണ് 2 തശഹുദുള്ള നിസ്കാരത്തിൽ, 3-4 റക്അത്തുള്ള നിസ്കാരത്തിൽ അതിൽ ഒന്നാമത്തെ തശഹുദ്, രണ്ടാമത്തെ റക്അത്തിൽ ഇരിക്കുന്ന തശഹുദ് അത് മറന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളത്. അത് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് വാജിബ് മറന്നു പോവുകയും അതിൽ നിന്നും അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സ്പോട്ടിൽ തന്നെ ഓർമ്മ വരികയും ചെയ്താൽ അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഉദാഹരണത്തിന് രണ്ടാമത്തെ തശഹൂദിന് നമ്മളിങ്ങനെ ഇരുന്നു, അപ്പൊ നമ്മൾ ഇസ്തിറാഹക്ക് ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അയാൾ മറന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അയാളുടെ തുട കാലുകളിൽ നിന്നും ഉയർന്നിട്ടില്ല. അതിനിങ്ങനെ അല്പം ഒന്ന് പൊന്തുമ്പോ തന്നെ അയാൾക്ക് ഓർമ്മ വന്നു ഇത് തശഹൂദിന് ഇരിക്കേണ്ടത് രണ്ടാമത്തെ റക്അത്ത്. അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം അയാൾ ഒന്നും മറന്നിട്ടില്ല. ഒരു വാജിബിൽ നിന്നും അടുത്ത വാജിബിലേക്കോ റുക്കിനിലേക്കോ ഒന്നും പോയിട്ടില്ല. അപ്പൊ അയാൾക്കൊന്നും ചെയ്യാനില്ല. ഇനി രണ്ടാമതൊരവസ്ഥ ഉണ്ടാകുക, അടുത്ത റക്അത്ത് അതിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമല്ലോ, മൂന്നാമത്തെ റക്അത്ത് അതിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ടില്ല. അതിനിടയിൽ എവിടെയെങ്കിലും ഉയർന്നു വരുന്ന ഒരു സമയം, ഒരു പക്ഷേ ജമാഅത്ത് നിസ്കാരമാണെങ്കിൽ അയാളിങ്ങനെ ഉയർന്നു പൊന്തുന്നേ ഉള്ളൂ. ഉടൻ തന്നെ മൂമികളിൽ ആരെങ്കിലും ഉണർത്തൽ അവർക്ക് വാജിബാണ്. അവർ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാണ് ഉണർത്തേണ്ടത്. സ്ത്രീകളാണെങ്കിൽ കൈകൊട്ടുകയാണ് വേണ്ടത്. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ ഉണർത്തിയപ്പോ അയാൾക്ക് യഖീനായി ഇത് എന്താണ് എനിക്ക് തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഉടൻ തന്നെ ഇയാൾ പറഞ്ഞ മഅ്മൂമിനെ കേട്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഇയാൾ അവിടെ ഇരിക്കണം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു അയാൾ അവസാനം സലാം വീട്ടിയതിന് ശേഷമാണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു സിയാദത്ത് സംഭവിക്കുകയാണ്, ഒന്നും കുറഞ്ഞു പോകുന്നില്ല, ഒരു അല്ലാഹു അക്ബറിന്റെ ഒരു വർധനവ് അവിടെ ഉണ്ട്. ഇനി അതല്ല, അയാൾ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ അപ്പൊ ഇനി ഓർമ്മ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, അപ്പോൾ തന്നെ ഓർമ്മ വന്നാലും ശരി, അതല്ല പിന്നീടാണ് ഓർമ്മ വന്നതെങ്കിലും ശരി, പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു തശഹുദിലേക്ക് മടങ്ങേണ്ടതില്ല. അത് ഒരു റുക്കിനിലേക്ക് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, മൂന്നാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. പക്ഷെ ഇമാം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇമാം അത് കേട്ടിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, മടങ്ങേണ്ടതില്ല. മറിച്ച് അതൊരു നഖ്സായി പരിഗണിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക. സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുന്ന ഒരു ഉദാഹരണമാണ്, ആദ്യത്തെ ഉദാഹരണമാണ് ഏത് നമ്മളിപ്പോ പറഞ്ഞതിൽ ആദ്യത്തെ ഉദാഹരണമാണ്. ഒരാളുടെ ഒരു വാജിബ് മറന്നുപോയി അടുത്തതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് ഏത് വാജിബാകട്ടെ, ഇപ്പോ റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക എന്നുള്ളത് വാജിബാണ് അല്ലെ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത എല്ലാ തക്ബീറും വാജിബാണ്. അതൊരാൾ മറന്നു, നേരെ അങ്ങനെ റുക്കൂയിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അതിന്റെ അല്ലാഹു അക്ബർ എന്നുള്ള അയാൾ മറന്നിട്ടുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, അയാൾ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് 2 സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇത് ഇമാമാകട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാകട്ടെ. എന്നാൽ മഅ്മൂമിന് അത് ബാധകമല്ല. ഇൻഷാ അല്ലാഹ് അവസാനം പറയും. മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് ബാധകമല്ല. അവൻ സഹവിന്റെ സുജൂദ് ഇമാമിനോടൊപ്പം തുടങ്ങിയ ഒരാളാണെങ്കിൽ ആ സന്ദർഭത്തിലൊന്നും സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പൊ വാജിബുകൾ മറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് അടുത്തതിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ഓർമ്മ വന്നിട്ട് ആ വാജിബ് പൂർത്തിയാക്കിയ ആളാണ് എങ്കിൽ അവൻ സഹവിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് ശേഷം ചെയ്യുക. കാരണം അവിടെ നെക്സ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് മറന്ന് അപ്പൊ തന്നെ അത് വീണ്ടും ചെയ്തിട്ടുണ്ട്, അതിനിടയിൽ ഒരു അധികമാണ് സംഭവിച്ചത്. എന്നാൽ ഒരാൾ അത് മറന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു, അതിന്റെ സമയം കഴിഞ്ഞു എങ്കിൽ നഖ്സ് പൂർണ്ണമായി സംഭവിച്ചു. സഹവിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് മൂന്നാമത് സഹവിന്റെ സുജൂദിന്റെ കാരണമായി ഉണ്ടാകുന്ന കാര്യമാണ് ഇനി നമുക്ക് ഇന്ന് വിശദീകരിക്കാനുള്ള കാര്യം. അത് അശ്ശക്ക്, നിസ്കാരത്തിൽ ശക്ക് സംഭവിക്കുക എന്നുള്ളത്. ശക്ക് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന സമയത്ത് തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ 3 പ്രധാനപ്പെട്ട കായികകൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനെയും ശക്കായി പരിഗണിക്കും, നമ്മൾ എല്ലാത്തിനും സഹുവിന്റെ സുജൂദ് ചെയ്യുന്ന അവസ്ഥ വരും. അതല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഇബാദത്തിൽ വലിയൊരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ ഒരു 3 കാര്യം പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നെന്താണ്, അദ്ദേഹം പറഞ്ഞു ഇദാ കാന മുജറദ വഹ്മിൻ ലാ ഹഖീഖത ലഹു കൽ വസ്വാസ്. അയാൾക്കൊരു കേവലം വഹ്മാണ്, ഒരു ശക്ക് എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, വെറുതെ ഇങ്ങനെ ഒരു മനസ്സിലങ്ങനെ തോന്നിച്ച മാത്രം, അല്ലാതെ അങ്ങനെ ഒരു കടുത്തൊരു സംശയം ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ തോന്നുക. അങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. കാരണം അതെപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ വെറുതെ തോന്നിയേക്കാം, തെറ്റിയോ എന്നൊക്കെയുള്ള ഒരു സംശയം എന്ന് പറയാനുള്ളൊരു അവസ്ഥ എത്തിയിട്ടില്ല എങ്കിൽ, ഒരു വസ്വാസ് പോലെ ഇങ്ങനെ വെറുതെ തോന്നുന്നുള്ളെങ്കിൽ അതിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. ഇത് കേവലം നിസ്കാരം മാത്രമല്ല, എല്ലാ ഇബാദത്തുകളിലും പരിഗണിക്കേണ്ടതാണ്. വെറുതെ അങ്ങനെ തോന്നുക, അല്ല ഒരു സംശയം എത്തിയിട്ടില്ല, അങ്ങനെ ഒരു വസ്വാസ് പോലെ തോന്നുക, അതിലേക്ക് നോക്കേണ്ടതില്ല. രണ്ടാമതായി പറഞ്ഞു അദ്ദേഹം ഇദാ കസുറ മഅ അശ്ശഖ്സി ബിഹൈസു ലാ യഫ്അലു ഇബാദതൻ ഇല്ലാ ഹസല ലഹു ഫീഹാ ശക്കുൻ. അവൻ ഏത് ഇബാദത്ത് ചെയ്താലും അത് ശക്ക്,
തവാഫ് ചെയ്താൽ അത് സംശയം 3 ആണോ 4 ആണോ, നിസ്കരിച്ചാൽ സംശയം 2 ആണോ 3 ആണോ, എന്തൊരു ഇബാദത്ത് ചെയ്താലും ഉളു എടുത്താൽ കഴുകിയ ഒരു കൈയില്ലേ, ഏതൊരു ഇബാദത്ത് പോയാലും അവന് സംശയം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് അവന്റെ ഒരു വസ്വാസ് രോഗമാണ്. അതല്ലാതെ അതിൽ പരിഗണിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വസ്വാസ് വന്ന ആളുകൾക്ക് പണ്ഡിതന്മാർ നൽകുന്ന ഒരു ഉപദേശത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ ആ വസ്വാസിനെ പിന്തുടരാൻ പാടില്ല. അത് ഏതൊരു ഇബാദത്ത് ചെയ്താലും സംശയം, അതൊരു രോഗമാണ്, അതിലേക്ക് നോക്കേണ്ടതില്ല. അവിടെ അതിനുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദാ കാന ബഅദൽ ഫറാഗി മിനൽ ഇബാദത്തി ഫലാ യുൽതഫതു ഇലൈഹി മാ ലം യതയഖനിൽ അംറു ഫയഅമലു ബിമുഖ്തള യഖീനിഹി. ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം അവന് സംശയം. ഉദാഹരണം, നമ്മളിപ്പോൾ മഗ്രിബ് നിസ്കരിച്ചു, ഇപ്പൊ നമുക്കൊരു സംശയം, നമ്മൾ മൂന്നാമത്തെ റക്അത്തിൽ ഒരു സുജൂദാണോ 2 സുജൂദാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും സംശയമായി. 1 ആണോ 2 ആണോ, എല്ലാവർക്കും സംശയം. ആർക്കും യഖീനൊന്നുമില്ല, വെറുതെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും സംശയം. നമ്മളെല്ലാവരും കൂടി ഇപ്പൊ മഗ്രിബ് വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ടോ? വേണ്ടതില്ല. കാരണം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ആർക്കും യഖീനുമില്ല, എല്ലാവർക്കും സംശയം മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യേണ്ടതില്ല. ഉംറക്ക് ഒരാൾ തവാഫ് ചെയ്ത് കഴിഞ്ഞു, സഅയ് എത്തിയപ്പോ കൂടെ നടന്ന 3 ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, നമ്മൾ 7 ആണോ 6 ആണോ ചെയ്തത്, ആർക്കും യഖീനൊന്നുമില്ല, എല്ലാവരും വെറുതെ അങ്ങനെ സംശയം പറയുക, 6 ആണോ 7 ആണോ. അങ്ങനെ ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സംശയത്തിന് പരിഗണിക്കേണ്ടതില്ല. അതിനർത്ഥം ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പരിഗണിക്കേണ്ടതില്ല എന്നല്ല, ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള യഖീനുകൾ പരിഗണിക്കണം. ഇബാദത്ത് കഴിഞ്ഞു, ഇപ്പൊ നമുക്ക് ഉറപ്പായി നമ്മൾ മൂന്നാമത്തെ റക്അത്തിൽ മഗ്രിബിന് ഒറ്റ സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പായി, യഖീനായി, എങ്കിൽ നമ്മൾ അതിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അഥവാ തൊട്ടടുത്താണ് എങ്കിൽ നമ്മൾ അവസാനത്തെ റക്അത്ത് അത് കൂട്ടി നിസ്കരിക്കുക. ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും 3 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ കേവലം സംശയങ്ങളാണെങ്കിൽ ഇബാദത്ത് കഴിഞ്ഞാൽ അത് പരിഗണിക്കുകയേ വേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ല എങ്കിൽ നമ്മൾ ഇതിനെ പിന്തുടർന്നാൽ നമ്മൾ എല്ലാ കാര്യത്തിനും അങ്ങനായോ ഇങ്ങനായോ എന്ന് ഒരാൾക്ക് ശക്ക് വരും. ശക്ക് അങ്ങനെ പിന്തുടരപ്പെടേണ്ടതല്ല, പ്രത്യേകിച്ച് ഇബാദത്ത് കഴിഞ്ഞാൽ. ശരി, ഇനി പരിഗണിക്കാവുന്ന ശക്കുകൾ ഏതാണ്? നിസ്കാരത്തിൽ പരിഗണിക്കാവുന്ന ശക്കുകൾ രണ്ടാലൊരു രൂപത്തിൽ, രണ്ടാലൊരു അവസ്ഥയിൽ ഒരാൾക്കുണ്ടാകാം. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ശക്കുണ്ട്. ആ ശക്ക് ഉദാഹരണത്തിന് ഒരു റക്അത്തിൽ അയാൾക്ക് തോന്നുകയാണ് ഇത് രണ്ടാമത്തെ റക്അത്താണ്, അല്ല ഒരു റക്അത്തിൽ അയാൾക്ക് സംശയം വരികയാണ് ഇത് രണ്ടാമത്തെ റക്അത്താണോ മൂന്നാമത്തെ റക്അത്താണോ എന്നുള്ളത്. പക്ഷേ അയാളുടെ മനസ്സ് ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ചായുന്നുണ്ട്, ഇത് 2 ആണ് എന്നുള്ളതിലേക്ക് അയാൾക്ക് കൂടുതലൊരു ചായവുണ്ട്. അയാളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ 2 ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ, അതല്ലെങ്കിൽ 3 ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണ് എങ്കിൽ അവൻ ഏതിലേക്കാണോ തർജീഹ് ചെയ്യാൻ സാധിക്കുന്നത്, ഏതിലേക്കാണോ ചായാൻ സാധിക്കുന്നത്, അതിലേക്ക് ചാനുകൊണ്ട് അവൻ സഹവിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ തെളിവ് എന്താണ്? ഇതിന് തെളിവ് ഹദീസാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശക്ക അഹദുകും ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരാൾക്ക് നിസ്കാരത്തിൽ ഒരു സംശയമുണ്ടായാൽ ഫൽയതഹറ സ്വവാബ്, അവൻ ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചു കൊള്ളട്ടെ. അപ്പൊ സംശയം ഉണ്ടായ ഉടൻ തന്നെ എപ്പോഴും ഏറ്റവും കുറഞ്ഞത് എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ശരി ഏതാണ് എന്നുള്ളത് ശക്കുണ്ടായാൽ അത് ശ്രമിക്കണം. നമ്മൾ ആദ്യം തന്നെ നോക്കണം, ചിന്തിച്ചു നോക്കണം, ഏതെങ്കിലും ഒന്നിലേക്ക് കൂടുതൽ ചായ്വ് ഉണ്ടാകുമോ എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫൽയുത്തിമ്മ അലൈഹി, അതിന്റെ മേലെ അവൻ നിസ്കാരം പൂർത്തിയാക്കണം. അപ്പൊ 2 ആണ് എന്ന് ശരിക്കും തോന്നി, 2 ആണോ 3 ആണോ എന്നായിരിക്കും സംശയം, 2 ആണ് ശരിയാണ്, അല്ലത് 3 തന്നെയാണ് എന്ന് ഏകദേശം ഒരു ഗലബത്തുൽ വൻ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുക. ഫൽയുത്തിമ്മ അലൈഹി സുമ്മ യുസല്ലിം, പിന്നീട് അവൻ സലാം വിട്ടട്ടെ. സുമ്മ യസ്ജുദു സജ്ദതൈനി, പിന്നെ 2 സഹവിന്റെ സുജൂദ് ചെയ്യട്ടെ. സുമ്മ യുസല്ലിം എന്ന് ഒരു റിവായത്തിലൊക്കെ കാണാം. അപ്പോ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ടും സംശയം ഒരേപോലെയല്ല, ഒന്നിലേക്ക് കൂടുതൽ ചായുന്ന ഒരവസ്ഥ അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുക? സഹവിന്റെ സുജൂദ് സലാം വിട്ടതിന് ശേഷം ചെയ്യുക. ഇനി സംശയം വേറൊരു രൂപത്തിലുണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം, പക്ഷേ അല്ല യതറജ്ജഹ ഇൻദഹു അഹദുൽ അംറൈൻ ഫയഅമലു ബിൽ യഖീൻ, അവന് 2 കാര്യവും ഒരേപോലെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫയഅമലു ബിൽ യഖീൻ, അപ്പോൾ അവൻ യഖീൻ കൊണ്ട് അമൽ ചെയ്യുക. അപ്പൊ 2 സംശയത്തിന്റെ ബാബിലാണുള്ളത്. അപ്പൊ എന്താണ് അവിടെ യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു വഹുവൽ അഖൽ, കുറവാണ് യഖീൻ അവിടെ, അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ ഒരു റക്അത്തിൽ 2 ആണോ 3 ആണോ എന്നുള്ള സംശയം, അതിൽ യഖീൻ ഏതാ നമുക്ക്? 2 ആണോ 3 ആണോ എന്നുള്ളത് 2 ആണ് യഖീൻ, അല്ലെ? 2 ആണോ 3 ആണോ എന്ന് സംശയം, 3 ആണോ എന്നുള്ളത് സംശയമുള്ളൂ. 2 യഖീനാണ്. തവാഫ് 5 ആണോ 6 ആണോ എന്നൊരാൾക്കൊരു ഷൗത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം 5 യഖീനാണ്, ഇത് 6 ആണോ എന്നുള്ളവർക്ക് സംശയമുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് 2ഉം ഒരേപോലെ, ഒന്നിലേക്കും മനസ്സിൽ ചായ്വ് വരുന്നില്ല, അവൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് ഒന്നിലേക്കും ഒരു ചായ്വ് വരുന്നില്ല എങ്കിൽ
അവൻ ഏറ്റവും കുറഞ്ഞത് എടുക്കുക. അതാണ് യഖീൻ. അത് കുറഞ്ഞെടുക്കുക. എന്നിട്ട് അവൻ ആ കുറഞ്ഞത് എടുത്തിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അത് പൂർത്തീകരിക്കുക. ഇപ്പൊ 2 or 3 സംശയം വന്നു, ഒരേപോലെയാണ്, 2 അവൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മഗ്രിബ് ആണെങ്കിൽ 1 കൂടി കൂട്ടി നിസ്കരിക്കുക. 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ 2 കൂടി കൂട്ടി നിസ്കരിക്കുക. ഈ ഒരു സമയത്ത് അവൻ സഹ്വിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് സഹ്വിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഇതും ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യവും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇദാ ശക്ക അഹദുക്കും ഫീ സ്വലാത്തിഹി ഫലം യദ്രി കം സല്ല സലാസൻ അം അർബഅ. നിങ്ങളൊരാൾക്ക് നിസ്കാരത്തിൽ സംശയം വന്നു, അവനറിയുന്നില്ല അവൻ 3 ആണോ 4 ആണോ നിസ്കരിച്ചത് എന്നറിയുന്നില്ല എങ്കിൽ ഫല്യത്രഹി ശക്ക, അവൻ ശക്കിനെ ഒഴിവാക്കിക്കൊള്ളട്ടെ. വല്യബ്നി അലാ മസ്തൈഖൻ, യഖീനുള്ള കാര്യത്തിൽ അവൻ ഉറപ്പിക്കട്ടെ. അഥവാ യഖീനുള്ളത് വഹുവൽ അഖൽ, കുറവാണല്ലോ യഖീനുള്ളത്. തുമ്മ യസ്ജുദു സജ്ദതൈനി ഖബ്ല സലാം ഖബ്ല അൻ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നസ്സായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതോ ഇങ്ങനെ 2 ആണോ 3 ആണോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല. അങ്ങനെയാവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? അവിടെ ഫല്യതഹറ സവാബ് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ആ ശക്ക് ഒഴിവാക്കിയിട്ട് യഖീൻ എന്ത് ചെയ്യുക, അതിനെ പിന്തുടരുക. അത് കുറവുള്ളത് എടുത്തിട്ട് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ശരി, ഇതാണ് വന്നിട്ടുള്ളത്. ഇനി ഒമിൻ അംസിലത്തി ഷക്കി, ഷക്കിന്റെ ഒരു ഉദാഹരണത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു, ഇദാ ജാഅ അശ്ശഖ്സു വൽ ഇമാമു റാക്കിഉൻ ഫഇന്നഹു യുകബ്ബിറു തക്ബീറത്തുൽ ഇഹ്റാം വഹുവ ഖായിമുൻ മുഅ്തദിൽ സുമ്മ യർകഉ വഹീനഇദിൻ ലാ യഖ്ലൂ മിൻ 3 ഹാലാത്ത്. ഒരാൾ നിസ്കാരത്തിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്? റുക്കൂയിലാണുള്ളത്. നമ്മൾ കയറി വരുന്ന സമയത്ത് ഇമാം റുക്കൂയിലാണ്. റുക്കൂയിലാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് ഇമാമിനോടൊപ്പം ചേരും. അവിടെ 2 രൂപത്തിൽ ഇമാമിനോടൊപ്പം ചേരാം. ഒന്നുകിൽ അല്ലാഹു അക്ബർ എന്ന് ഒറ്റ തക്ബീറത്തുൽ ഇഹ്റാം വെച്ചിട്ട് നേരെ ചേരാം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ഇനി റുക്കൂയിലേക്ക് പോകുന്ന അല്ലാഹു അക്ബറും കൂടി 2 അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് അങ്ങനെയും ചേരാം. ഇത് തക്ബീറത്തുൽ ഇഹ്റാം മാത്രം പറഞ്ഞു ചേർന്നാൽ നിസ്കാരം ശരിയാകുന്നതാണ്. അവന് അങ്ങനെ റുക്കൂ ഇമാമിനോടൊപ്പം കിട്ടുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് 3 അവസ്ഥ വന്നേക്കാം. അൽ ഊല അയ്യതയഖന അന്നഹു അദ്റക അൽ ഇമാമ ഫീ റുകൂഇഹി ഖബ്ല അൻ യർഫഅ മിൻഹു ഫയകൂനു മുദ്രികൻ ലിറക വതസ്കുതു അൻഹു ഖിറാഅത്തുൽ ഫാത്തിഹ. അവൻ ഇമാമിനോടൊപ്പം കിട്ടി എന്നുള്ള കാര്യത്തിൽ യഖീൻ ഉണ്ടാകുക. ഇമാം തല ഉയർത്തുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇവൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തായിരിക്കും ഇമാം അവസാനത്തെ ആയത്ത് ഓതുന്നത്, വലം യകുല്ലഹു കുഫുവൻ അഹദ് അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ സഫിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നേരെ എന്തായാലും ഉറപ്പായിരിക്കും. വളരെ യക്കീനായ ഒരു ഉദാഹരണം പറഞ്ഞാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇമാം തല താഴത്ത് റുക്കൂൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇമാമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം സാന്ദർഭികമായി മനസ്സിലാക്കുക, ഇമാമിനോടൊപ്പം ചേരാൻ വേണ്ടി ഓടി വരാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? അവര് ഒളു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ അവര് കാലൊക്കെ ശരിക്കും കഴുകിയൊന്നും തന്നെ അവർക്ക് ഉറപ്പുണ്ടാവില്ല. എങ്ങനെയൊക്കെ കഴുകി ഓടി വരും. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല. നിങ്ങൾ നേരത്തെ ഒരുങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. നേരത്തെ ഒളു എടുത്തിട്ടൊക്കെ ഒരുങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. ഓടി വരാൻ പാടില്ല. ആ രൂപത്തിൽ ഓടി വന്നിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് ഇനി ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ വരിക, അതാണ് വേണ്ടത്. നിസ്കാരത്തിന് പതുക്കെ വരിക ഹദീസിൽ വന്ന കാര്യമാണ്. നിങ്ങൾ നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പതുക്കെ വരിക. നിങ്ങൾക്ക് കിട്ടിയത് നിസ്കരിക്കുക, അത് നഷ്ടപ്പെട്ടത് നിങ്ങൾ മസ്ബൂക്കായിട്ട് പൂർത്തിയാക്കുക. അതല്ലാതെ ഓടി വരാൻ പാടില്ല. അവിടെ 2 കാര്യമാണ്. നമുക്ക് തന്നെ നിസ്കാരത്തിൽ മുഴുവൻ കിട്ടിയെന്ന് ആരെയും ബോധിപ്പിക്കാനില്ല. നമ്മൾ ഇഖ്ലാസിനെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് എല്ലാ റക്അത്തും കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓടി വരേണ്ടതില്ല. കാരണം ഹദീസിൽ എതിർത്തിട്ടുണ്ട്. മറിച്ച് നമ്മളെപ്പോഴും നേരത്തെ എഴുന്നേറ്റ് നേരത്തെ പുറപ്പെടാനുള്ള ശ്രമം നടത്തുക ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നടന്ന് പതുക്കെ വന്നിട്ട് ചേരുക. ഇനി അങ്ങനെ ചേർന്ന സമയത്ത് നമുക്ക് ഉറപ്പായി യഖീനോടുകൂടി ഇമാമിനോടൊപ്പം കിട്ടിയാൽ അതൊരവസ്ഥയാണ്. അവിടെ അവൻ എന്ത് ചെയ്യും? ആ റക്അത്ത് ലഭിക്കും. ആ റക്അത്തിലുള്ള ഫാത്തിഹ അവൻ ഓതേണ്ടതില്ല. കാരണം ആ റക്അത്ത് അവൻ ലഭിച്ചു. ഫാത്തിഹ ഓതാതെ തന്നെ നേരെ റുക്കൂയിൽ അവന് ആ റക്അത്ത് ലഭിക്കും. അത് യഖീനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ യഖീനുള്ള കാര്യം അയ്യതയഖന അന്നൽ ഇമാമ റഫഅ മിന റുക്കൂഇ ഖബ്ല അൻ യുദ്രികഹു ഫീഹി ഫതഫൂതുഹു അർറകഅതു. ഇമാം എഴുന്നേറ്റു എന്നുള്ള കാര്യം അവൻ ഉറപ്പായി. കാരണം അവൻ അവിടെ വന്നു, സഫിൽ വന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവൻ താഴുമ്പോഴേക്കും ഇമാം എഴുന്നേൽക്കുക. അവിടെ യക്കീനായിട്ട് അവൻ ഉറപ്പായി ഇമാം എഴുന്നേറ്റിട്ടുണ്ട്. ആ സമയത്ത് അവൻ ആ റക്അത്തിൽ കിട്ടുന്നില്ല. അവസാനം ഇമാം സലാം കൂട്ടി അവൻ ഒരു റക്അത്ത് കൂട്ടി നിസ്കരിക്കണം. മൂന്നാമത്തത് അയ്യശുക്ക, അവനൊരു ശക്കുണ്ടായി. ഹൽ അദ്റകൽ ഇമാമ ഫി റുകൂഇഹി ഫയകൂനു മുദ്രികൻ ലിർക.
ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടിയോ, റുക്കൂ കിട്ടി, അങ്ങനെ ആ റക്കായത്ത് കിട്ടിയോ, ഔ അന്നൽ ഇമാമ റഫഅ മിന റുകൂഇ ഖബല അൻ യുദ്രികഹു ഫഫാതഹു റക്അ, അതല്ല ഞാൻ റുക്കൂയിലേക്ക് പോകുമ്പോഴേക്ക് ഇമാം ഉയർന്നു, അങ്ങനെ എനിക്ക് റക്കായത്ത് നഷ്ടപ്പെട്ടു. ഇങ്ങനൊരു സംശയം, ഞാൻ പോകുമ്പോൾ ഇമാം ഉയർന്നോ ഇല്ലേ എന്നുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമതൊരവസ്ഥയാണ് അവൻ ഉണ്ടാകുക. ഒന്നുകിൽ എന്ത് ചെയ്യും, അവൻ ആ സംശയം ഒരേപോലെ നിൽക്കും, ഒരേപോലെ സംശയം നിൽക്കും, കിട്ടി ഇല്ല എന്നുള്ള കാര്യത്തിൽ അവൻ ഏതാണ്ട് ഒരേപോലെയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എടുക്കുക, കിട്ടിയിട്ടില്ല എന്നുള്ളത് എടുക്കുക. അല്ലെ, അക്കല്ലുള്ളത് യക്കീനാണ്, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യക്കീൻ, കിട്ടിയോ എന്നുള്ളതാണ് സംശയം. രണ്ടും ഒരേപോലെയാണെങ്കിൽ കിട്ടിയിട്ടില്ല എന്നേ പരിഗണിക്കാവൂ, അതല്ലാതെ എങ്ങനെയെങ്കിലും കിട്ടിയെന്നല്ല, എങ്ങനെയെങ്കിലും അത് കിട്ടിയെന്നല്ല. നമ്മൾ ഉറപ്പില്ല എങ്കിൽ ഒരേപോലെയാണ്, നമുക്ക് കിട്ടിയോ ഇല്ല എന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയിട്ടില്ല എന്ന് പരിഗണിക്കുക. സലാം എപ്പോൾ ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു, സലാം സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പായിരിക്കും, സലാം വീട്ടുന്നതിന് മുമ്പായിരിക്കും. ഇനി അതല്ല, അവൻ രണ്ടിലേക്ക് ഏതെങ്കിലും ഒന്ന് അവന്റെ മനസ്സിൽ ചാനു, ഒരു തർജീഹ് ഉണ്ടായി, ഒന്നുകിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടി എന്ന രൂപത്തിൽ അവൻ ഏതെങ്കിലും ഒന്നിലേക്ക് ചായ്വ് വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? ഇവിടെ സഹ്വിന്റെ സുജൂദ് അവൻ കിട്ടി എന്നാണ് അവന് ഉറപ്പ് വരുന്നത് എങ്കിൽ, കിട്ടി എന്നാണ് അവൻ ഉറപ്പ് വരുന്നത് എങ്കിൽ അവൻ ഇത് ഒന്നാമത്തെ റക്കായത്തും കൂടിയാണ് എങ്കിൽ അവന് വേറൊരു റക്കായത്ത് ഉണ്ടാവുകയില്ല. കാരണം ഇമാമിനോടൊപ്പം എന്ത് ചെയ്യും? സലാം വിട്ടും. ആ സമയത്ത് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഒന്നാമത്തെ റക്കായത്തിലാണ്, ഉദാഹരണം പറയാം, ഒന്നാമത്തെ റക്കായത്തിലാണ്, ഇമാമ റുക്കൂയിലാണ്, ഇവന് കിട്ടിയോ ഇല്ലേ എന്നുള്ള സംശയത്തിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കുറച്ചു, അഥവാ കിട്ടി എന്നുള്ളതിലേക്ക് കുറച്ചു. ഈ സമയത്ത് ഇവൻ ഒന്നാമത്തെ റക്കായത്താണെങ്കിൽ ഇമാമിനോടൊപ്പം ഇവൻ സലാം വിട്ടാൻ സാധിക്കും. അപ്പോൾ അവൻ സഹ്വിന്റെ സുജൂദ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല. ഇനി അതല്ല, ഇവൻ മസ്ബൂക്കാണ്, രണ്ടാമത്തെ റക്കായത്തിലാണ് ഈ പറഞ്ഞ ഉദാഹരണം സംഭവം സംഭവിക്കുന്നത് എങ്കിൽ അവൻ എന്തായാലും ഒരു റക്കായത്ത് നിസ്കരിക്കാനുണ്ടാകും. ആ നിസ്കരിക്കുന്ന സമയത്താണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അഥവാ സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം ചെയ്യുക എന്നുള്ളത്, സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഷെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അദ്ദേഹം അവസാനം ഒരു ഫായിദ പറയുന്നുണ്ട്. ഇദാ ശക്ക ഫി സ്വലാത്തിഹി ഫഅമില ബിൽ യഖീനി ഔ ബിമാ തറജ്ജഹ ഇൻദഹു ഹസബ തഫ്സീൽ അൽ മദ്കൂർ ثم تبين له أن ما فعله مطابق للواقع وأنه لا زيادة في صلاته ولا نقص سكت عنه سجود السهو على المشهور من المذهب لزوال موجب السجود وهو الشك، وقيل لا يسكت عنه ليراغم به الشيطان لقول النبي صلى الله عليه وسلم وإن كان صلى إتماما لأربع كانتا ترغيما للشيطان ولأنه أدى جزءا من صلاته شاكا فيه حين أدائه وهذا هو الراجح. അഥവാ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടായി, നിസ്കാരത്തിൽ ഒരു സംശയം ഉണ്ടായി, രണ്ടാമത്തെ റക്കായത്തിൽ അയാൾക്ക് സംശയം ഉണ്ടായിരുന്നത് രണ്ടാണോ മൂന്നാണോ എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നിസ്കാരത്തിന്റെ ഇടയിൽ മൂന്നാമത്തെ റക്കായത്തിലോ അല്ലെങ്കിൽ നാലാമത്തെ റക്കായത്തിലോ അത് അയാൾക്ക് ഏതാണ്ട് ഉറപ്പായി, ഞാൻ നേരത്തെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല, ഈ തീരുമാനം തന്നെയാണ് കറക്റ്റ്, ഇപ്പൊ കറക്റ്റാണ്, ഞാൻ രണ്ടാമത്തിൽ രണ്ടോ മൂന്നോ എന്നുള്ളൊരു സംശയം ഉണ്ടായാലും മൂന്നാക്കി എടുത്തു, പക്ഷെ നാലെത്തുമ്പോൾ അയാൾക്ക് ഉറപ്പായി അത് മൂന്നെടുത്തത് കറക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്, അതിൽ കുറവോ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മദ്ഹബിലുള്ള ഒരു അഭിപ്രായമായി പറയുന്നത്. ഇയാൾ സഹ്വിന് സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അയാൾ സംശയം മാത്രമേ ഉണ്ടായുള്ളൂ, അയാൾ അതിന്റെ പേരിലൊന്നും ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ കൂടുകയോ എന്തെങ്കിലും കുറവ് ചെയ്യുകയോ കൂടുതൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹ്വിന് സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അയാൾ സഹ്വിന് സുജൂദ് ചെയ്യണമെന്നുള്ളതാണ്. അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ലിഅന്നഹു അദ്ദാ ജുസ്അൻ മിൻ സ്വലാത്തിഹി ശാക്കൻ ഫീഹി ഹീന അദാഇഹി, നിസ്കാരത്തിന്റെ ചെറിയൊരു ഭാഗം അവനൊരു സംശയത്തിലാണ് നിസ്കരിച്ചത്, അത് രണ്ടാമത്തെ റക്കായത്തിന്റെ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, പിന്നെയാണത് യഖീനായത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഒരു ചെറിയൊരു ഇടവേള അവൻ അങ്ങനെ സംശയത്തിൽ നിസ്കരിച്ചതിനാൽ അവൻ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് വഇൻ കാന സല്ല ഇത്മാമൻ ലിഅർബഇൻ കാനത തർഗീമൻ ലിശൈത്താൻ, നിങ്ങൾ സംശയം ഉണ്ടായിട്ട് നിസ്കരിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ, നിങ്ങൾ ചില സമയത്ത് അക്കല്ലുള്ളതൊക്കെ എടുക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ സംശയം വന്നപ്പോൾ രണ്ടൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ കാനത തർഗീമൻ ലിശൈത്താൻ, അവസാനം നിങ്ങൾ ചെയ്യുന്ന രണ്ട് സഹ്വിന്റെ സുജൂദ് അത് പിശാചിനെ നിന്ദിക്കലാണ് എന്ന് വന്നിട്ടുണ്ട്, പിശാചിനെ നിന്ദിക്കലാണ് എന്ന് വന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ട് അവൻ ആ സമയത്തും സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ശരി, ഇനി അവസാനം അദ്ദേഹം പറയുന്ന വിഷയം സുജൂദ് സഹ്വി അലൽ മഅ്മൂമി, മഅ്മൂമിന് സുജൂദ് സഹ്വിയുമായി ബന്ധപ്പെട്ട ചില മസ്അലകളാണ്. അതിനുശേഷം അദ്ദേഹം ഇതിന്റെ ഖുലാസ പറയുന്നത്, അതുകൊണ്ട് വേഗം വായിക്കാം. ഇദാ സഹൽ ഇമാമു വജബ അലൽ മഅ്മൂമി മുതാബഅതുഹു ഫീ സുജൂദി സഹ്വ്, ഇമാം ഒരു കാര്യം മറന്നു കഴിഞ്ഞാൽ ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യും. അപ്പൊ മഅ്മൂമിങ്ങൾക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് വാജിബായിട്ടുള്ള കാര്യമാണ്.
വായിച്ചത് സുജൂദ് സഹ്വി അലൽ മഅ്മൂം, മഅ്മൂമിങ്ങൾ സുജൂദ് സഹ്വ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട മസ്അലകളാണ്. അത് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഇമാം ഒരു കാര്യം മറക്കുകയും ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഇമാം ഒരു കാര്യം മറന്നു, ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്തു. ആ സമയത്ത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇമാമിനോടൊപ്പം സഹ്വിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, തീർച്ചയായും ഇമാം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്തുടരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഫലാ തഖ്തലിഫു അലൈഹി, നിങ്ങൾ ഇമാമുമായി എതിരാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇലാ അൻ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം പറഞ്ഞു, വ ഇദാ സജദ ഫസ്ജുദു, ആകയാൽ ഇമാം സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സഹ്വിന്റെ സുജൂദ് അതിലുൾപ്പെടും. അതുകൊണ്ട് ഇമാം ചിലപ്പോൾ സലാം വീട്ടുന്നതിന് മുമ്പായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണം. ഇനി അതല്ല ഇമാം സലാം വീട്ടിയതിന് ശേഷമാണ് എങ്കിൽ നമ്മളും സലാം വീട്ടിയതിന് ശേഷം ചെയ്യണം. വസവാൻ സജദ അൽ ഇമാമു ലിസ്സഹ്വി ഖബ്ല സലാം ഔ ബഅദഹു ഫയജിബു അലൽ മഅ്മൂമി മുതാബഅതുഹു, മഅ്മൂമിങ്ങൾ നിർബന്ധമായും അത് ചെയ്യണം. ഇല്ല അയ്യകൂന മസ്ബൂഖൻ, നീ മസ്ബൂക്കായി വരുന്ന ഒരുത്തനല്ല ആണെങ്കിലല്ല, അല്ലെങ്കിൽ പാടില്ല. നീ മസ്ബൂക്കായിട്ടാണ് വരുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് സന്ദർഭങ്ങളുണ്ട്. ഒരാൾ രണ്ടാമത്തെ റക്അത്തിലാണ് ചേർന്നത്, ഇമാം മഗ്രിബാണെന്ന് കരുതുക, ഇമാം മൂന്നാമത്തെ റക്അത്തിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് സലാം വീട്ടുന്നതിന് മുമ്പാണെങ്കിൽ മാത്രമേ നിനക്ക് ഇമാമിനെ പിന്തുടരേണ്ടതുള്ളൂ. ഇമാം സലാം വീട്ടിയതിന് ശേഷമുള്ള സഹ്വിന്റെ സുജൂദാണ് ചെയ്യുന്നത് എങ്കിൽ ഇമാമിനെ പിന്തുടരേണ്ടതില്ല. കാരണം ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ നീ ഇമാമുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. പിന്നീട് നീ എഴുന്നേറ്റ് നിന്റെ ആ ഒരു റക്അത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇമാമിനോടൊപ്പം സലാം വീട്ടാൻ പാടില്ല. കാരണം നീ ഒരു റക്അത്ത് ലേറ്റായി വന്നവനാണ്, നിസ്കാരം പൂർത്തിയായിട്ടില്ല, അതിനു മുമ്പേ നീ സലാം വിട്ടാൻ പാടില്ല. അതുകൊണ്ട് നീ മസ്ബൂക്കായി വരുന്ന സമയത്ത് നീ എന്ത് ചെയ്യാൻ പാടില്ല? സലാം വീട്ടുന്നതിന് മുമ്പുള്ള സഹ്വിന്റെ സുജൂദ് ആണെങ്കിൽ മാത്രമേ നീ ഇമാമിനോടൊപ്പം ചേരാൻ പാടുള്ളൂ. ഇമാം സലാം വീട്ടിയതിനു ശേഷമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ നീ അതൊരിക്കലും അതിൽ കൂടാൻ പാടില്ല. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നു, റജുലുൻ ദഖല മഅൽ ഇമാമി ഫി റക്അത്തിൽ അഖീറ, ഒരാൾ ഇമാമിനോടൊപ്പം അവസാനത്തെ റക്അത്തിലാണ് ചേരുന്നത്. വകാന അലൽ ഇമാമി സുജൂദു സഹ്വിൻ ബഅദ സലാം, ഇമാമിന് സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിനു ശേഷം ചെയ്യാനാണ് ഉള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിയാദത്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഫൈദാ സല്ലമൽ ഇമാമു ഫൽയഖും ഹാദൽ മസ്ബൂഖു ലിഖളാഇ മാ ഫാതഹു വലാ യസ്ജുദു മഅൽ ഇമാം, ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നീട് ഇമാം സഹ്വിന്റെ സുജൂദ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പാടില്ല. മറിച്ച് ഇയാൾക്ക് എത്രയാണോ റക്അത്ത് ബാക്കിയുള്ളത് നിസ്കരിക്കാനുള്ളത് അത് ഇയാൾ പൂർത്തിയാക്കുക. ഫൈദാ അതമ്മ മാ ഫാതഹു, അവൻ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വസല്ലം, സലാം വിട്ടുക, വസജദ സജദ ബഅദ സലാം, സലാം വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക? സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സലാം വിട്ടതിന് ശേഷമാണ് ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്ബൂക്കായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വൈകി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരാൻ പാടില്ല. ഇനി വഇദാ സഹൽ മഅ്മൂമു ദൂനൽ ഇമാം, ഇമാമ് പറഞ്ഞിട്ടില്ല, ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ മഅ്മൂമിങ്ങൾക്കാണ് മറവി സംഭവിച്ചത് എങ്കിൽ വലം യഫുത്ഹു ഷൈഉം മിനസ് സ്വലാത്തി, ആ നിസ്കാരത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നാമത്തെ റക്അത്ത് മുതലുള്ള ഒരു വ്യക്തിയുമാണെങ്കിൽ ഫലാ സുജൂദ അലൈഹി, അവസാനം സലാം വീട്ടിയതിനു ശേഷം നീ എന്ത് ചെയ്യാൻ പാടില്ല? സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. لأن سجوده يؤدي إلى الاختلاف على الإمام واختلال متابعته, കാരണം അവൻ അങ്ങനെ സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇമാം സലാം വീട്ടിയാൽ ഇവൻ സലാം വീട്ടാതെ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇമാമിനോടൊപ്പം എതിരായിക്കൊണ്ട് ഇവൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവനുണ്ടാകും. എന്നാൽ فإن فاته شيء من الصلاة فسها مع إمامه أو فيما قضاه بعده لم يسقط عنه السجود فيسجد للسهو إذا قضى ما فاته قبل السلام أو بعده حسب التفصيل السابق. എന്നാൽ ഒരാൾ ലേറ്റായിട്ട് വന്ന ഒരു വ്യക്തിയാണ്, രണ്ടാമത്തെ റക്അത്തിലോ മറ്റോ ഒക്കെ വന്ന വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് ഇമാമിനോടൊപ്പമുള്ള സന്ദർഭത്തിൽ ഇയാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പേഴ്സണലായി ഇയാൾക്കൊരു മറവി സംഭവിച്ചു, അതല്ലെങ്കിൽ കളാ വീട്ടുന്നതിന്റെ ഇടയിൽ, സലാം വീട്ടതിന് ശേഷം ഇയാൾ എഴുന്നേറ്റ് നിസ്കരിച്ച് കളാ വീട്ടുന്നതിന്റെ ബാക്കി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ അപ്പോഴെങ്കിലും സംഭവിച്ചു. ഈ രണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇമാമിനോടൊപ്പമാകട്ടെ ശേഷമുള്ള സമയത്താകട്ടെ ഇയാൾക്കൊരു മറവി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇയാൾ ഒറ്റക്കാണ്. ആ ഒരു സമയത്ത് ഇയാൾ നേരത്തെ നമ്മൾ വിശദീകരിച്ച പ്രകാരം സലാം വീട്ടുന്നതിന് മുമ്പുള്ള വിഷയമാണ് അയാൾക്ക് വന്നത്, അതല്ല ശേഷമുള്ള വിഷയമാണ് വന്നത് എന്ന് നോക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു മഅ്മൂമ് അദ്ദേഹം ഒരു സുബ്ഹാന റബ്ബിയൽ അളീം എന്ന റുക്കൂയിലുള്ള ഒരു വാജിബാണ്, അത് മറന്നു. വലം യഫുത്ഹു ഷൈഉൻ ഫി സ്വലാത്ത്, അയാൾക്ക് നിസ്കാരത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നാമത്തെ റക്അത്ത് മുതലുള്ള ആളാണ്. ഫലാ സുജൂദ അലൈഹി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സുജൂദില്ല. ഫൈൻ ഫാതത്ഹു റക്അത്തുൻ ഔ അക്സർ, അയാൾക്ക് ഒന്നോ രണ്ടോ റക്അത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖളാഹ, ഇമാം സലാം വീട്ടിയതിനു ശേഷം ഇയാൾ അത് പൂർത്തിയാക്കുക. തുമ്മ സജദ ലിസ്സഹ്വി ഖബ്ല സലാം, സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അവൻ ആ സഹ്വിന്റെ സുജൂദ് ചെയ്യണം.
കാരണം ഈ രണ്ടാൾക്കാരുടെ പ്രത്യേകത വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ ആൾ ഇമാമിനോടൊപ്പം ഫുള്ളായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഅ്മൂമിന് എന്ത് മറവി സംഭവിച്ചു കഴിഞ്ഞാലും അയാൾക്ക് എന്തില്ല? സഹവിന്റെ സുജൂദില്ല. എന്നാൽ ലേറ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചിട്ടും അത് ഇമാമിനോടൊപ്പമുള്ള സമയത്താകട്ടെ, അതല്ല സലാം വീട്ടിയിട്ട് ഖള പൂർത്തിയാക്കുന്ന സമയത്താകട്ടെ, അയാൾക്ക് സഹവിന്റെ സുജൂദുമായി ചെയ്യേണ്ടതായ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇത് വേറൊരു ഉദാഹരണം കൂടി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്. മിസാലുൻ ആഖർ മഅ്മൂമുൻ യുസല്ലി ളുഹറ മഅ ഇമാമിഹി, ഇമാമിനോടൊപ്പം ഒരു മഅ്മൂം ളുഹർ നിസ്കരിക്കുകയാണ്. ഫലമ്മ ഖാമൽ ഇമാമു ഇല റാബിഅത്തി ജലസൽ മഅ്മൂമു വാന്നൻ മിൻഹു അന്ന ഹാദിഹി റക്അത്തുൽ അഖീറ, മൂന്നാമത്തെ റക്അത്തിൽ നിന്നും ഇമാം നാലാമത്തേതിലേക്ക് ളുഹറിന് എഴുന്നേറ്റപ്പോ മഅ്മൂം വിചാരിച്ചത് നാലാമത്തെ റക്അത്താണെന്നുള്ളത്. അഥവാ ഈ നിസ്കരിച്ച റക്അത്ത് നാലാമത്തെ, അങ്ങനെ മഅ്മൂം അവസാനത്തെ തശഹുദിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. ഫലമ്മ അലിമ അന്നൽ ഇമാമ ഖായിമുൻ ഖാമ, ഇമാം എഴുന്നേറ്റു എന്ന് അറിഞ്ഞപ്പോ മഅ്മൂം എന്ത് ചെയ്തു? എഴുന്നേറ്റു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ചിലപ്പോ മൂന്നാമത്തെ റക്അത്ത് നമ്മൾ കരുതിയത് അവസാനത്തെ റക്അത്താണ്, നമ്മളിങ്ങനെ വേഗം തവറുക്കിന് ഇരുത്തൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴേക്കുണ്ടാവും ഇമാം എഴുന്നേറ്റ് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റിട്ട്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയും രണ്ട് രൂപത്തിലുണ്ട്. ഫഇൻ കാന ലം യഫുത്ഹു ശൈഉൻ മിനസ് സ്വലാത്തി ഫലാ സുജൂദ അലൈഹി, അവൻ ഒന്നാമത്തെ റക്അത്ത് മുതലേ ഉള്ള ആളാണ്, അയാൾക്കൊന്നും നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അവസാന സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, ഇമാമിനോടൊപ്പം തന്നെ സലാം വിട്ടാം. അവന്റെ ഈ ഒരു മറവി അതവിടെ പൊറുക്കപ്പെടുകയാണ്. വഇൻ കാന ഖദ് ഫാതത്ഹു റക്അത്തുൻ ഫഅക്സർ ഖദാഹ വസല്ലം, അല്ല ഇയാൾ രണ്ടാമത്തെ റക്അത്തിലോ അല്ലെങ്കിൽ അതിലധികമോ കഴിഞ്ഞിട്ട് വന്ന 2-3 റക്അത്തൊക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന് സുജൂദുണ്ട്. അവൻ സുമ്മ സജദ ലിസ്സഹ്വി വസല്ലം, അവൻ ആദ്യം സലാം വീട്ടിയതിനു ശേഷം സഹ്വിന്റെ 2 സുജൂദ് ചെയ്ത് അവൻ എന്ത് ചെയ്യണം? അവൻ വീണ്ടും സലാം വിട്ടണം. എന്തുകൊണ്ടാണ്? വഹാദ സുജൂദ് മിൻ അജ്ലിൽ ജുലൂസ് അല്ലദി സാദഹു അസ്നാഅ ഖിയാമിൽ ഇമാമി ഇല റാബിയ, കാരണം ഇമാം നാലാമത്തേതിലേക്ക് എഴുന്നേറ്റപ്പോൾ ഇവനൊരു എക്സ്ട്രാ ഇരുത്ത് അവിടെ ഇരുന്നു, തശഹുദാന്ന് വിചാരിച്ച അവിടെ ഇരുന്നു. പിന്നീട് ഇമാം എഴുന്നേറ്റു വന്നപ്പോ ഓർമ്മ വന്നപ്പോഴാണ് ഇവൻ എഴുന്നേറ്റത്. അപ്പൊ ഒരു സിയാദത്ത് അവന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ വൈകി വന്നൊരു വ്യക്തിയാണ് എങ്കിൽ സലാം വീട്ടിയതിനു ശേഷം അവൻ എന്ത് ചെയ്യുക? സഹ്വിന്റെ സുജൂദ് 2 ചെയ്ത് വീണ്ടും സലാം വീട്ടുക. എന്നാൽ ഇമാമിനോടൊപ്പം തന്നെയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ വരുന്ന മറവികൾക്കൊന്നും അൽഹംദുലില്ലാഹ് അയാളെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടതില്ല, ഇമാമിനോടൊപ്പം തന്നെ അയാൾക്ക് സലാം വിട്ടാവുന്നതാണ്. ഇനി ഒരു ഖുലാസയാണ് അവസാനം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്. എവിടെയൊക്കെയാണ് സലാം ശേഷമുള്ളത് മുമ്പുള്ളത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക. يتبين لنا مما سبق أن سجود السهو تارة يكون قبل السلام وتارة يكون بعده. നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചെന്നൊക്കെ മനസ്സിലായി. സഹ്വിന്റെ സുജൂദ് ചില സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പേ ചെയ്യണം, ചില സമയത്ത് സലാം വീട്ടിയതിനു ശേഷം ചെയ്യണം. ഫയകൂനു ഖബ്ല അസ്സലാമി ഫീ മൗദിഇനി, സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് 2 അവസ്ഥകളിലാണ്. സലാം വീട്ടുന്നതിന് മുമ്പേ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് 2 അവസ്ഥ. ഒന്ന് അൽ അവൽ ഇദാ കാന അൻ നഖ്സിൻ, ഉദ്ദേശിക്കുന്നത് നഖ്സു വാജിബാത്തുകളാണ് നിങ്ങൾക്ക് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ സഹ്വിന്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്? സലാം വീട്ടുന്നതിന് മുമ്പ്. അതിപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയും തക്ബീറത്തുൽ ഇന്തിഖാൽ ആകട്ടെ, അതല്ലെങ്കിൽ തശഹുദുൽ അവ്വൽ ആകട്ടെ, 2ാമത്തെ റക്അത്തിലുള്ള തശഹുദ് ആകട്ടെ, ഇങ്ങനെ ഏതെങ്കിലും ഒന്നാണ് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ അയാൾ എന്ത് ചെയ്യുക? സഹ്വിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യുക. ഹദീസ് നേരത്തെ വിശദീകരിച്ചു. 2ാമത്തെ അവസ്ഥ ഏതാണ്? ഷെക്കിന്റെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഷെക്കും എല്ലാ തരത്തിലുള്ള ഷെക്കുമല്ല. ഇതാക്കാൻ അൻ ഷെക്കിൻ ലം യതറജ്ജഹ ഫീഹി അഹദുൽ അംറൈൻ, ഷെക്കുണ്ടായിട്ട് രണ്ടാമതൊരു കാര്യം അവന് ഉറപ്പില്ല, 2 3 എന്ന് ഒരേപോലെ സംശയം. അപ്പൊ നമ്മൾ പറഞ്ഞു അക്കല്ലെടുക്കുക 2 എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സംശയത്തിന്റെ പേരിലാണ് എങ്കിലും സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ്. അപ്പൊ ഈ 2 അവസ്ഥകളിൽ സലാം വീട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഇനി വയകൂനു സുജൂദു സഹ്വി ബഅദ സലാമി ഫി മൗദിഇനി, 2 അവസ്ഥകളിൽ സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിനു ശേഷമാണ്. അൽ അവൽ ഇദാ കാന അൻ സിയാദത്തിൻ, സിയാദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വാജിബാകട്ടെ റുക്നാകട്ടെ, വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അവസാനം സലാം വീട്ടിയതിനു ശേഷം 2 സഹ്വിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ പെട്ടതാണ് നമ്മൾ നേരത്തെ ഓർമ്മിക്കുക, റക്അത്ത് പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മറന്നുപോയി സലാം വീട്ടുക എന്നുള്ളത്. അവിടെയും സിയാദത്താണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെയും അവസാനം അത് പൂർത്തിയാക്കിയതിനു ശേഷം സലാം വീട്ടതിന് ശേഷമാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. 2ാമത്തെ നമ്മൾ നേരത്തെ ഷെക്കിന്റെ ബാബിൽ പറഞ്ഞ 2ാമത്തെ ഹാല്, അഥവാ ഒരാൾക്കൊരു സംശയം ഉണ്ടായി, പക്ഷേ 2 സംശയവും ഒരേപോലെയല്ല, അതിലേക്ക് ഒന്നിലേക്ക് അയാൾക്ക് ചാഞ്ഞു, 2 3 സംശയം വന്നു, അതിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷമാണ്. അപ്പൊ സലാം വീട്ടിയതിന് ശേഷമുള്ളത് ഒന്ന് സിയാദത്ത് വരുമ്പോൾ, 2 ഷെക്കിന്റെ ബാബിൽ എപ്പോൾ മാത്രം അയാൾക്ക് 2 ഷെക്കിൽ ഏതെങ്കിലും ഒന്നിലാണ് കൂടുതൽ തർജീഹ് തോന്നിയാൽ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുക? സലാം വീട്ടിയതിനു ശേഷം സഹ്വിന്റെ സുജൂദ് ചെയ്യുക. അവസാനം ഒരു മസ്അലയും കൂടി, വഇദ ഇജ്തമഅ അലൈഹി സഹ്വാൻ
സഹ്വാനി മൗദിഉ അഹദിഹിമാ ഖബ്ല സലാം വമൗദിഉ സാനി ബഅദ. ഒരാൾക്കൊരു നിസ്കാരത്തിൽ 2 സഹവ് സംഭവിച്ചു. ആ ഒരു കാരണം സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട കാരണമാണ്, വേറൊരു കാരണം സലാം വീട്ടതിന് ശേഷം ചെയ്യേണ്ട ഒരു കാരണമാണ്. അവിടെ അദ്ദേഹം പറയുന്നു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഫഖദ് ഖാലൽ ഉലമാഉ യുഗല്ലിബു മാ ഖബ്ല സലാമി ഫയസ്ജുദു ഖബ്ലഹു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പേ ചെയ്യുക എന്നുള്ളതിനാണ്, അതാണ് മുൻകടക്ക്, അതാണ് കൂടുതൽ പ്രാധാന്യം നോക്കി അങ്ങനെയാണ് ചെയ്യേണ്ടത്. മിസാലു ദാലിക്, ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. ശഖ്സുൻ യുസല്ലി ളുഹ്റ ഫഖാമ ഇല സാലിസ വലം യജ്ലിസ് ലിത്തശഹുദിൽ അവ്വൽ. ഒരാൾ രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിന് ഇരിക്കാതെ അയാൾ എന്ത് ചെയ്തു? അത് എഴുന്നേറ്റു. എന്തുകൊണ്ട്? അയാൾ വിചാരിച്ചു ഇത് 3ാമത്തെ റക്അത്താണ് എന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്തു? അയാൾ ഇരുന്നു. വജലസ ഫി സാലിസതി യظن 1ാമത്തെ റക്അത്താണെന്ന് വിചാരിച്ച് എഴുന്നേറ്റു. വജലസ ഫി സാലിസതി യظنها الثانيه. പിന്നെ 3ാമത്തെ റക്അത്തിൽ അയാൾ ഇരിക്കുകയും ചെയ്തു, ഇത് 2ാമത്തേതാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ 2 കാര്യം സംഭവിച്ചു. ഒന്ന്, രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിന് ഇരുന്നില്ല, ഒരു നഖ്സുൽ വാജിബാത്ത് സംഭവിച്ചു. ഇനിയോ 3ാമത്തെ റക്അത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തശഹുദ് ഇല്ല, അയാളത് 2ാമത്തെ റക്അത്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഇരിക്കുകയും ചെയ്തത്. ഇങ്ങനെ പലപ്പോഴും ഉണ്ടാകാം. അപ്പൊ ഒന്ന് എന്ത് ചെയ്തു? സലാം വീട്ടുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാരണമാണ് വന്നത്, നഖ്സുൽ വാജിബാത്ത്. 2 ഒരു സിയാദത്താണ് വന്നിട്ടുള്ളത്, ഇരിക്കേണ്ടടുത്ത ഇരുന്നു, ഒരു ജുലൂസ് അവിടെ സംഭവിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാൾ സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, അവസാനം അദ്ദേഹം പറയുന്നു, വല്ലാഹു അലം. അവസാനം ദുആ ചെയ്യുകയാണ്, വല്ലാഹ അസ്അലു അൻ യുവഫിഖന വഇഖ്വാനന അൽമുസ്ലിമീന ലിഫഹ്മി കിതാബിഹി വസുന്നതി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിനോട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നല്ല ഫഹ്മുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. വൽ അമലി ബിഹിമാ ളാഹിറൻ വബാതിനൻ, അതിന്റെ എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും നമ്മൾ അമൽ ചെയ്യുക. ളാഹിറൻ വബാതിനൻ ഫിൽ അഖീദ വൽ ഇബാദ വൽ മുആമല. അത് അഖീദയുടെ വിഷയമാകട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബാദത്തുകൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതുണ്ട്. വൽ മുആമല, ഇടപാടുകളെല്ലാം അതിനനുസരിച്ച് ചെയ്യേണ്ടതുണ്ട്. വ അൻ യുഹ്സിനൽ ആഖിബത ലനാ ജമീഅൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത്, അന്ത്യം, അത് നന്നാക്കുന്നതിന് വേണ്ടിയും ഞാൻ ദുആ ചെയ്യുകയാണ്. ഇന്നഹു ജവാദുൻ കരീം, അല്ലാഹു അങ്ങേയറ്റം ഔദാര്യനാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇത് ഹിജ്റ 1400 എഴുതിയിട്ടുള്ളതാണ്. ഹിജ്റ 1400 അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് റബീഉൽ അവ്വൽ 4-ാം തീയതി. അൽഹംദുലില്ലാഹ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കി. ഇതിൽ പറഞ്ഞ അവസാനത്തിലുള്ള ഖുലാസ നിങ്ങളൊന്ന് ആലോചിച്ച് എപ്പോഴും മനസ്സിലാക്കുക. പണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായം അത് അതേപോലെ ചെയ്യുക എന്നുള്ളത് വാജിബാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി പരിശ്രമിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ ഇബാദത്തുകളിലുള്ള വിഷയമാകട്ടെ, അഖീദയിലുള്ള വിഷയമാകട്ടെ, മുആമലത്തിലുള്ള വിഷയമാകട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.